ഫിലിപ്പിയ ലേഖനത്തിലെ വളരെ ചിന്തനീയമായ, ശ്രദ്ധേയമായ, കാലിക പ്രാധാന്യമായ 2 വേദവാക്യങ്ങൾ നിങ്ങൾക്ക് വേണ്ടി വായിച്ചുകൊണ്ട് അതുമായി ബന്ധപ്പെട്ട ചില ആത്മീക വിചാരങ്ങൾ നിങ്ങളുടെ പരമാർത്ഥ മനസ്സിലേക്ക് ഉണർത്താൻ ഈ യോഗ പരമ്പരകളുടെ സമാപന രാത്രിയിൽ ദൈവാത്മാവ് എനിക്ക് നിയോഗം തരുന്നു. ഞാൻ ഈ വായിക്കുന്ന വാക്യങ്ങൾ എല്ലാവർക്കും വളരെ പരിചിതമാണ്. ഫിലിപ്പിയ ലേഖനം 3-ാം അധ്യായം അതിൻ്റെ 20-21 വാക്യം. നമ്മുടെ പൗരത്വമോ സ്വർഗത്തിലാകുന്നു. അവിടെ നിന്ന് കർത്താവായ യേശുക്രിസ്തു രക്ഷിതാവായി വരുമെന്ന് നാം കാത്തിരിക്കുന്നു. അവൻ സകലവും തനിക്ക് കീഴ്പ്പെടുത്തുവാൻ കഴിയുന്ന തൻ്റെ വ്യാപാര ശക്തി കൊണ്ട് നമ്മുടെ താഴ്ചയുള്ള ശരീരത്തെ തൻ്റെ മഹത്വമുള്ള ശരീരത്തോട് അനുരൂപമായി രൂപാന്തരപ്പെടുത്തും. പ്രൈസ് ദി ലോർഡ്. ആ വാക്യത്തിനായിട്ടൊരു ഹല്ലേലൂയ പറയാമോ? അങ്ങനെ ഒരു ഹല്ലേലൂയ അതിന് വേണ്ട. കാരണം അത്രയ്ക്ക് ഗംഭീരമായൊരു വാക്യത്തിനോട് നല്ല ഹല്ലേലൂയ പറഞ്ഞ് അത്ര മെച്ചമായത് കൈവച്ചോണ്ടാണ് തുച്ഛമായത് ആദ്യമേ വിളമ്പിയത്. പ്രൈസ് ദി ലോർഡ്. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഈ മഹായോഗത്തിന്റെ സമാപന രാത്രിയിൽ നിങ്ങളെ അഭിവാദ്യം ചെയ്തുകൊണ്ട് ക്രിസ്തുയേശുവിന്റെ ധന്യവും ശ്രേഷ്ഠവും സനാതനവുമായ വചനപ്രഘോഷണത്തിന് സാധുവായി എനിക്ക് അവസരം നൽകിയ സർവകൃപാലുവായ കർത്താവിന് സകല മഹത്വവും സ്തുതിയും പുകഴ്ചയും ആരാധനയും സ്തോത്രവും ആദ്യമേ തന്നെ അർപ്പണം ചെയ്യുന്നു. ധന്യനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അപ്പോൾ തന്നെ മുണ്ടക്കയം സെന്ററിന്റെ ഔദ്യോഗിക ചുമതല വഹിക്കുന്ന ബഹുമാന്യ കർത്തുദാസൻ, ഞാൻ ക്രിസ്തുവിൽ വളരെ ആദരിക്കുന്ന പാസ്റ്റർ കുഞ്ഞുമോൻ അവറുകൾ, അദ്ദേഹത്തോടൊപ്പം വളരെ ആത്മാർത്ഥമായി സാമർഥ്യത്തോടെ സമർപ്പണത്തോടുകൂടെ തനിക്കൊപ്പം നിൽക്കുന്ന മറ്റെല്ലാ ഔദ്യോഗിക സ്ഥാനികൾക്കും ക്രിസ്തുവിൽ എൻ്റെ പ്രത്യേക ആദരവ്, സ്നേഹം, വന്ദനങ്ങൾ ഞാൻ അറിയിക്കുകയാണ്. പാറത്തോട് സെൻട്രൽ മിനിസ്റ്ററും ഈ യോഗത്തിലുണ്ടെന്നുള്ളതിൽ വളരെ സന്തോഷം. പാറത്തോട് സെൻട്രൽ കൺവെൻഷനിൽ ഒത്തിരി പ്രാവശ്യം ദൈവവചനം ശുശ്രൂഷിക്കാനുള്ള അവസരം എനിക്ക് അദ്ദേഹം നൽകിയിട്ടുണ്ട്. നന്ദിയോടെ ഞാൻ ഓർക്കുന്നു. അദ്ദേഹത്തോട് ഒരുമിച്ചായിരിക്കുന്നതിൽ വളരെ സന്തോഷമുണ്ട്. മറ്റ് അഭിഷക്തരായ ദൈവദാസന്മാർ ഒത്തിരി പേര് സദസ്സിലും അതുപോലെ വേദിയിലുമുണ്ട്. പാസ്റ്റർ VM ജേക്കബ് അടക്കമുള്ള അനുഗ്രഹിക്കപ്പെട്ട കർത്തുദാസന്മാർ എല്ലാവരെയും ഓർത്ത് ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. എൻ്റെ സ്നേഹിതരാണ് അവരെല്ലാവരും. ആത്മീക ശുശ്രൂഷയ്ക്ക് ഒത്തിരി അവസരങ്ങൾ നൽകി തന്നവരാണ്. മറക്കാനാവില്ല. ആത്മീക സൗഹൃദം ഏറിയ നാളുകളായിട്ടുണ്ട്. കഴിഞ്ഞ ചില ആഴ്ചകൾക്ക് മുൻപ് ഞാൻ കണ്ണിമല ചേർച്ചിൻ്റെ കൺവെൻഷനിൽ പ്രസംഗിച്ചിരുന്നു. അവിടുത്തെ ശുശ്രൂഷ സ്തുതിർഹമാംവിധം നിർവഹിക്കുന്ന കർത്താവിനിൽ അഭിഷക്തനായ ദൈവദാസനും ഇന്ന് രാത്രി വേദിയിൽ ഞങ്ങൾക്കൊപ്പമുണ്ട്. ഓർത്ത കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവിൻ ദാസനുള്ള വന്ദനം അറിയിക്കുകയാണ്. വന്നു ചേർന്ന എല്ലാ പിതാക്കന്മാർ, മാതാക്കൾ, സഹോദരി സഹോദരങ്ങൾ, വാത്സല്യ കുഞ്ഞുമക്കൾ എല്ലാവർക്കും ശബ്ദപരിധിക്കുള്ളിൽ പ്രിയപ്പെട്ടവര് ശ്രദ്ധിക്കുന്നവരുണ്ടല്ലോ, നിങ്ങളെല്ലാവരെയും ക്രിസ്തുയേശുവിന്റെ നിസ്തുല്യ നാമത്തിൽ എത്രയും വേഗം പ്രത്യക്ഷമാകുകയും തന്നെ കാത്തു നിൽക്കുന്ന വിശുദ്ധന്മാരെ തൻ്റെ അടുക്കലേക്ക് സമാഗമിപ്പിക്കുകയും ചെയ്യാൻ പോകുന്ന ധന്യനായ ക്രിസ്തുയേശുവിന്റെ ധന്യനാമത്തിൽ വന്ദനങ്ങൾ അറിയിക്കുകയാണ്. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഈ യോഗത്തിന്റെ ഭാഗമാകാൻ കഴിഞ്ഞതിൽ വളരെ സന്തോഷം. ഒരുപടി നല്ല ഗാനങ്ങൾ നന്നായി ആലപിച്ചുകൊണ്ട് ഈ ശുശ്രൂഷയെ സംഗീത സാന്ദ്രമാക്കുന്ന അനുഗ്രഹിക്കപ്പെട്ട ടീം അംഗങ്ങളെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവിന്റെ വലിയൊരു ദാസൻ, പ്രൈസ് ദി ലോർഡ്, ഞങ്ങൾ ഒത്തിരി വേദിയിൽ ഒരുമിച്ച് നിന്നിട്ടുണ്ട്. അദ്ദേഹത്തെ ഓർത്ത് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഒരുമിച്ചായിരിക്കാൻ കഴിയുന്നതിൽ വളരെ സന്തോഷം. അനുഗ്രഹിക്കപ്പെട്ട ഗായികമാരെ എല്ലാവരെയും ഓർത്ത് കർത്താവിന് സ്തോത്രം ചെയ്യുകയാണ്. 3 ദിനങ്ങളായി അവർ ചെയ്യുന്ന ശുശ്രൂഷ നമുക്ക് ആസ്വാദ്യമായിരുന്നു. ഞാൻ ശ്രദ്ധിച്ചു, പാടിയ പാട്ടുകളിലെല്ലാം പുനരാഗമനത്തിന്റെ ധ്വനി നിറഞ്ഞു നിൽക്കുകയായിരുന്നു. സെലക്ടഡ് ആ പാട്ടിന്റെ സെലക്ഷനെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. ദൈവം ധാരാളമായി ഈ കൺവെൻഷൻ സീസണിൽ മാത്രമല്ല എല്ലായ്പ്പോഴും വേദികളിൽ നിറഞ്ഞു നിൽക്കാൻ ദൈവം അവർക്ക് കൃപ ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇതിന്റെ ശബ്ദ സംവിധാനം വളരെ മികച്ചതാണ്. പ്രിയപ്പെട്ടവരെ ഓർത്ത് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. എൻ്റെ ആത്മസുഹൃത്താണ് പ്രിയ റോയ്ചായൻ. അദ്ദേഹം സനം TV, അദ്ദേഹത്തോടൊപ്പമുള്ള മറ്റു പ്രിയപ്പെട്ടവർ എല്ലാവരെയും ഓർത്ത് ലോകത്തിന്റെ വിവിധ കോണുകളിൽ ഇതിന്റെ പ്രേക്ഷകരായി നിരവധി പേരുണ്ടല്ലോ. തത്സമയം വീക്ഷിക്കുന്ന എല്ലാവർക്കും വന്ദനം അറിയിക്കുമ്പോൾ തന്നെ ഇതിന്റെ ഓൺലൈൻ സംവിധാനങ്ങൾ ക്രമീകരിക്കുന്ന കർത്തുദാസനോടുള്ള വന്ദനങ്ങളെ ഞാൻ അറിയിക്കുകയാണ്. കർത്താവ് ആദരിക്കട്ടെ. ഈ യോഗം ഇന്ന് രാത്രി വളരെ നന്നായി പ്രൊസൈഡ് ചെയ്യുന്ന കർത്താവിന്റെ വലിയൊരു ദാസൻ പാസ്റ്റർ പോൾസൺ അവറുകൾ, അദ്ദേഹത്തിന്റെ ഓർമ്മ വളരെ പിന്നിലേക്ക് പോയപ്പോൾ പറഞ്ഞ വസ്തുതകളൊക്കെ ഞാൻ ശ്രദ്ധിക്കുകയായിരുന്നു. തീർച്ചയായും ഊരമ്പ് എന്ന സ്ഥലം പാറശാലയ്ക്കടുത്താണ്. കേരളത്തിന്റെ തമിഴ്നാടിന്റെ ബോർഡറാണത്. ഞാൻ ഗത്സമന ബാബി സ്കൂളിൽ ദൈവത്തിന്റെ വചനം
വചനത്തിൻ്റെ ആദിപാഠങ്ങൾ ഞാൻ ആദ്യം പഠിച്ചത് അവിടെയാണ്, ഗത്സമന ബൈബിൾ സ്കൂൾ. എൻ്റെ ഒരു മൂത്ത ജ്യേഷ്ഠനുണ്ട്, പാസ്റ്റർ സി ജോർജ് കുട്ടി. അദ്ദേഹത്താൽ നടത്തപ്പെട്ട ആ ബൈബിൾ സ്കൂളിൽ വചനം പഠിച്ചുകൊണ്ടിരുന്ന കാലത്താണ് ഊരമ്പ് കൺവെൻഷനിൽ ഞാൻ സംബന്ധിക്കുന്നത്. ഞാൻ ആ സംഭവം നന്നായിട്ട് ഓർക്കുന്നുണ്ട്. കാരണം ജിജി സാം എന്ന അനുഗ്രഹിത ഗായികയെ തെക്കൻ നാടിന് ആദ്യമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് പാസ്റ്റർ പോൾസൺ അവരുകളാണ്. ജിജി എന്ന് പാടിയ പാട്ടുകളടക്കം ഞാൻ ഓർക്കുന്നു. അന്നത്തെ പ്രസംഗൻ പാസ്റ്റർ പോൾ ഗോപാലകൃഷ്ണനാണ്. അതൊരു 1987 ഫെബ്രുവരി മാസമാണ് ആ കൺവെൻഷൻ നടക്കുന്നത്. ഞാൻ കൃത്യമായിട്ട് ഓർത്തിരിക്കാൻ കാരണം പാസ്റ്റർ പോൾ ഗോപാലകൃഷ്ണനാണ് എന്നെ ഗ്രേസ് ബൈബിൾ കോളേജിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. എബി ഇവിടെ നിന്നപ്പോൾ അവിടെ പോയി പഠിക്കണം, എബിക്കൊരു ഭാവി ഉണ്ടെന്നൊക്കെ പറഞ്ഞ് എനിക്ക് പ്രാർത്ഥിച്ച് എന്നെ അനുഗ്രഹിക്കുകയും എൻ്റെ ഒരു റഫറൻസ് സർട്ടിഫിക്കറ്റ് അദ്ദേഹം പൂരിപ്പിച്ചു തരികയും ഒക്കെ ചെയ്തത് ഞാൻ ഓർക്കുന്നു. ഫെബ്രുവരി കഴിഞ്ഞ് മാർച്ച്, ഏപ്രിൽ, മെയ് മാസം ഞാൻ ഡൽഹിയിലേക്ക് ആദ്യമായിട്ട് അത്രയും ദൂരം മാതാപിതാക്കളെയൊക്കെ വിട്ട് യാത്ര ചെയ്യണം. 10ാം ക്ലാസ് ജയിച്ച ആ സമയത്താണ്. അപ്പം ആ കുഞ്ഞു പരുവത്തിലാണെന്ന് ഓർത്തോണം. അങ്ങനെ ആ സമയത്ത് തന്നെ ആത്മീക ശുശ്രൂഷകളിൽ അവരുടെയൊക്കെ പ്രോത്സാഹനങ്ങൾ ലഭ്യമായിട്ടുണ്ട്. കൗതുകത്തോടുകൂടെ ഗായക സംഘത്തെയും അവർ പാടുന്ന പാട്ടിനെയും അത് ലീഡ് ചെയ്യുന്ന പോൾസൺ പാസ്റ്റർ ഇടയ്ക്ക് 2 പാട്ടുകളുടെ ഇടയിൽ പറയുന്ന നറേഷനൊക്കെ ഒത്തിരി ആസ്വാദ്യമായിരുന്നു. പിന്നെ പഠനമൊക്കെ കഴിഞ്ഞ് വന്നപ്പം ടീമുമായിട്ടൊക്കെ ഞാനിങ്ങനെ ഒരു ടീം അതിൻ്റെ നറേഷൻ പറയാനായിട്ട് കുറേ നാളുകൾ പാമ്പാടിയിലും കോട്ടയത്തും ഏലപ്പാറയിലും കട്ടപ്പനയിലും ഒക്കെ നിന്നത് ഞാൻ ഓർക്കുന്നു. അതിൻ്റെയൊക്കെ ആദ്യത്തെ ഒരു പാറ്റേൺ എനിക്ക് പാസ്റ്റർ പോൾസണിൽ നിന്നാണ് ലഭിക്കപ്പെടുന്നത്. അതെല്ലാം നല്ല സ്മരണകളാണ്. അതൊന്നുകൂടെ ഒന്ന് അയവിറക്കാൻ ലഭ്യമായ അവസരത്തിൽ വളരെ സന്തോഷമുണ്ട്. പ്രൈസ് ദി ലോർഡ്. എല്ലാം കൊണ്ടും ഈ ഒരു ദിനം മറക്കില്ല, നിങ്ങളോട് ഒരുമിച്ചായിരിക്കാൻ കഴിഞ്ഞതിൽ. കഴിഞ്ഞ 2 രാത്രികളിലും അഭിഷക്ത കർത്തൃദാസന്മാർ നൽകിയ ആത്മിക ദൂതുകൾ, ആലോചനകൾ, പാഠങ്ങൾ ഒക്കെ ഹൃദയത്തിൽ നിങ്ങൾ കുറിച്ചു വെച്ചിട്ടുണ്ട്. അതിനോടൊപ്പം പിൻ ചെയ്യാൻ അനുഗ്രഹീതമായ മറ്റൊരു ചിന്ത കൂടെ ദൈവാത്മാവ് നമുക്ക് നൽകുന്നു. നിങ്ങളോട് ഒരുമിച്ചത് കേൾക്കാൻ, അറിയുവാൻ, അനുഭവിക്കുവാൻ, പ്രാപിക്കുവാൻ ഞാനും കാതോർക്കുന്നു. ആ വിഷയത്തിൽ അഗ്രഗണ്യനായി നിന്നുകൊണ്ട് പറയുകയല്ല. ദൈവത്തിന്റെ ആത്മാവിന്റെ ശബ്ദം കേട്ടൊന്നുകൂടെ ആത്മീക വർധനവ്, ഒന്നുകൂടെ ഒരു പുനർവിചാരണയിൽ 2024 ആണ്ടിലെ ആത്മീകതയ്ക്ക് ഒന്നുകൂടെ കരുത്തുണ്ടാകേണ്ടതിന് ഈ വിഷയത്തെ നമ്മൾ ഒരുമിച്ച് ശ്രദ്ധിക്കുകയാണ്. സന്തോഷമാണോ? പ്രൈസ് ദി ലോർഡ്. കർത്താവ് അനുഗ്രഹിക്കട്ടെ. രക്ഷാനിർണയം പ്രാപിച്ച്, ആത്മാവിന്റെ നിറവ് പ്രാപിച്ച്, അതുപോലെ കർത്താവിന്റെ പുനരാഗമനത്തിനു വേണ്ടി ആവലോടെ നോക്കിപ്പാർക്കുന്ന ദൈവമക്കളാണ് ഭൂരിപക്ഷം പേരും ഇവിടെ ഉള്ളതെന്ന് എനിക്കറിയാം. അപ്പോൾ തന്നെ ഒരു പെന്തക്കോസ്ത് കൺവെൻഷനോട് ആഭിമുഖ്യം പുലർത്തിക്കൊണ്ട് കേൾക്കാനും കാണാനും അറിയാനും വന്നിരിക്കുന്ന ഞങ്ങളുടെ വാത്സല്യ സുഹൃത്തുക്കൾ, അഭ്യുദയകാംക്ഷികൾ ഇവിടെ ഉണ്ടാകാം. അപ്പോൾ തന്നെ ക്രൈസ്തവ സഭയുടെ വിവിധ മേഖലകളിൽ, വിവിധ വിഭാഗങ്ങളിലൊക്കെ നിൽക്കുന്നവരുണ്ടാകാം. ഉപദേശ വൈരുദ്ധ്യതകളോ ആശയപരമായിരിക്കുന്നുള്ള അകൽച്ചകളൊക്കെ ഉണ്ടെങ്കിലും ക്രിസ്തുവിനെ പ്രസംഗിക്കുന്ന ഈ യോഗത്തിൽ നിങ്ങളുടെ സാന്നിധ്യത്തെ ഞങ്ങൾ ഏറ്റവും അധികമായിട്ട് സ്വാഗതം ചെയ്യുന്നു. ചുറ്റുവട്ടത്തിലുള്ള പ്രിയപ്പെട്ടവരെയൊക്കെ ജാതിയോ മതമോ നിറമോ കുലമോ കുടുംബമോ വർണ്ണമോ വർഗമോ ഒന്നും സുവിശേഷം കേൾക്കുന്നതിന് തടസ്സമേ അല്ല. താങ്കൾ ഏത് ജാതിയിൽപ്പെട്ടയാളായാലും, ഏത് രാഷ്ട്രീയ പാർട്ടിയുടെ ചിഹ്നം നെഞ്ചിലേറ്റുകൊള്ളുന്നയാളാണെങ്കിലും ക്രിസ്തുവെന്ന ആളത്വം മഹിമയെക്കുറിച്ചുള്ള പ്രഘോഷണം കേൾക്കാൻ എല്ലാവർക്കും കഴിഞ്ഞേ പറ്റുകയുള്ളൂ. കാരണം വേറെ ഓപ്ഷൻ ഇല്ല എന്നുള്ളത് കൊണ്ടാണ്. അതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ക്രിസ്തു എന്ന ആ യാഥാർത്ഥ്യത്തിന് പകരം വയ്ക്കാൻ വേറൊരു ഓപ്ഷൻ ഇല്ല. എത്ര പേര് സമ്മതിക്കുന്നുണ്ട് ആ കാര്യം? പ്രൈസ് ദി ലോർഡ്. നമ്മൾ കുഞ്ഞുങ്ങൾ പഠിക്കുന്ന സ്കൂളിൽ നിലവാരം കുറവാണെങ്കിൽ നമുക്ക് വേറൊരു സ്കൂൾ അന്വേഷിക്കാം. ഒന്നല്ല, മുണ്ടക്കയത്ത് എത്ര സ്കൂളുകളാണ് ഉള്ളത്. വേറൊരു സ്കൂളിലേക്ക് നമുക്ക് മാറ്റാം. നമ്മൾ കയറി ഭക്ഷണം കഴിച്ച ഹോട്ടലിൽ ടേസ്റ്റ് പോരാ എന്നുണ്ടെങ്കിൽ, വില കൂടുതലാണെങ്കിൽ, വിലക്കനുസരിച്ച് അതിന് രുചി പോരാ എന്നുണ്ടെങ്കിൽ വേറെ ഹോട്ടൽ നമുക്ക് മാറിക്കയറാൻ കുഴപ്പമില്ല. നമ്മൾ കയറി വസ്ത്രം വാങ്ങിച്ച ജൗളിക്കട അത്രയ്ക്ക് പോരാ, നിലവാരമില്ല, ഒന്ന് കഴുകിയപ്പോഴത്തേക്ക് അത് കുളം കലക്കിപ്പോയി, എന്നാൽ പിന്നെ വേറെ നമുക്ക് കയറി മാറി വാങ്ങാം. അങ്ങനെ എന്തെല്ലാം ഓപ്ഷനാണുള്ളത് അല്ലേ? സ്ഥിരം മത്തിയോ അല്ലെങ്കിൽ പോത്തോ ഒക്കെ വാങ്ങിക്കുന്ന കടയിൽ പോരാ എന്ന് തോന്നിയാൽ അടുത്ത കട നമുക്ക് ഇഷ്ടം പോലെ. മുണ്ടക്കയത്തല്ലേ നല്ല പോത്തിന്റെ വ്യാപാരം നടക്കുക. എത്ര കടകളാണ് ഉള്ളത്. ഞാൻ ഈ കട്ടപ്പനയ്ക്കൊക്കെ പോയിട്ട് തിരിച്ചിങ്ങോട്ട് ഇറങ്ങി വരുമ്പം കട്ട് ചെയ്ത് ഇവിടെ ഇറങ്ങിയിട്ട് മുണ്ടക്കയം വഴിയാണോ വരുന്നേ? ഓ ആന്നേ, എന്നാൽ പിന്നെ 2 പോത്ത് വാങ്ങിച്ച് 2 കിലോ പോത്ത് വാങ്ങിക്കണേന്ന് എൻ്റെ പ്രിയപ്പെട്ടവള് നേരത്തെ വിളിച്ചു പറയാം. അപ്പോൾ ഇവിടെ ഇറങ്ങി അങ്ങനെ പോത്തും വാങ്ങിച്ചുകൊണ്ട് പോകാനാണ്. അപ്പോൾ പോത്തിന്റെ കട എന്നാ കടയാണ് ഇവിടെ. അപ്പോൾ ഒരു കടയിൽ പറ്റിയില്ലെങ്കിൽ അടുത്ത കടയിൽ നമുക്ക് കയറാം. എല്ലാ കാര്യത്തിനും നമുക്ക് ഓപ്ഷൻ ഉണ്ട്. പക്ഷേ മുക്തി, മോക്ഷം, സായുജ്യം, ശാന്തി, സമാധാനം, വിടുതൽ, വീണ്ടെടുപ്പ്, നിത്യത
എല്ലിയാലും തല തല്ലിക്കേറിയ മുട്ടുകാല് തല്ലി ഓടിക്കുമെന്നൊക്കെ ഭയങ്കരമായ ആക്രോശം ആക്രന്ദനങ്ങൾ ഉണ്ടാക്കിയാലും എങ്ങനെങ്കിലുമൊക്കെ ക്രിസ്തുവിനെ ഒരുവന്റെ ഉള്ളിൽ കൊടുക്കാൻ ഞങ്ങൾ ഈ കാണിക്കുന്ന ഒരുമാതിരി ആവേശം സായിപ്പിന്റെ ഇന്ന് കാജ് വാങ്ങിച്ചിട്ട് കാണിക്കുന്ന വേലയൊന്നുമല്ല. സായിപ്പ് ഇപ്പൊ ആർക്കും കാജ് കൊടുക്കുന്നില്ല, പുള്ളി അങ്ങോട്ട് വാങ്ങിക്കുക. ഇപ്പം സായിപ്പ് കാജ് കൊടുക്കുന്ന പരിപാടി നിർത്തിയില്ല. അതുകൊണ്ട് സായിപ്പിന്റെ കാജിന് വേണ്ടിയൊന്നുമല്ല ഈ പരിപാടി. പിന്നെ എന്താണെന്നറിയാമോ? ഓപ്ഷൻ വേറെ ഇല്ലാത്തത് കൊണ്ട്. കുന്ന് കയറുന്നത് കൊണ്ടും മലയിറങ്ങുന്നത് കൊണ്ടും പുഴ താണ്ടുന്നത് കൊണ്ടും കടൽ നീന്തുന്നത് കൊണ്ടും ദേഹദണ്ഡന പ്രക്രിയകളിൽ ചെയ്യുന്നത് കൊണ്ടും കീശയിലെ കാശ് വാരി വാരി എറിയുന്നത് കൊണ്ടും മാറിക്കുത്തിയിരുന്ന സഹസ്ര കോടി സ്തോത്രാർപ്പണങ്ങൾ ചെയ്യുന്നത് കൊണ്ടൊന്നും പാപമോചനം സാധ്യമല്ല. ക്രിസ്തുവിലൂടെ മാത്രമേ അത് സാധ്യമാകുകയുള്ളൂ. എത്ര പേര് സമ്മതിക്കുന്നുണ്ട് ആ കാര്യം? അപ്പോസ്തലപ്രവൃത്തി 10:43 പറയുന്നത് പാപമോചനം അവന്റെ നാമത്തിലെ വിശ്വാസത്താലാണ് ഏവർക്കും ലഭിക്കപ്പെടുക. അത് ഉന്നത കുലജാതനോ നീചകുലജാതനോ മുതലാളിയോ തൊഴിലാളിയോ അടിമയോ ഉടമയോ വ്യത്യാസമില്ല. പാപമോചനം കിട്ടണോ? യേശുവിന്റെ നാമത്തിൽ വിശ്വസിക്കണം. വേറെ ഓപ്ഷൻ ഇല്ല സുഹൃത്തെ. നിത്യജീവൻ പ്രാപിക്കണോ? യേശുവല്ലാതെ വേറെ മാർഗമില്ല. യോഹന്നാൻ 3:15 എങ്ങനെയാ? അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ട്. പ്രൈസ് ദി ലോർഡ്. പുത്രത്വം പ്രാപിക്കണോ? ദൈവ മക്കൾ എന്നുള്ള അവകാശം കിട്ടണോ? ഗലാത്യർ 3:26 അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്കേ കിട്ടത്തുള്ളൂ. മരിച്ചിട്ട് ഉയർത്തെഴുന്നേൽക്കണോ? അതോ മണ്ണിൽ തന്നെ വിലയം പ്രാപിച്ചു പോണോ? അതോ അവസാനം അങ്ങ് നിത്യ നരകത്തിലേക്ക് പോണോ? ഓപ്ഷൻ നമ്മുടേതാ. പക്ഷേ മരണാനന്തരം നിത്യജീവൻ പ്രാപിച്ച് ഉയർത്തെഴുന്നേൽക്കണമെങ്കിൽ യേശുവിൽ വിശ്വസിച്ചേ പറ്റത്തുള്ളൂ. അങ്ങനെ 100 കാര്യങ്ങൾ അക്കമിട്ട് പറയാനുണ്ട്. യേശുവല്ലാതെ ഈ പറഞ്ഞതിനൊന്നും വേറെ മാർഗമില്ല. അതുകൊണ്ടാണ് ഞങ്ങൾ യേശുവിനെ പാടുന്നത്. ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ, ഞങ്ങളുടെ ദൈവദാസിമാര് ഒക്കെ പാടിയ പാട്ടിനകത്ത് നിറഞ്ഞു മുഴച്ച് മുറ്റി നിൽക്കുന്നതെല്ലാം യേശുവെന്ന യാഥാർത്ഥ്യമാണ്. ക്രിസ്തുവെന്ന ആളത്വം മഹിമയാ, ക്രിസ്തുവിന്റെ ഔന്നത്യമാ, ക്രിസ്തുവിന്റെ ഉത്തുംഗ പ്രതാപമാണ്. അത് മാത്രം വിളിച്ചു പറയുന്നത്, വേറെ പകരം വയ്ക്കാനില്ലാത്തത് കൊണ്ട്. പ്രൈസ് ദി ലോർഡ്. ആ ക്രിസ്തു ആരെന്നറിയാമോ? അതോടെ പറഞ്ഞ് ഞാൻ തുടങ്ങാം. ക്രിസ്തുവിൽ ആരംഭിക്കാം, എന്നിട്ട് ക്രിസ്തുവിന്റെ മടങ്ങി വരവിനെ കുറിച്ച് ചില വിചാരങ്ങൾ നമ്മൾ ചിന്തിക്കാൻ പോവുക. യോഗങ്ങളുടെ സമാപന ദിവസമല്ലേ? ഞാൻ നിങ്ങളുടെ ചിന്തയിലേക്ക് കോറിയിടുവാൻ പാകി വയ്ക്കുവാൻ ആഗ്രഹിക്കുന്നത് പുനരുദ്ധാനവും രൂപാന്തരവും പ്രാപിക്കാനുള്ള യോഗ്യതകളാണ്. കേൾക്കാൻ സന്തോഷമാണോ? ഏലിയാവും ദാവീദും ഗോലിയാത്തും ഒക്കെ കേൾക്കുമ്പോൾ നമുക്കൊരാവേശം, ഒരു പിപ്പിരിയൊക്കെ ഉണ്ടാവും. 400 അന്യഭാഷ പറയാനൊക്കെ, കൈയൊക്കെ ഒന്ന് അടിക്കാനും ചാടിയൊന്ന് എഴുന്നേക്കാനും ഒക്കെ. പ്രൈസ് ദി ലോർഡ്. അതൊക്കെ നല്ല കാര്യമാണ്. പക്ഷെ കർത്താവ് കാഹളം മുഴക്കി വരുമ്പോൾ കയറി പോകുമെന്നുള്ള ആ ഒരു വീണ്ടും വിചാരം നമുക്ക് ഉണ്ടായേ പറ്റത്തുള്ളൂ. ആത്മീയത എന്നൊക്കെ പറഞ്ഞാൽ ജനറൽ കൺവെൻഷനും ഡിസ്ട്രിക്ട് കൺവെൻഷനും ഐക്യ കൺവെൻഷനും ആ സീസണിൽ മാത്രമുള്ളതല്ല. കർത്താവ് എപ്പോൾ വന്നാലും കയറി പോകാനുള്ള യോഗ്യത. അതുകൊണ്ട് നാം ഇന്ന് ചിന്തിക്കുന്നത് രൂപാന്തരപ്പെടാൻ, പുനരുദ്ധാനം പ്രാപിക്കാനുള്ള യോഗ്യതകൾ 1 2 3 4 5 എന്ന് നാം ചിന്തിക്കാൻ പോവുകയാണ്. ഇതിനകത്തുള്ള സകല ദൈവമക്കൾക്കും അപ്പോൾ തന്നെ ഇതിന്റെ അഭ്യുദയകാംക്ഷികളായി ശ്രദ്ധിക്കുന്ന സകല പ്രിയപ്പെട്ടവരും ആ കാര്യമാണ് അറിയണം. അതിനു മുമ്പ് യേശു ആരാണ് എന്ന വസ്തുത അറിയാം. ഞാൻ പറഞ്ഞല്ലോ, ഓപ്ഷൻ വേറെ ഇല്ല ക്രിസ്തു അല്ലാതെ. ക്രിസ്തുവിന് പകരം വയ്ക്കാൻ വേറെ സാധ്യതകളില്ലാത്തത് കൊണ്ട് ആ ക്രിസ്തു ആരാണ് എന്ന കാര്യം ഞാൻ എല്ലായിടത്തും പറയുന്ന കാര്യം. നിങ്ങൾ പലരും കേട്ടിട്ടുണ്ടാകും, പക്ഷെ പറയാതിരിക്കാൻ പറ്റില്ല. അവസാനം വരെ പറയണം. ഈ ക്രിസ്തുവിനെ കുറിച്ചുള്ള മഹിമ, മഹത്വം, ഔന്നത്യം. ഒന്ന്, ക്രിസ്തു ഏകസത്യദൈവമാണ്. 1-2 പേരെ സ്വോത്രം പറഞ്ഞുള്ളല്ലോ. അപ്പൊ ബാക്കിയുള്ളവർ അതിനോട് ഏകീഭവിക്കുന്നില്ലെന്നാണോ അർത്ഥം? ക്രിസ്തു ദൈവങ്ങളുടെ കൂട്ടത്തിലൊരു ദൈവമല്ല, ഏക സത്യ ദൈവമാണ് ക്രിസ്തു. ഏക എന്ന പ്രയോഗം മായ്ച്ചു കളയരുത്, അത് ഉറക്കെ പറയണം. ഏക സത്യ ദൈവമാ. ഹല്ലേലൂയ. കാട്ടുമൃഗങ്ങളും നാട്ടുമൃഗങ്ങളും പറവകളും പ്രാണികളും ഇഴജാതികളും ഭൂതപ്രേത പിശാചുക്കളും ആവാഹന ശക്തികളും സങ്കല്പമൂർത്തികളൊക്കെ ദൈവങ്ങളായി ഇവിടെ പരിണമിക്കപ്പെടുമ്പോൾ വേദപുസ്തകം അസന്നിഗ്ധമായി പ്രഖ്യാപനം ചെയ്യുന്നു, ഏക സത്യ ദൈവം ക്രിസ്തു തന്നെയാണ്. വിശ്വസിക്കുന്നവർ എത്ര പേരുണ്ട്? യാഹ്വേ എന്ന് ആരാധിക്കുന്ന മഹത്തായിരിക്കുന്ന ആളത്വം, മഹിമ. കണ്ടോ? ഐ ആം ദാറ്റ് ഐ ആം. ഞാനാകുന്നവൻ ഞാനാകുന്നു. എന്ന എബ്രായ ഭാഷയിൽ പ്രഖ്യാപനം ചെയ്യപ്പെടുന്ന ആ മഹത്തായ വ്യക്തിപ്രഭാവം, അതാണ് ക്രിസ്തു, ഏക സത്യ ദൈവം. ആമേൻ. 2, ഏക കർത്താവാണ് ക്രിസ്തു. സമ്മതിക്കാമോ? അതിനെന്നാ സ്വോത്രം പറയാൻ? ഏക അനി ഒത്തിരി കർത്താക്കന്മാരുടെ കൂട്ടത്തിലൊരു കർത്താവ് അല്ല ക്രിസ്തു. പിന്നെ ക്രിസ്തു ഏക കർത്താവാണ്.
ലോകത്തിലെ സകല കർത്താക്കന്മാരുടെയും മുഴങ്കാലൊക്കെയും മടങ്ങുകയും അവരുടെ നാവ് ഏറ്റുപാടുകയും ചെയ്യുന്ന ഒരേ ഒരു കർത്താവേ ഉള്ളൂ, അത് ക്രിസ്തു മാത്രമാണ്. ക്രിസ്തു ഏക കർത്താവാണെന്ന് വിശ്വസിക്കുന്നവർ എത്ര പേരുണ്ട്? വാക്യങ്ങളെ അകമ്പടി വെച്ചങ്ങോട്ട് പറയാൻ സമയമേറെ വേണം, പക്ഷെ ഈ ചിന്തകളെ മാത്രം ഞാൻ പറഞ്ഞു വിടുക. 3, യേശു ഏക രക്ഷകനാണ്. ഒത്തിരി രക്ഷകന്മാരുണ്ടാകാം ഇവിടെ. നമ്മളെ അക്ഷരം പഠിപ്പിച്ച രക്ഷകൻ, നമ്മളെ പരിഷ്കാര സമ്പന്നരാക്കിയ രക്ഷകന്മാരുണ്ട്. ഓരോ ജാതിക്കും മതത്തിനും കുലത്തിനും കുടുംബത്തിനും വർഗത്തിനും വർണ്ണത്തിനും ഒക്കെ അതാത് തലങ്ങളിൽ രക്ഷകന്മാർ ഉദയം ചെയ്തിട്ടുണ്ട്. ചരിത്രബോധമുള്ള എനിക്ക് അവരെ നിഷേധിക്കാൻ പറ്റില്ല. അവരൊക്കെ രക്ഷകന്മാരാ, കുഴപ്പമില്ല. ഇങ്ങനെ നടന്നാൽ പോരാ, അക്ഷരം പഠിക്കണം. ഇങ്ങനെ നടന്നാൽ പോരാ, പള്ളിക്കൂടത്തിൽ പോകണം. ആ ചേട്ടുകണ്ടത്തിൽ മാത്രം ജീവിതം തളച്ചിടരുത്, പള്ളിക്കൂടത്തിൽ പോടാ എന്നൊക്കെ പറഞ്ഞ് നമ്മളെ ഓടിച്ച് വിട്ട് അക്ഷരം പഠിപ്പിച്ച കുറെ രക്ഷകന്മാരുണ്ട്. അവരൊക്കെ നമ്മുടെ സമുദായ പരിഷ്കർത്താക്കളാണ്, സമ്മതിക്കുന്നു ഞാൻ അവരെ. അവരൊക്കെ നമ്മളെ രക്ഷിച്ചത് അസംസ്കൃതമായ അവസ്ഥയിൽ നിന്ന്, അപരിഷ്കൃതമായ അവസ്ഥയിൽ നിന്ന്, വിദ്യാവിഹീനതയിൽ നിന്ന്, ദാരിദ്ര്യത്തിൽ നിന്നൊക്കെ രക്ഷിച്ച രക്ഷകന്മാരാ. പക്ഷെ ക്രിസ്തു ഏകരക്ഷകനെന്ന് ഞാൻ പറയുന്നത് ദൈവിക ന്യായവിധിയിൽ നമ്മെ വിടുവിച്ച രക്ഷകന്, പാപത്തിന്റെ അതീശത്തിൽ നമ്മെ വിടുവിച്ച രക്ഷകന്, സമസ്ത ദൈവത്തിന്റെ പ്രവൃത്തികൾക്ക് വിരോധമായി നിൽക്കുന്ന സമസ്ത ഭൂതപ്രേത പിശാചുക്കളുടെയും ആധിപത്യ വ്യവസ്ഥിതിയിൽ നമ്മെ വിടുവിച്ച ഒറ്റ രക്ഷകനേ ഉള്ളൂ, അത് ക്രിസ്തു മാത്രമാണ്. മരണത്തിൽ നമ്മെ വിടുവിച്ച ക്രിസ്തു ഏകരക്ഷകന്, തുല്യം പറയാനില്ലാത്തൊരു രക്ഷകൻ. മനസ്സിലായോ? ഇപ്പൊ ഏകസത്യദൈവം, ഏക കർത്താവ്, ഏകരക്ഷകൻ. മറക്കരുത്, ഇങ്ങനെ ഏക ചേർത്ത് പറയും. അടുത്തത് ഏക അവതാരമാ ക്രിസ്തു. മനസ്സിലായോ? കുറിച്ചെടുക്കുന്നുണ്ടോ ഇതൊക്കെ? കുറിക്കാതൊക്കെ ഇരുന്ന ഈ പടി ഇറങ്ങുമ്പോഴത്തേക്ക് ഇതൊക്കെ മറന്നുപോകും. ആവശ്യമില്ലാത്തൊക്കെ ഓർത്തിരിക്കുകയും ആവശ്യമുള്ളതൊക്കെ മറന്നു പോവുകയും ചെയ്യുന്ന ഒരു പ്രകൃതം നമുക്കുണ്ട്, അറിയാമോ? അതുകൊണ്ട് ഇതൊന്നും മറക്കരുത്. കുഞ്ഞുങ്ങളൊക്കെ, കൊച്ചു കുഞ്ഞുങ്ങളൊക്കെ, യൂത്ത്സ് ഒക്കെ ശ്രദ്ധിച്ചോണം. ഏക അവതാരം. ഒത്തിരി അവതാരങ്ങൾ ഇവിടെയുണ്ട്. പക്ഷേ നമ്മുടെ ഇന്ന് ചോര അങ്ങോട്ട് വാങ്ങിക്കാതെ, നമ്മുടെ കീശയിലെ കാശ് അങ്ങോട്ട് വാങ്ങിക്കാതെ, നമ്മുടെ നന്മ അങ്ങോട്ട് വസൂലാക്കാതെ, സ്വർഗത്തിലെ സകലവിധ ആത്മീയ അനുഗ്രഹം നമുക്ക് ദാനമായി നൽകി തന്ന് അവസാനത്തെ തുള്ളി ചോരയും കൂടെ നമുക്ക് തരേണ്ടതിന് സ്വർഗീയ മഹിമകളെ വെടിഞ്ഞ് പാർത്തലത്തിലേക്ക് ഇറങ്ങി വന്ന ഒറ്റ അവതാരം, അതാണ് ക്രിസ്തു. അതുകൊണ്ട് ഏക അവതാരം എന്ന് പറയണം. അത് കേൾക്കുമ്പോൾ പെരുവിരൽ മുതൽ ചിലപ്പോൾ കോപത്തിന്റെ തരിപ്പ്, വെറുപ്പിന്റെ തരിപ്പൊക്കെ കയറി വരും. അത് ഞങ്ങൾ കുറ്റക്കാരല്ല, വേദപുസ്തകം ഇങ്ങനെ പറഞ്ഞേ പറ്റത്തുള്ളൂ. മനസ്സിലായില്ലേ? നമ്മുടെ ഒന്നും വസൂലാക്കാതെ നമുക്ക് വേണ്ടതെല്ലാം ദാനമായി നൽകി തന്ന ഒരൊറ്റ അവതാരം, അതാണ് ക്രിസ്തു യേശു. ഏക മധ്യസ്ഥനാണ്. അബദ്ധം പറ്റിപ്പോകല്ലേ ആന്റി, അങ്ങളെ അബദ്ധം പറ്റിപ്പോകരുത്. ആരണ്ട് വേറെ മധ്യസ്ഥന്മാരുണ്ടെന്നൊക്കെ പറഞ്ഞ് അവരുടെ പുറകെ ഒന്നും പോകരുത്. ദൈവത്തിനും മനുഷ്യർക്കും മധ്യസ്ഥനായി ഒരുവൻ, തന്നെത്താൻ നമുക്ക് വേണ്ടി മറുവിലയായി തന്നവൻ, അവൻ തന്നെ എന്നാണ് പറയുക. ദൈവത്തോട് മനുഷ്യന് വേണ്ടി മധ്യസ്ഥത ചെയ്യുന്ന മധ്യസ്ഥന്റെ ഏറ്റവും കുറഞ്ഞ യോഗ്യത അവൻ മനുഷ്യനുമായിരിക്കണം, ദൈവവുമായിരിക്കണം. ഈ രണ്ട് ക്വാളിറ്റിയും കൂടെ ഒരുമിച്ച് സമഞ്ജസമായി സമ്മേളിപ്പിക്കപ്പെട്ട ഒറ്റ മധ്യസ്ഥനെ ഉള്ളത് എന്റെ കർത്താവാണ്. ഹല്ലേലൂയ. ക്രൈസ്തവ ലോകം മധ്യസ്ഥന്മാർ എന്നൊക്കെ പറഞ്ഞ് അണിയിച്ചൊരുക്കി നിർത്തിയിരിക്കുന്നവർക്കാർക്കും ദൈവത്വമില്ല, മനുഷ്യത്വമേ ഉള്ളൂ. ജീവിച്ചിരിക്കുന്നവർക്കും മരിച്ചവർക്കും വേണ്ടി മധ്യസ്ഥത ചെയ്യണമെങ്കിൽ ആ മധ്യസ്ഥന്റെ ക്വാളിറ്റി അവൻ മരിച്ചവൻ മാത്രമാകരുത്, മരണത്തിൽ നിന്ന് ഉയർത്തവനാകണം. അങ്ങനെ ഒരു യോഗ്യത എന്റെ യേശുവിന് മാത്രമേ ഉള്ളൂ. ആ കാരം ഉയർത്തി കർത്താവിനെ ഒന്ന് സ്തുതിച്ചേ. അവൻ ഏക മധ്യസ്ഥൻ. ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണേ എന്നൊക്കെ പറഞ്ഞ് കോടാനുകൂടി ജനങ്ങളെല്ലാം കൂടെ വീണ് കിടന്ന് പ്രാർത്ഥിക്കുന്ന ഈ മധ്യസ്ഥന്മാരുടെ കുഴിമാടം തുറന്നിട്ടില്ലല്ലോ, പിന്നെ എങ്ങനെ അവർ പ്രാർത്ഥിക്കുന്നു? നിസ്സാരമായ കാര്യമല്ലേ? ബോധമുണ്ടെങ്കിലും ഒന്ന് ചിന്തിച്ചു നോക്കി. ആ പുള്ളി അവിടെ അന്ത്യവിശ്രാമം കൊള്ളുക. മണ്ണിൽ വിലയം പ്രാപിച്ച് കിടക്കുന്ന പുള്ളിക്കാരൻ എങ്ങനെ ഈ ജീവിച്ചിരിക്കുന്നവർക്ക് വേണ്ടി മധ്യസ്ഥ ചെയ്യാൻ പറ്റുക? മരണത്തെ ജയിച്ചടക്കി, ഹേയ് മരണമേ നിന്റെ ജയം എവിടെ എന്ന് ചോദിച്ചുകൊണ്ട് ഉയർത്തെഴുന്നേറ്റ ഒരുവനെ ഉള്ളത് ക്രിസ്തു തന്നെയാണ്. അതുകൊണ്ട് ഏക മധ്യസ്ഥൻ എന്ന് പറയുന്നു. അടുത്ത കേൾക്കണോ? ഏക ആരാധ്യനാണ്. ഞാൻ ഈ മൂന്നെണ്ണം വീതം പറയുന്ന ഓർത്തിരിക്കാൻ വേണ്ടിയാ. മനസ്സിലാകുന്നുണ്ടോ? ആദ്യം പറഞ്ഞത് ഏക ദൈവം, ഏക കർത്താവ്, ഏക രക്ഷകൻ, 3. അടുത്ത 3 പറഞ്ഞത് ഏതൊക്കെയാ? ഏക അവതാരം, പിന്നെ ഏക മധ്യസ്ഥൻ, പിന്നെ ഏക ആരാധ്യൻ. കണ്ടോ? പ്രൈസ് ദി ലോർഡ്. ക്രിസ്തുവിന്റെ മഹത്വം അതാ, ഏക ആരാധ്യനാണ്. നിന്റെ ദൈവമായ കർത്താവിനെ മാത്രമേ, ആ മാത്രത്തിന്റെ അടിയിലാണ് വര കൊടുക്കേണ്ടത്. നിന്റെ ദൈവമായ കർത്താവിനെ
മാത്രമേ. മണ്ണിനെ ആരാധിക്കരുത്, പെണ്ണിനെ ആരാധിക്കരുത്, ആണിനെ ആരാധിക്കരുത്, സൂര്യചന്ദ്ര നക്ഷത്രാദികളെ ഒന്നും ആരാധിക്കരുത്, കാട്ടുമൃഗങ്ങളെയോ നാട്ടുമൃഗങ്ങളെയോ ആരാധിക്കരുത്, പറവകളെയോ പ്രാണികളെയോ ആരാധിക്കരുത്, ഒന്നിനെയും ആരാധിക്കരുത്. പിന്നെന്തിനെ? വചനം വ്യക്തമായി പറയുന്നത് ദൈവമായ കർത്താവിനെ മാത്രമേ. അതുകൊണ്ടാ പറയുന്നത് അവൻ ഏക ആരാധ്യന. സ്വോത്രം ചെയ്യാൻ പറ്റുമോ? ഹൃദയത്തിൽ നിന്ന് ആരാധന കർത്താവിന് കൊടുത്ത് കർത്താവെന്ന ആരാധ്യനുമായി ആന്തരിക രമ്യതയിലാകണം. ആ വാചകം മറക്കരുത്, ഒന്നുകൂടെ ആവർത്തിക്കുക. ഏക ആരാധ്യനായ ക്രിസ്തുവുമായി ആന്തരിക രമ്യത വേണം. മനസ്സിലായി? ചുമ്മാ തോത്രം അല്ലേലിയൊക്കെ പറഞ്ഞുകൊണ്ട് ഞായറാഴ്ച മാത്രമുള്ളൊരു ഇടപാടല്ല. ആന്തരിക രമ്യത. ആന്തരിക രമ്യത ആരാധ്യനുമായിട്ടുണ്ടെങ്കിൽ കീബോർഡ് ഇല്ലെങ്കിലും നമ്മൾ സ്വോത്രം പറയും, അന്യഭാഷ പറയും. മനസ്സിലാകുന്നുണ്ട്? ഈ ആന്തരിക രമ്യത ഇല്ലാതെ വരുമ്പോഴാ പാട്ട് 4ാം റൗണ്ട് വരെ പിന്നെയും പാടേണ്ടി വരിക. 4ാം റൗണ്ടിലും പണി ഒത്തില്ലെങ്കിൽ പിന്നെ അതിൽ ഏതെങ്കിലും ഒരു വരി മാത്രം എടുത്ത് പിന്നെ പ്രയോഗിക്കുക. മനസ്സിലായോ? ഇതൊക്കെ ഈ ആന്തരിക രമ്യത ഇല്ലാഞ്ഞതുകൊണ്ട്. എന്നാ ആൻറ്റി ആരാധന കഴിഞ്ഞ് വരുമ്പോൾ മുഖത്തൊരു വാട്ടം പോലെ ഒരു 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 സന്തോഷമില്ലല്ലോ, എന്നാ പറ്റി? ആൻറ്റിയുടെ മറുപടി, ഓ ഇന്നത്തെ ആരാധനയ്ക്ക് ഒരു ഉണർവും ഇല്ലായിരുന്നു. നിങ്ങളുടെ പാസ്റ്റർ മിടുമിടുക്കനാണല്ലോ, പിന്നെ എന്നെ ആരാധനയ്ക്ക് ഉണർവില്ലാതെ വന്നേ? പാസ്റ്ററുടെ കുഴപ്പമല്ല, ആ കീബോർഡ് വായിക്കുന്ന ബ്രദർ വന്നില്ലെന്ന്. അപ്പൊ കീബോർഡ് വായിക്കുന്ന ബ്രദർ വന്നില്ല, പണിയേറ്റ പോക്കോണേ. കാരണം കീബോർഡിലൂടെ ഉണർവ് ആഗ്രഹിക്കുന്ന കുറെ ആളുകളുണ്ട്. മനസ്സിലായില്ലേ? ഇപ്പൊ കീബോർഡ് വായിക്കുന്ന ബ്രദർ വന്നില്ലാത്തത് കൊണ്ട് ഇന്നത്തെ ആരാധനയ്ക്ക് എന്തോ ഇല്ലായിരുന്നു, ഉണർവില്ലായിരുന്നു. അസാരമില്ല, അതിൻ്റെ വല്ല അത്യാവശ്യത്തിന് പോയതായിരിക്കും, പിള്ളേരുടെ കാര്യമല്ലേ. അടുത്ത ആഴ്ച വരും, ആൻറ്റി ധൈര്യമായിട്ട് പോകട്ടെ, ഞാൻ പ്രാർത്ഥിക്കാന്നൊക്കെ പറഞ്ഞ് അവരെ ആശ്വസിപ്പിച്ച് വിട്ടു. പിറ്റേ ഞായറാഴ്ച ഇവർ ഇടവഴി വെച്ച് രണ്ടുപേരും കൂടെ കണ്ടപ്പോഴും ഈ ആൻറ്റി മരണ വീട്ടിൽ നിന്ന് വരുന്ന പോലെ വരുക. മുഖത്തൊരു ചൈതന്യമില്ല. അയ്യോ എന്നാ പറ്റി? ആ പയ്യൻ വന്നില്ലയോ ആൻറ്റി? അവൻ കഴിഞ്ഞ ആഴ്ച വരാതിരുന്നോണ്ട് ഈ ആഴ്ച നേരത്തെ വന്നു. പിന്നെ എന്നാ പറ്റി? കറണ്ട് ഇല്ലായിരുന്നു. അപ്പൊ കീബോർഡ് വായിക്കുന്ന ബ്രദർ വന്നാലും പോരാ, എന്തോ വേണം? അപ്പൊ ആരാധന സജീവമാകണമെങ്കിൽ കീബോർഡ് ബ്രദർ വരണം, പിന്നെ കറണ്ട് വേണം. ഇതൊന്നുമില്ലാതെ ചാണകം മെടിക തറയിൽ ഒറ്റയ്ക്ക് കുത്തിയിരുന്ന് സ്തോത്രം ചെയ്ത് ഓർക്കുന്നുണ്ടോ? ഈ കീബോർഡ് കണ്ടുപിടിക്കപ്പെടുന്നതിന് മുമ്പ് നമ്മുടെ പിതാക്കന്മാർ, നമ്മുടെ മാതാക്കൾ, ഓ ഹല്ലേലൂയ, ചോർന്നൊലിക്കുന്ന വീട്ടിനകത്ത് അരികേറിയ പുൽപ്പായിട്ട് മുട്ടുകുത്തുമ്പോഴേ ആരാധന വെളിപ്പെട്ടിരുന്നൊരു കാലമുണ്ടായിരുന്നു. ഈ അകമ്പടികളൊന്നുമില്ലാതെ. അതിന്റെ കാരണം എന്താണെന്നറിയാമോ? പട്ടിണിയും പരിവട്ടവും ഉണ്ടായിരുന്നിട്ടും ആരാധ്യനുമായി ആന്തരിക രമ്യത ഉണ്ടായിരുന്നത് കൊണ്ട്. അത് ബോധ്യമായവരെ കരം അടിച്ചു കർത്താവിനെ ഒന്ന് സ്തുതിച്ചേ. ഹല്ലേലൂയ. നിശബ്ദമായ ദൈവസന്നിധിയിൽ ഇരിക്കാൻ പറ്റില്ല നമുക്ക്. ആരാധ്യനുമായി ആന്തരിക രമ്യത വേണം. ഇത് താളമേളങ്ങളും ഉച്ചസ്ഥായിയിൽ എത്തുമ്പോഴുണ്ടാകുന്ന ഒരു ഉന്മാദമല്ല. താളമേളങ്ങളോട് എനിക്ക് വിരോധമൊന്നുമില്ല, വേണം. നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ നല്ല കലാകാരന്മാരാണ്, നമ്മുടെ യൗവനക്കാരൊക്കെ മിടുമിടുക്കന്മാരാ, നമ്മുടെ പെൺകുഞ്ഞുങ്ങളൊക്കെ മിടുമിടുക്കുകളായി ഇരിക്കട്ടെ എല്ലാ സംഭവം. കണ്ടില്ലേ, ഒറ്റ ഉപകരണം കൊണ്ട് ഒരു 100 എണ്ണത്തിന്റെ മികവ് കാട്ടുന്ന ഒരു കലാവിദഗ്ധൻ. കറുത്തതും വെളുത്തതുമായ കട്ടകളിലൂടെ തൻ്റെ വിരൽ ഓടുമ്പം എന്ത് ഫ്ലൂട്ട് വേണോ, നാഗസ്വരം വേണോ, വളഞ്ഞ വാദ്യം വേണോ, നീണ്ട വാദ്യം വേണോ, എന്തോ വേണമെങ്കിൽ ഇതിനകത്തൊന്ന് ഉതിർത്ത് വിടാൻ പറ്റുന്ന ഒരു വിദ്വാനെ നമുക്ക് കിട്ടിയിട്ടിരിക്കുക. കേരള ക്രൈസ്തവ ലോകത്തിന് മാറ്റിവെക്കാൻ പറ്റാത്തൊരു കലാകാരനാണ്. ഒറ്റ ഉപകരണത്തിലൂടെ സകലതും അദ്ദേഹം സംവിധാനം ചെയ്യുക. ഇതെല്ലാം നല്ലതാ, ഇരിക്കട്ടെ. പക്ഷെ ഇത് അനങ്ങിയില്ലെങ്കിൽ നീ ചലിക്കണം. കാരണം ആരാധ്യനുമായിട്ടുള്ള ആന്തരിക രമ്യത ആ നിലയില് അത് മറന്നു പോകരുത് ഒരിക്കലും. ഒറ്റയ്ക്ക് മുഴങ്കാലും അടക്കുമ്പോഴും അകത്ത് വ്യാപരിക്കപ്പെട്ട ദൈവശക്തിയാൽ കർത്താവിനെ ആരാധിക്കുക. കാരണം ആരാധ്യൻ ഒരുവനാ, അത് നമ്മുടെ കർത്താവാ. ആമേൻ. ഏക ആരാധ്യന, ഏക യോഗ്യന, ഏക നായകന, ഏക ന്യായാധിപന, ഏക പരിശുദ്ധന. അങ്ങനെ അങ്ങോട്ട് പറയാൻ പോയാലുണ്ടല്ലോ. ക്രിസ്തുവിനെ കുറിച്ച് മാത്രം പറയണം. കർത്താവിനെ കുറിച്ച് മാത്രം പറയുമ്പോൾ ഒരു സന്തോഷം ഉണ്ടോ? അതോ ഗോലിയാത്തിനെ ഇറക്കി വിടണോ? വേണ്ട, കർത്താവ് മാത്രം മതി എന്നുള്ള ഒരു സന്തോഷത്തോടെ കർത്താവിനെ സ്തുതിച്ചേ. ഗോലിയാത്ത് നമ്മുടെ ഉപവാസ പ്രാർത്ഥനയും കാത്തിരിപ്പിയോഗത്തിനൊക്കെ വരുന്നുണ്ടല്ലോ. കൺവെൻഷൻ എങ്കിലും വന്ന് യേശുവിനെ കേട്ടിട്ട് പോകും. അതാ നമുക്ക് ആത്മീയ ആന്തരിക ധൈര്യം നൽകുന്നത്. ഹല്ലേലൂയ. അപ്പൊ ക്രിസ്തുവിനെ കുറിച്ച് ഈ വിധത്തിലുള്ള അനുഗ്രഹീതമായ ആലോചനകളുടെ ആഴങ്ങൾ അപഗ്രഥിക്കണം. ആ ക്രിസ്തുവിനെയാ ഞങ്ങൾ ഈ കഴിഞ്ഞ 2 രാത്രികളിലും ഇന്ന് രാത്രിയിലും ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ പാടിയതും ഞങ്ങളുടെ ദൈവദാസന്മാർ ചാർജ് ചെയ്ത് പറഞ്ഞ വാചകങ്ങളിലും ഞങ്ങളുടെ പ്രഭാഷണങ്ങളിലെല്ലാം ഉള്ളത്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, അബദ്ധം പറ്റിപ്പോകരുത്. ക്രിസ്തുവുമായിട്ടുള്ള ഒരാന്തരിക ബന്ധത്തിലേക്ക് നിങ്ങൾ വന്നേ പറ്റൂ. ആ ബന്ധം ആന്തരിക രമ്യതയിലേക്ക് വരണം.
ആന്തരിക ബന്ധവും ആന്തരിക രമ്യതയും തമ്മിൽ വ്യത്യാസമുണ്ട്. അതറിയാവോ? ആന്തരിക ബന്ധം ഇതാരാ? അതറിയത്തില്ല, അതെന്റെ ഭാര്യയാ. അത് ശരി, അപ്പൊ നിങ്ങൾ ഭാര്യയും ഭർത്താവുക. അതാണ് ബന്ധം, ആന്തരിക ബന്ധം. അത് വില്ലേജ് ഓഫീസിൽ പോയാലും അതിന് തെളിവുണ്ട്, സർട്ടിഫിക്കറ്റ് നോക്കിയാലും തെളിവുണ്ട്, പാസ്പോർട്ട് നോക്കിയാലും ഭാര്യ ഭർത്താവാണെന്നുള്ള ആന്തരിക ബന്ധത്തിന്റെ തെളിവുണ്ട്. കുഞ്ഞുങ്ങളതിന്റെ തെളിവാണ്. പക്ഷെ ഈ ബന്ധം ഉള്ളവർക്ക് ആന്തരിക രമ്യത ഉണ്ടോ എന്നുള്ളതാണ് പ്രശ്നം. ഭാര്യയും ഭർത്താവുമാണെന്ന് പറയുന്നവർക്കൊന്നും എന്തോ കാണണമെന്നില്ല, രമ്യത കാണണമെന്നില്ല. അതന്നെ, കർത്താവുമായിട്ട് പലർക്കും ഭയങ്കര ബന്ധമാണ്. പിന്നെ എൻ്റെ വല്യപ്പച്ചൻ്റെ കാലം മുതലേ കർത്താവുമായിട്ടാ ഞാൻ. പക്ഷെ രമ്യതയുണ്ടോ? ഇല്ല. രമ്യതയിൽ ഇല്ലാതെ ബന്ധത്തിന്റെ മാത്രം പുകഴ്ചയിൽ പോയിട്ട് കാര്യമില്ല. 2024 ആണ്ടിൽ കർത്താവുമായിട്ടൊരു ആന്തരിക രമ്യതയിലേക്ക് വരണം. ആ ആന്തരിക രമ്യതയുടെ താളം എന്താണെന്നറിയാമോ? ഞാൻ അവനിലും അവനിനി എന്നിലും, വേർപിരിക്കാനാവാത്ത വിധം. കഷ്ടതയ്ക്കോ ആപത്തോ വാളിനോ ഉപദ്രവത്തിനോ എന്തിനും, വന്നതോ വരാനുള്ളതോ ഉയരത്തിനുള്ളതോ ആഴത്തിനുള്ളതോ ഒന്നിനും എന്നെ ക്രിസ്തുവിൽ നിന്ന് വേർപെടുത്താൻ പറ്റത്തില്ല. അതാണ് ആന്തരിക രമ്യത. കിലുകിലുക്കുന്ന കുന്തങ്ങളും വെട്ടിത്തിളങ്ങുന്ന വായ്ത്തലയുള്ള വാളുകളും പാതയോരങ്ങളിലും പതിയിരിപ്പുകളും ഒക്കെ ഉണ്ട് നമ്മുടെ മുമ്പിൽ. താട്ടിക്കളയാൻ ഒരു കൂട്ടം ആളുകൾ. മനസ്സിലാകുന്നുണ്ടോ? വല്ലാത്ത മതവിരോധത്തിന്റെ പേരിൽ, സുവിശേഷ വൈരുദ്ധ്യതയുടെ പേരിൽ ഒരു പറ്റം ആളുകളുണ്ട്. പക്ഷെ അവർക്കാർക്കും നമ്മെ ക്രിസ്തുവിൽ നിന്ന് വേർപെടുത്താനാകരുത്. എന്തെങ്കിലുമൊക്കെ കാണിക്കുമ്പോഴോ കേൾപ്പിക്കുമ്പോഴോ ഇട്ടെറിഞ്ഞിട്ട് പോകേണ്ടതല്ല. ഇനി അങ്ങനെ ഒരു കൂട്ടം ആളുകളുണ്ട് നമ്മെ വേർപെടുത്താൻ. വേറൊരു കൂട്ടം ആളുകളുണ്ട്. ആരാ? താച്ചിന് കുത്തിയിരുന്ന് ചെയ്യുന്ന ചില ദുർമന്ത്രവാദ ശക്തികൾ. അത് ചെയ്ത് നമ്മെ ഒടുക്കി കൂച്ചുവിലങ്ങിടാൻ ശ്രമിക്കുന്ന ചില ശക്തികൾ. ആ ശക്തികൾക്ക് മീതെ വ്യാപരിക്കുന്ന ഒരു ദൈവകൃപ പ്രാപിച്ചെടുത്തുകൊണ്ട് ക്രിസ്തുവും ഞാനും തമ്മിലുള്ള ആന്തരിക രമ്യതയ്ക്ക് കോട്ടം വരുത്താൻ പിശാചം നിന്നെ കൊണ്ട് പറ്റത്തില്ല. നിന്റെ സഹായം തേടി ചെയ്തു കൂട്ടുന്ന ഒരു കർമ്മദോഷങ്ങൾക്കും എന്നെയും എന്റെ കർത്താവിനെയും തമ്മിൽ വേർപെടുത്താൻ പറ്റത്തില്ലെന്ന് ഉറപ്പുള്ളവർ ആ കരമടിച്ച് കർത്താവിനെ ഒന്ന് സ്തുതിക്കുമ്പോൾ ദേശത്തെ അന്ധകാരത്തിന്റെ ഭാരികൾ വഴി മാറട്ടെ. Yes, hallelujah, amen. ഈ കർത്താവിനെ നാം അങ്ങനെ അനുഭവിച്ചറിയണം. സ്വതന്ത്രം ക്രിസ്തുവിനോട് കൂടെയല്ല, പകരം ക്രിസ്തു will not with him but in him എന്ന് പറയുന്ന അനുഗ്രഹീതമായ ആത്മിക ലയനാനുഭവത്തിലേക്ക് വരണം. വേഗം നമുക്ക് ചിന്തിക്കാം. ഫിലിപ്പിയ ലേഖനത്തിൽ ഓടിക്കയറാം. ലേഖനങ്ങൾ വെച്ച് വളരെ ഹൃദ്യമാണ് ഫിലിപ്പിയ ലേഖനം എന്ന് ഞാൻ പറഞ്ഞല്ലോ. 4 അധ്യായങ്ങളേ ഉള്ളൂ. 4 അധ്യായങ്ങൾ ക്രിസ്ത്യ ജീവിതത്തിന്റെ 4 സവിശേഷതകൾ വ്യക്തമാക്കുകയാണ്. കുഞ്ഞുങ്ങൾക്ക് നോട്ട് കുറിച്ചോണം. ഓൺലൈനിൽ ഞങ്ങളെ ശ്രദ്ധിക്കുന്നവരും കുറിച്ചെടുത്തുകൊള്ളണം പ്ലീസ്. ഈ ചിന്തകളൊന്നും മറന്നു പോകരുത്. ഫിലിപ്പിയ ലേഖനം വളരെ ഹൃദ്യമാണ്, ലാളിത്യമുള്ളതാണ്, ഹൃദയഹാരിയാണ്. ഈ ലേഖനത്തിലെ 4 അധ്യായങ്ങളിൽ 4 വിഷയങ്ങളാണ് കൈകാര്യം ചെയ്യുക. ഒന്നാമത്തെ അധ്യായം എന്ന് പറയുന്നത് ദ പർപ്പസ് ഓഫ് ക്രിസ്ത്യൻ ലൈഫ്. ദ പർപ്പസ് ഓഫ് ക്രിസ്ത്യൻ ലൈഫ് എന്ന് പറഞ്ഞാൽ ക്രിസ്ത്യ ജീവിതത്തിന്റെ ആത്യന്തിക ലക്ഷ്യം. ഓക്കെ, ദ അൾട്ടിമേറ്റ് പർപ്പസ് ഓഫ് ക്രിസ്ത്യൻ ലൈഫ്. അതാണ് 1-ാം അധ്യായം. എന്താ അത് പറഞ്ഞിരിക്കുന്ന അറിയും? 20-ാം വാക്യം നോക്കിക്കേ. ഞാൻ ഒന്നിനും ലജ്ജിച്ചു പോകാതെ പൂർണ്ണ ധൈര്യം പൂണ്ട് ക്രിസ്തുവിന്റെ ശരീരത്തിൽ ജീവനാലാകട്ടെ മരണത്താലാകട്ടെ എപ്പോഴും എന്ന പോലെ ഇപ്പോഴും മഹിമപ്പെടുകയുള്ളൂ എന്ന് പ്രതീക്ഷിക്കുകയും പ്രത്യാശിക്കുകയും ചെയ്യുന്നു. ആ വാക്യം നല്ലൊരു വാക്യം, ദീർഘമായൊരു വാക്യം. ഞാൻ വേഗം പറഞ്ഞു പോയത് കൊണ്ട് നിങ്ങൾ എൻ്റെ കൂടെ കൂടിയായിരുന്നു. ആ വാക്യത്തിന്റെ ഘടന നോക്കണം. 1:20. വീട്ടിൽ ചെന്നായാലും ശാന്തമായി ദൈവദാസന്മാരെ വാക്യത്തെ വായിച്ച് നിങ്ങളുടെ ഇടവകയെ പ്രബോധിപ്പിക്കണം. ഞാൻ ഒന്നിലും ലജ്ജിച്ചു പോകാതെ പൂർണ്ണ ധൈര്യം പൂണ്ട്. കണ്ടോ, ഒന്നിനും ലജ്ജിക്കരുത്. ക്രിസ്ത്യ ജീവിതത്തിന്റെ ലക്ഷ്യം നോക്കിക്കോണം. ഒരാൾ ക്രിസ്ത്യാനിയായി, വിശ്വാസിയായി, പ്രത്യേകിച്ച് പെന്തക്കോസ്തുകാരനും കാര്യമൊക്കെ ആയിട്ട് നാട്ടിൽ ജീവിക്കുമ്പോൾ അതിൻ്റെ ഒരു ഉദ്ദേശം എന്ന് പറയുന്നത് ഒന്നിരിക്കുന്ന ഓരോ റോളിലും ലജ്ജിച്ചു പോകരുത്. ശ്രദ്ധിച്ചു കേട്ടോണം. നമ്മൾ അനുഭവിക്കുന്ന ഒത്തിരി റോളാണ്. ഒരു റോൾ കൊണ്ട് നമുക്ക് ജീവിക്കാൻ പറ്റില്ല. അപ്പനാണ്, അതേ സമയത്ത് മാതാപിതാക്കളുടെ മകനാ, വേറൊരു മാതാവിന്റെ പിതാവിന്റെ മരുമകനാ. കണ്ടോ, വേറെ ആരുടെയൊക്കെ അങ്കിള്, ആരുടെ ഉപ്പാപ്പനാ, കൊച്ചപ്പനാ, കണ്ടോ, ആരുടെയൊക്കെ പേരപ്പനാ. റോള് മാറി മാറി വരുന്നുണ്ടോ? ഇനി അദ്ദേഹം ഒരു ഉപദേശിയും കൂടെ ആണെങ്കിൽ റോള് ഉപദേശി എന്നും പറഞ്ഞ റോളും കൂടെ ഉണ്ട്. ഈ റോളിൽ ഒന്നും എന്തോ ചെയ്യരുത്, ലജ്ജിച്ചു പോകരുത്. ഈ റോളിലെല്ലാം ആരെ വെളിപ്പെടുത്തണം? ക്രിസ്തുവിനെ വെളിപ്പെടുത്തണം. എങ്ങനെ വെളിപ്പെടുത്തണം? പൂർണ്ണ ധൈര്യത്തോടെ വെളിപ്പെടുത്തണം. അപ്പനിൽ അപ്പൻ എന്ന് പറയുന്ന ഒരു തസ്തിക മാത്രമല്ല, ക്രിസ്തു വെളിപ്പെട്ട് നിൽക്കണം. എൻ്റെ ഇളയ പുത്രൻ എന്നോട് കൂടെ വന്നിട്ടുണ്ട്. എൻ്റെ സാരഥി പുള്ളിക്കാരനാണ്. അത്യാവശ്യം യോഗങ്ങൾക്കൊക്കെ എന്നെ കൊണ്ടെത്തിക്കുന്നതും
ഓക്കെ, എൻ്റെ ഇളയ കുഞ്ഞാണ്. ശുശ്രൂഷയിൽ എന്നോടൊപ്പം അസോസിയേറ്റ്സ് ആയിട്ട് നിൽക്കുന്നു. മൂത്ത മോൻ ബൈബിൾ സെമിനാരി പഠനമൊക്കെ കഴിഞ്ഞ് അടുത്ത MDH പോകാൻ, BD കഴിഞ്ഞ് MDH പോകാൻ നിൽക്കുന്നു. രണ്ടുപേരും എന്നോടൊപ്പം വേദിയിലുണ്ട്. അത് വളരെ സന്തോഷകരമായ കാര്യമാണ്. സ്തോത്രം. അതിനോട് സ്തോത്രം പറഞ്ഞില്ലല്ലോ. ഓ, മനുഷ്യൻ്റെ അസൂയുണ്ടോ? പ്രൈസ് ദി ലോർഡ്. എൻ്റെ അപ്പൻ 70-ലധികം വർഷങ്ങൾ കർത്താവിൻ്റെ വേല ചെയ്ത അനുഗ്രഹീതനായ ദൈവദാസന്. അദ്ദേഹം ചുമന്ന അദ്ദേഹത്തിൻ്റെ വിയർപ്പിൻ്റെ മണം പറ്റിയ പുസ്തകം എനിക്ക് കുടുംബാവകാശമായി കിട്ടി. അത് എടുത്തോണ്ടാണ് ഞാൻ ഇറങ്ങിയത്. കർത്താവിൻ്റെ ദാസൻ പറഞ്ഞില്ലേ, 1987 എന്നെ കണ്ടെന്ന്. അന്ന് മുതലുണ്ട് കൃപയാൽ. സ്തോത്രം. അപ്പം പ്രായമൊക്കെ എത്ര ആയിന്ന് നിങ്ങൾ കൂട്ടുന്നുണ്ട് ഇപ്പോൾ എനിക്കറിയാം. പിന്നെ പ്രൈസ് ദി ലോർഡ്. 87 SLC പാസ്സായെങ്കിൽ അന്ന് മുതൽ ഇങ്ങോട്ട് നിങ്ങൾ കണക്ക് കൂട്ടാന്ന് എനിക്കറിയാം. പിന്നെ കണക്ക് പിള്ളകളാണ് ഇവിടെ ഇരിക്കുന്നത് എനിക്കറിയാം. അപ്പോൾ അത്രയും പ്രായമായി, സമ്മതിച്ചു. അന്ന് മുതൽ കർത്താവിൻ്റെ വേലയിൽ നിൽക്കുകയാണ്. സ്തോത്രം. കുഞ്ഞുങ്ങളും അത് ഏറ്റെടുത്തു. ഞാൻ പറഞ്ഞു വന്നത്, അപ്പൻ എന്ന നിലയിലും ഉപദേശി എന്ന നിലയിലും ഭർത്താവ് എന്ന നിലയിലും ഉപ്പാപ്പൻ എന്ന നിലയിലും കൊച്ചപ്പൻ എന്ന നിലയിലും മച്ചാൻ എന്ന നിലയിലും മാച്ചമ്പി എന്ന നിലയിലും ആരെ വെളിപ്പെടുത്തണം? അങ്ങനെ കൊണ്ട് പറഞ്ഞു കോട് പാസ് ആന്റിമാർ എന്നെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ കാര്യം കൂടെ പറയാം. അമ്മയാ, അപ്പൊ തന്നെ ഭാര്യയാ, അപ്പൊ തന്നെ അമ്മാവി അമ്മയാ, അപ്പൊ തന്നെ വല്യമ്മയാ, അപ്പൊ തന്നെ ആന്റിയാ, നാത്തൂന, അനിയത്തിയ, ചേട്ടത്തിയ. ഈ റോളിലെല്ലാം ആര് വെളിപ്പെടണം? ഞാൻ എല്ലാം പറഞ്ഞു കഴിഞ്ഞിട്ട് അല്ലല്ലേ പറഞ്ഞാൽ മതി. അമ്മയിൽ യേശുവിനെ വെളിപ്പെടുത്താൻ നമ്മുടെ അമ്മച്ചിമാരൊക്കെ മിടുക്കികളാ. ഓ, എൻ്റെ മക്കൾ, എൻ്റെ പൊന്നു കുഞ്ഞെന്നൊക്കെ പറഞ്ഞ ആ മക്കളോട് അമ്മയ്ക്ക് എന്നാ താല്പര്യമാണെന്നറിയോ? ആ മക്കളെ വിളിച്ച് ചോദിക്കുക, എങ്ങനെയുണ്ട് തള്ള? അയ്യോ, ഞങ്ങളുടെ അമ്മയോ പൊന്നമ്മയാന്നാ പറയുന്നത്. തങ്കമ്മയാണ്, ഇതുപോലൊരു അമ്മ വേറെ ഇല്ലെന്ന്. ആ മോളുടെ റിപ്പോർട്ട് നമുക്ക് കിട്ടി. ഇനിയും ആ അമ്മയുടെ തന്നെ മരുമക്കളെ വിളിച്ച് ചോദിക്കുക, എങ്ങനെയുണ്ട്? അല്ല, നിങ്ങൾ എന്നോട് ചോദിക്കുന്നതിന് മുമ്പേ മോളോട് ഏതാണ്ട് ചോദിക്കുന്ന കേട്ടായിരുന്നല്ലോ. ആ മോളോട് ചോദിച്ചു, എന്തോ പറഞ്ഞു? പൊന്നമ്മയാന്നാ പറഞ്ഞ. അവരെ പോലൊരു കല്ലമ്മ വേറെ ഇല്ലെന്നാ മരുമോള് പറയുന്നു. സംഭവം എന്താണെന്നറിയാമോ? അമ്മ എന്ന റോളിൽ ഷൈൻ ചെയ്തവർക്ക് അമ്മാവിയമ്മ എന്ന റോള് വന്നപ്പോൾ എന്തോ ചെയ്തു? മാറിപ്പോയി. മോനെ ഇഷ്ടമാ, മോൻ്റെ കൂടെ പൊറുക്കുന്ന മരുമോളെ ഇഷ്ടമല്ല. മനസ്സിലായോ? മോളെ ഇഷ്ടമാ, മോക്ക് ചെലവിന് കൊടുക്കുന്ന മരുമോനെ ഇഷ്ടമല്ല. ഈ ഒരു ഗതികേട് പെന്തക്കോസിനകത്ത് ചേക്കറിയിട്ടുണ്ട്. ആട്ടി പുറത്താക്കിക്കണം. മോളെയും മരുമോളെന്ന വ്യത്യാസമില്ലാതെ സ്നേഹിക്കണം, ഒന്നിലും ലജ്ജിച്ചു പോകാതെ. അനിയത്തിയ, ചേട്ടത്തിയ, ഈ നാത്തൂനെന്നൊക്കെ പറയുന്ന റോള് എല്ലാ കഥയിലും വില്ലൻ താരമാണല്ലേ. പക്ഷേ യേശുവിനെ വെളിപ്പെടുത്താൻ പറ്റണം എല്ലാ നാത്തൂന്മാർക്കും, എല്ലാ അളിയന്മാർക്കും യേശുവിനെ വെളിപ്പെടുത്തണം. അച്ഛാ, ഈ അളിയൻ എന്നൊക്കെ പറഞ്ഞാൽ അളിഞ്ഞതിനെയാണെന്ന് പറയുന്നത് അല്ല. ചിലതങ്ങ് അളിഞ്ഞ് നാശമായി പോകും. യേശു വെളിപ്പെടത്തില്ല. അളിയനും കൂടെ ചകിടയായി എന്നും. പക്ഷെ ഈ ബന്ധങ്ങളിലെല്ലാം ആര് വെളിപ്പെടണം? യേശു വെളിപ്പെടണം. ഇതിനെല്ലാം അപ്പുറത്ത് വേറെ റോളുണ്ടെന്ന്. ആരാ? അയലോക്കക്കാര്. അവരുടെ ഇടയിൽ ആരെ വെളിപ്പെടുത്തണം നമുക്ക്? നമ്മുടെ ചുറ്റുവട്ടത്തിൽ താമസിക്കുന്ന എല്ലാം പാപ്പച്ചനും കറിയാച്ചനും അന്നമ്മയും ചിന്നമ്മയും ശോശാമ്മയും മേഴ്സി ഷൈനിയും ഒന്നുമല്ല. അതിൻ്റെ അപ്പുറത്ത് ഗോപിയുണ്ട്, ശശിയുണ്ട്, രമണിയുണ്ട്, ഗോമതിയുണ്ട്, കല്യാണിയുണ്ട്, അബ്ദുൾ റഹ്മാനുണ്ട്, ലത്തീഫുണ്ട്, ലൈല ബീബിയുണ്ട്. അവരെല്ലാം ഉണ്ട്. അവരുടെ മുമ്പിൽ നമുക്ക് ആരെ വെളിപ്പെടുത്തണം? യേശുവിനെ വെളിപ്പെടുത്തണം. അതാണ് ക്രിസ്ത്യ ജീവിതത്തിന്റെ ലക്ഷ്യം. എത്ര പേർക്ക് ബോധ്യമായി? ഇതാ ഫിലിപ്പിയ ലേഖനം 1-ാം അധ്യായം 20-ാം വാക്യം. 1-ാം അധ്യായം the purpose of Christian life എന്നതാണ്. ഓക്കെ, 2-ാം അധ്യായത്തിലേക്ക് വന്നേ. the pattern of Christian life. the pattern എന്ന് പറഞ്ഞാൽ ക്രിസ്ത്യ ജീവിതത്തിന്റെ ആത്യന്തിക മാതൃക. ആരെ നോക്കി ജീവിക്കും ക്രിസ്ത്യ ജീവിതം? ആരാ ക്രിസ്ത്യ ജീവിതത്തിന്റെ മാതൃക? 2-ന്റെ 5-ാം വാക്യം. the same attitude which was in Christ Jesus. ക്രിസ്തുവിന്റെ അതേ ഭാവം തന്നെ നിങ്ങളിൽ ഉണ്ടാകണം. സ്വതന്ത്രം പറയാൻ പറ്റുമോ? ആരുടെ ഭാവം ഉണ്ടാകണം? ക്രിസ്ത്യ ജീവിതത്തിന്റെ മാതൃക ആരായിരിക്കണം? മാതൃകയുള്ള ആരും ഇല്ലെന്നാ ചിലരുടെ പരാതി. ശരിയായിരിക്കും, അവർ കണ്ടെത്തിയിട്ടില്ല മാതൃക. പക്ഷേ ഇന്ന് രാത്രി മാതൃകാ പുരുഷനെ ഞങ്ങളിവിടെ ഉയർത്തുന്നു. അത് വേറെ ആരുമല്ല, ക്രിസ്തുവാണ്. ക്രിസ്തുവിന്റെ ഭാവം എന്ന് പറഞ്ഞാൽ എന്താന്ന് മനസ്സിലായോ? ക്രിസ്തുവിന്റെ ഭാവം എന്ന് പറഞ്ഞാൽ എന്താ? വിശുദ്ധിയുടെ, വിശ്വസ്തതയുടെ, വിശ്വാസത്തിന്റെ, വിനയത്തിന്റെ, എളിമയുടെ, സൗമ്യതയുടെ, ശാന്തതയുടെ, ശാലീനതയുടെ, നൈർമല്യതയുടെ, നിഷ്കളങ്കതയുടെ ഭാവം. മനസ്സിലാവുന്നുണ്ടോ? സഹനത്തിന്റെ ഭാവം ക്രിസ്തുവിലെ. മുഖത്തെ രോമം വെട്ടിച്ച് പിഴുതു പറിക്കുമ്പോൾ, മുഖത്തേക്ക് മുഷ്ടി ചുരുട്ടി ആഞ്ഞു കുത്തുമ്പോൾ, മുഖത്തേക്ക് കാർക്കിച്ച് തുപ്പുമ്പോഴൊന്നും ദോഷമായി പ്രതികരിക്കാതെ രോമം കത്തിരിക്കുന്നവരുടെ മുൻഭാഗം മിണ്ടാതെ നിൽക്കുന്ന കുഞ്ഞാടിന്റെ സഹനം, അതാ ക്രിസ്തുവിന്റെ ഭാവം. എത്ര പേർക്കുണ്ട് ആ ഭാവം? എത്ര പേർ ആഗ്രഹിക്കുന്നുണ്ട് ആ ഭാവം? സഹനത്തിന്റെ ഭാവമുണ്ടോ? തനിക്കെതിരെ ആക്ഷേപം ഉന്നയിക്കുന്നവരുടെ നേരെ മിണ്ടാതെ നിൽക്കുന്നു. മനസ്സിലായോ?
ന്യായമായ ചോദ്യങ്ങൾക്ക് മാത്രമേ അധികാരികളോടാണെങ്കിലും മറുപടി പറയുന്നുള്ളൂ. ചുമ്മാ വായലയ്ക്കാനൊന്നും ക്രിസ്തുവിനെ കിട്ടത്തില്ല. അതാ ക്രിസ്തുവിന്റെ മാതൃക. നമ്മൾ നാട്ടിലൂടെ ആകാശവാണി ആകാറുണ്ടല്ലോ അല്ലേ? അതൊന്നും ക്രിസ്തുവിന്റെ മാതൃകയല്ല. പത്തനാപുരത്ത് ഞങ്ങൾക്ക് ഒരു ആന്റിക്ക് ഇട്ടിരിക്കുന്ന പേര് ആകാശവാണി എന്നാണ്. ആകാശവാണി നിശബ്ദമായപ്പോൾ നാട്ടുകാരെല്ലാം കൂടെ ഔദ്യോഗികമായി പേര് മാറ്റിയിട്ട് ഇപ്പം ഇട്ടിരിക്കുന്ന ഏഷ്യാനെറ്റ് എന്നാണ്. 24 എന്ന് ഇടാനുള്ള ആലോചനയില്ല ഇപ്പം. കാരണം ഏഷ്യാനെറ്റിനേക്കാൾ ഗംഭീരമായിട്ട് അതിങ്ങനെ ജനകീയമായി വന്നതുകൊണ്ട് അങ്ങനെ ഇടാൻ ഇപ്പോൾ ഒരു താല്പര്യത്തിലിരിക്കുകയാണ്. ഏത് വാർത്തയും പ്രചരിപ്പിക്കുന്നതിൽ ഇത്രയും ചൂടും ചുണയുള്ള ഒരു ആന്റിയെ കണ്ടിട്ടില്ല. അതുകൊണ്ടാണ് പ്രൈസ് ദി ലോർഡ്. പത്തനാപുരംകാർ കേൾക്കുന്നുണ്ട്, പൊറുക്കണം. ഓക്കെ, അപ്പൊ ഞാൻ പറഞ്ഞു വന്ന മനസ്സിലായോ? നമ്മൾ അങ്ങനെ ക്രിസ്തുവിന്റെ ഭാവത്തിന് വിരുദ്ധമായ ഒരു ഭാവത്തിലേക്ക് വരരുത്. എത്രമാത്രം സഹിക്കുന്നുണ്ട്. 2024 പുതിയ തീരുമാനമെടുത്തോണം. എൻ്റെ പാറ്റേൺ കർത്താവ് തന്നെയായിരിക്കും. എൻ്റെ മാതൃക ക്രിസ്തു തന്നെയായിരിക്കും. സഹിക്കാൻ, ക്ഷമിക്കാൻ, വഹിക്കാൻ, പൊറുക്കാൻ, താങ്ങാൻ, കരുതാൻ, കൂടെ നിൽക്കാൻ. മനസ്സിലായോ? അവരൻ്റെ മുറിവ് കണ്ടോടി അണഞ്ഞ് അവൻ്റെ അരികിലെത്താൻ, അവൻ്റെ വായിൽ വെള്ളം ഒഴിച്ചു കൊടുക്കാൻ, അവൻ്റെ ബയോഡേറ്റ നോക്കിയിട്ടല്ല. നമ്മൾ ഈ ബയോഡേറ്റ ഒക്കെ നോക്കാറുണ്ടല്ലോ. ഏതാ ഏനം ഏതാന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഏതാ സെൻറ്റർ എന്നാ അടുത്തത്. നമ്മുടെ സെൻറ്റർ അല്ല. എന്നാ പിന്നെ സ്വോത്രം. നമ്മുടെ സെൻറ്ററോ? ആ സെൻറ്ററാണോ? പ്രൈസ് ദി ലോർഡ് ബ്രദറെ. നമ്മുടെ സെൻറ്ററാണ് എന്നൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വേറൊരു താളമാണ്. നമ്മുടെ സെൻറ്റർ അല്ലെങ്കിൽ വേറെ. ഇതൊന്നും നോക്കാതെ വായിൽ വെള്ളം കൊടുക്കാൻ ഒരുവൻ തയ്യാറാകുക. മനസ്സിലാവുന്നുണ്ടോ? എന്നിട്ട് അവനെ കോരിയെടുത്ത് മുറിവ് കഴുകി എണ്ണ പൂശി തുടച്ച് വൃത്തിയാക്കി അവനെ കോരിയെടുത്ത് അടുത്ത സത്രത്തിൽ കൊണ്ടാക്കിയിട്ട് പോക്കറ്റ് ഉണ്ടായിരുന്നത് അങ്ങോട്ട് കൊടുത്തിട്ട് പറഞ്ഞു, ദേ ബാക്കി എന്തുവെന്ന് വെച്ചാൽ അത്യാവശ്യ കാര്യങ്ങൾ ചെയ്തോണം. അതിന് വേണ്ടി വരുന്ന തുക ഇവന്റെ പേരിലല്ല, എൻ്റെ പേരില ബില്ല്. ഇവിടെ അത് ആരാന്നറിയാമോ? നമ്മുടെ കർത്താവ് തന്നെയാ നല്ല ശമരിയക്കാരൻ. ആ കർത്താവിൻ്റെ ഭാവം മറ്റൊരാൾക്ക് കൂട്ടിരിപ്പുകാരാകുക, മറ്റൊരുവനെ താങ്ങാൻ കഴിയുക. അവൻ്റെ ചോരുന്ന വീടിൻ്റെ മേൽക്കൂരയൊന്ന് മാറ്റാൻ നമ്മൾ 4 പേര് നോക്കിയാൽ നടക്കത്തില്ലേ? പ്രായം കഴിഞ്ഞ് നിൽക്കുന്നവൻ്റെ പെങ്കൊച്ചിനെ നല്ല മാംഗല്യം കൊടുത്ത് പറഞ്ഞു വിടാൻ നമ്മൾ 4 പേര് നോക്കിയാൽ നടക്കത്തില്ലേ? പക്ഷെ നമ്മൾ നോക്കത്തില്ലല്ലോ. അതിൻ്റെ കാരണം ക്രിസ്തുവിൻ്റെ ഭാവമില്ല നമ്മളിൽ. മനസ്സിലായില്ലേ? അപ്പൊ ക്രിസ്തുവിന്റെ അതാണ് ദ അൾട്ടിമേറ്റ് പാറ്റേൺ ഓഫ് ക്രിസ്ത്യൻ ലൈഫ്. അതാണ് 2-ാം അധ്യായം. 3-ാം അധ്യായം എന്നത് പറയുന്നത് ക്രിസ്തു ജീവിതത്തിന്റെ ഹോപ്പാണ്. ദ ഹോപ്പ് ഓഫ് ക്രിസ്ത്യൻ ലൈഫ്. ക്രിസ്തു ജീവിതത്തിന്റെ ആത്യന്തിക പ്രത്യാശ. എന്താണ് ക്രിസ്തു ജീവിതത്തിന്റെ പ്രത്യാശ? അതാ ഞാൻ വായിച്ച കുറിവാക്യം 3:20-21. അതിലേക്ക് ഞാൻ വരുന്നത് കൊണ്ട് അവിടെ വിവരിക്കുന്നില്ല. 4-ാം അധ്യായം പറയാം. 4-ാം അധ്യായം എന്ന് പറഞ്ഞാൽ ദ പവർ ഓഫ് ക്രിസ്ത്യൻ ലൈഫ്. ദ പവർ ഓഫ് ക്രിസ്ത്യൻ ലൈഫ് 4-13 വാക്യമാണ്. 4-13 വാക്യം മറന്നു പോകരുത്. അവിടെ പറയുന്നത് ഇങ്ങനെയാണ്: എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിനും. നമ്മുടെ കീശയിലെ കാശിന്റെ കനവും നമ്മുടെ ബന്ധുബലവും സ്വാധീനതയും രാഷ്ട്രീയ പാർട്ടികളോടും ഇവിടുത്തെ പ്രമുഖ പൗരന്മാരോടും ഒക്കെയുള്ള നമ്മുടെ സുഹൃത്ത് ബന്ധമൊന്നുമല്ല നമ്മളെ നിലനിർത്തുന്നത്. നമ്മിൽ വ്യാപരിക്കുന്ന ദൈവശക്തിയാണ്. ആ ശക്തി കൊണ്ട് കർത്താവ് നമ്മളെ അനുഗ്രഹിച്ചിരിക്കുന്നു. അതൊന്ന് പുതുക്കി കിട്ടാൻ ആഗ്രഹിക്കുന്ന എത്ര പേരുണ്ട്? നമ്മൾ പ്രാപിച്ച ശക്തി അന്യഭാഷ പറയാൻ വേണ്ടി മാത്രം, പാടുന്ന പാട്ടിന്റെ താളത്തിനൊത്ത് ചലിക്കാൻ വേണ്ടി മാത്രമാകരുത്. നമ്മിലേക്ക് കർത്താവ് വ്യാപരിച്ച ദൈവശക്തി പാപത്തോട് പോരാടാനുള്ളതാണ്, അന്ധകാര ശക്തിയോട് പോരാടാനുള്ളതാണ്. നിന്റെ ശുശ്രൂഷയ്ക്ക് ബദലായി വരുന്നതിനോട് യേശുവിന്റെ നാമത്തിൽ എന്ന് പറയാനുള്ളൊരു തന്റെ ഇടത്തിന്റെ ശക്തിയാ. അതൊന്ന് പുതുക്കി കിട്ടാൻ ആഗ്രഹിക്കുന്ന എത്ര പേരുണ്ട്? എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിനും. ആമേൻ. ആ ശക്തിയുടെ വ്യാപാരം അത് നാം പ്രാപിക്കണം. കീശയിൽ റിയാലും ദർഹംസും ഡോളറും യൂറോയും പൗണ്ടും ഒക്കെ ഉണ്ടായിരിക്കാം. പക്ഷെ അതൊന്നുമല്ല നമ്മുടെ ശക്തി എന്ന് പറയാം. അതിൻ്റെയൊക്കെ മൂല്യം പോകുന്ന എപ്പോഴാണെന്നറിയില്ല. സ്വന്തം തണ്ടപ്പേരിൽ നമുക്ക് എഴുതി കിട്ടിയ ഭൂമിയുടെ വിസ്തൃതി ഉണ്ടാകാം. അതൊക്കെ എപ്പോഴാ കൈമോശം വരിക എന്നറിയില്ല. മനസ്സിലായി? ഓർമ്മ നഷ്ടപ്പെട്ടു പോയാൽ, പോകുന്ന വഴിക്ക് പടഞ്ഞ് താഴെ വീണു പോയാൽ ഈ പ്രമാണം കൊണ്ടും ആധാരം കൊണ്ടും വസ്തുവിന്റെ ഉടമസ്ഥാവകാശം കൊണ്ട് എന്നാ ഗുണമുണ്ടാ? ഒരു ഗുണം ഉണ്ടാകില്ല. മനസ്സിലായോ? അടുത്ത് വന്ന് നിൽക്കുന്ന ഭാര്യയാണോ, ഭാര്യയുടെ അനിയത്തിയാണോ, മോളാണോ, കൊച്ചുമോളാണോ എന്ന് തിരിച്ചറിയാൻ വയ്യാത്ത പരുവത്തിൽ കോമ സ്റ്റേജിലായാൽ ഈ 10-15 ഏക്കർ സ്ഥലം ഉണ്ടെന്ന് പറഞ്ഞിട്ട് എന്നാ കഥ? ഒരു കഥയില്ല. പക്ഷെ അപ്പോഴും അകത്ത് വ്യാപരിക്കുന്ന ഒരു ദൈവശക്തി ഉണ്ടല്ലോ. ആ ശക്തിയുടെ വല്ലഭത്വമാ നമ്മെ നിത്യതയിലേക്ക് പ്രത്യാശയോടെ കൊണ്ടുപോകുന്നത്. ആ ശക്തിയുടെ വ്യാപനത്തിന് വേണ്ടി 4-ാം അധ്യായം നമ്മെ പ്രബോധിപ്പിക്കുന്നു. അത് ആഗ്രഹിക്കുന്നവർ കരങ്ങൾ ഉയർത്തി കർത്താവിനെ സ്തുതിച്ചാണ്. ഹല്ലേലൂയ. അപ്പൊ ഇതാണ് ഫിലിപ്പിയ ലേഖനം എന്ന് പറയുന്നത്. സമയം മുൻപോട്ട് നീങ്ങുന്നത് കൊണ്ട് വേഗം ഞാൻ വാക്യത്തിലേക്ക് കയറാം. 3-ാം അധ്യായം 20-21 വാക്യം. 3-ന്റെ 20-ാം വാക്യം ശ്രദ്ധിക്കണം. നമ്മുടെ പൗരത്വം, എത്ര പേർ സമ്മതിക്കുന്നുണ്ട് നമ്മുടെ പൗരത്വം സ്വർഗത്തിലാണ്? സ്വർഗത്തിൽ പൗരത്വം ഉള്ളവരൊരു ഹല്ലേലൂയ പറഞ്ഞേ.
അമ്മ നമുക്ക് ഉദരത്തിൽ നിന്ന് ജന്മം നൽകിയത് ഈ മണ്ണിലാണ്. അതുകൊണ്ട് ഈ മണ്ണിന്റെ പൗരത്വം ഉണ്ട് നമുക്ക്. മനസ്സിലായോ? പക്ഷെ ആത്മാവ് നമുക്ക് വീണ്ടും ജനനം നൽകിയപ്പോൾ നമുക്ക് കിട്ടിയ പൗരത്വമാണ് വിണ്ണിന്റെ പൗരത്വം. അപ്പൊ എത്ര പൗരത്വം ഉണ്ട് നമുക്ക്? 2 പൗരത്വം ഉണ്ട്. കുഞ്ഞുങ്ങളൊക്കെ ശ്രദ്ധിക്കുന്നുണ്ട്. ഞങ്ങളുടെ കൺവെൻഷൻ നിങ്ങൾ ഉഴപ്പിയാൽ നിങ്ങളുടെ സൺഡേ സ്കൂളിൽ ഞങ്ങൾ വന്ന് ഉഴപ്പും. ഇങ്ങോട്ട് നോക്കിയിരി. ഓക്കെ, ശ്രദ്ധിച്ചേ. നമുക്ക് 2 പൗരത്വം ഉണ്ട്, മറക്കരുത്. ഒന്ന്, അമ്മ നമുക്ക് ജന്മം നൽകിയത് ഈ മണ്ണിലാണ്. അതുകൊണ്ട് നമുക്ക് ഏത് പൗരത്വം ഉണ്ട്? ഈ മണ്ണിന്റെ പൗരത്വം, ഈ രാജ്യത്തിന്റെ പൗരത്വം. ഇന്ത്യൻ പൗരൻ എന്ന നിലയിൽ നമ്മൾ അഭിമാനിക്കുന്നു. അഭിമാനമുള്ളവർ എത്ര പേരുണ്ട്? നമ്മൾ ഇവിടുന്ന് എങ്ങാണ്ടോട്ടൊക്കെ പോകണമെന്നൊക്കെ ചിലർ വാദം ഉന്നയിക്കുന്നുണ്ട്. മണ്ട ശിരോമണികൾ. എടാ, ഇവിടെ ജനിച്ച് ഇവിടെയാണ് പൂക്കൾക്കൊടി ഈ മണ്ണിലെ വിലയം പ്രാപിച്ചത്. ഇവിടുത്തെ കപ്പയും മത്തിയും കൊണ്ട് കാലയാപനം കഴിക്കുന്നവരാ. ഇവിടുന്ന് കിളച്ചെടുക്കുന്നു, ഇവിടുന്ന് പറിച്ചെടുക്കുന്നു, ഇവിടുന്ന് വെട്ടിയെടുക്കുന്നു, ഇവിടുന്ന് നുള്ളിയെടുക്കുന്നു, ഇവിടുന്ന് അടർത്തിയെടുക്കുന്നു. മനസ്സിലായോ? കയറി പറിച്ചെടുക്കുന്നു, കുലുക്കിയിടുന്നു, തോട്ടിക്ക് വലിച്ചിടുന്നു. അതുകൊണ്ടൊക്കെ കഴിക്കുന്നവരാ നമ്മൾ. പിന്നെ എങ്ങോട്ട് പോകണമെന്നായി പറയുന്നേ? ഈ മണ്ണിന്റെ പൗരത്വമുള്ളവരാ നമ്മൾ. വിശ്വാസത്തിന്റെയും പ്രത്യയശാസ്ത്രത്തിന്റെയും മറ്റു തരമായ കാര്യങ്ങൾ വ്യത്യാസമുണ്ട്. പക്ഷെ ഈ മണ്ണിൽ പണി ചെയ്ത് ഇവിടെ ജീവിക്കുന്നവരാ നമ്മൾ. ഈ മണ്ണിന്റെ പൗരത്വമുള്ളവരാ. അതിൽ അഭിമാനമുള്ളവർ കർത്താവിനെ സ്തുതിച്ചേ. ഒരു ഇന്ത്യൻ പൗരൻ എന്ന നിലയിൽ അഭിമാനിക്കുന്നു നമ്മൾ. സ്വതന്ത്രം. അപ്പം വേറൊരു വിചാരം കൂടെ ഓർത്തോണം. അമ്മ നമുക്ക് ജന്മം നൽകിയത് കൊണ്ടാണ് ഈ മണ്ണിന്റെ പൗരത്വം. പക്ഷെ ആത്മാവ് നമുക്ക് ജന്മം നൽകി. ആ ജന്മത്തെയാണ് വീണ്ടും ജനനം എന്ന് പറയുന്നത്. അതുകൊണ്ട് നമ്മൾക്ക് ഏത് പൗരത്വം കിട്ടി? വിണ്ണിന്റെ പൗരത്വം കിട്ടി. ഈ 2 കാര്യം മനസ്സിലായോ? അങ്ങനെയാണെങ്കിൽ ഇനി പറയുന്നത് ശ്രദ്ധിച്ചോണം. ഈ മണ്ണിന്റെ പൗരത്വം ഉള്ളത് കൊണ്ട് ഈ മണ്ണിന്റെ ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ട് നമുക്ക്, ഭരണഘടന. അതനുസരിച്ചേ പറ്റുള്ളൂ. എത്ര കൃപയുള്ള ദൈവദാസനാണെന്ന് പറഞ്ഞാലും ഭരണഘടന അനുസരിച്ചേ ജീവിക്കാൻ പറ്റത്തുള്ളൂ. ആണോ? പ്രൈസ് ദി ലോർഡ്. കൃപയുള്ള ദൈവദാസന പ്രവാചകനെന്ന് പറഞ്ഞ് 1 വേ തെറ്റിച്ച് വണ്ടി ഓടിക്കാൻ പറ്റുമോ? പറ്റത്തില്ല. ഇവിടുത്തെ കോൺസ്റ്റിറ്റ്യൂഷൻ, ഇവിടുത്തെ നിയമസംഹിത പാലിച്ചേ പറ്റൂ. എല്ലാ മണ്ഡലത്തിലെയും നിയമസംഹിത പാലിച്ചു, എല്ലാ മേഖലയിലെയും നിയമസംഹിത. കാരണം ഈ മണ്ണിന്റെ പൗരത്വമുള്ളത് കൊണ്ട്. അങ്ങനെയാണെങ്കിൽ മറ്റേ കാര്യം കൂടി ഇതിന്റെ കൂട്ടത്തിൽ ചേർത്തേ. എന്താ? വിണ്ണിന്റെ പൗരത്വമുള്ള നമുക്കൊരു കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ട്. ആ കോൺസ്റ്റിറ്റ്യൂഷനാണ് ദൈവത്തിന്റെ വചനം. ഈ 2 ഭരണഘടനയും ഒരേപോലെ പാലിക്കുന്നവനാണ് ഉത്തമ പൗരൻ. എത്ര പേര് സമ്മതിക്കുന്നുണ്ട്? ആ രാജ്യത്തിന്റെ പൗരത്വം നമുക്കുണ്ട്. അതുകൊണ്ട് ആ രാജ്യത്തിന്റെ ഭരണഘടന, ഈ രാജ്യത്തിന്റെ പൗരത്വം നമുക്കുണ്ട്. അതുകൊണ്ട് ഈ രാജ്യത്തിന്റെ ഭരണഘടനയെ ആദരിക്കണം. ഈ 2 പൗരത്വങ്ങൾ ഉള്ളത് കൊണ്ട് 2 ഭരണഘടനയെ സമഞ്ജസമായി സമ്മേളിപ്പിച്ചുകൊണ്ട് ഇതിനകത്ത് നമുക്ക് ഇവിടുത്തെ ഭരണഘടനയിൽ നമുക്ക് സ്വീകരിക്കാൻ പറ്റാത്തതുകൊണ്ട് ആ ഒരു കൺഫ്യൂഷൻ നമുക്ക് മാറിക്കിട്ടാൻ വേണ്ടി പൗലോസ് പറയുന്നത് അധികാരത്തോട് കീഴടങ്ങിയിരിക്കണം. അധികാരസ്ഥൻ എത്ര മൂർഖനാണെങ്കിലും അവനോട് എന്തോ ചെയ്യണം? എന്നിട്ട് പൗലോസ് പറയുന്ന ഒരു ഭയങ്കര സംഭവമുണ്ട് തിയോളജിയിൽ. പൗലോസിന്റെ ദൈവശാസ്ത്രത്തിൽ അധികാരത്തോട് മറുക്കുന്നവൻ ദൈവ വ്യവസ്ഥയോട് മറുക്കുന്നു. ദ ഓർഡിനൻസ് ഓഫ് ഗോഡ് എന്ന് പറയുന്നത് രാജ്യത്തിന്റെ വ്യവസ്ഥയും കൂടിയാ. ആരാധിക്കരുത്, യേശുവിനെ ആരാധിക്കരുത്, വേദോത്സവം കൊണ്ട് നടക്കരുത് എന്നൊക്കെ ഒരു നിയമം നാളെ വന്നാൽ അതിനോട് മറുതലിക്കാനൊന്നും പറ്റില്ല. പ്രാർത്ഥിക്കാനേ പറ്റൂ നമുക്ക്. മുദ്രാവാക്യം വിളിക്കാനും പിക്കറ്റ് നടത്താനും മന്ത്രിയെ വഴി തടയാനും സെക്രട്ടേറിയറ്റ് വളയാനൊന്നും നമുക്ക് പറ്റത്തില്ല. രാജ്യത്തിന്റെ അവകാശം, രാജ്യത്തിന്റെ ഭരണഘടന പാലിച്ചേ പറ്റൂ. അപ്പൊ തന്നെ സ്വർഗീയ രാജ്യത്തിന്റെ ഭരണഘടന വേദപുസ്തകത്തിൽ വള്ളിക്ക് പുള്ളിക്ക് വിസർഗം വിടാതെ നാം അനുസരിച്ചേ പറ്റുകയുള്ളൂ. ഇനി അടുത്ത ചിന്ത കിട്ടണം. ഈ 2 പൗരത്വം കൂടെ ഒരുമിച്ച് പാലിക്കുന്നവനെയാണ് എന്തെന്ന് വിളിക്കാവുന്നത്? ഉത്തമ പൗരൻ എന്ന് വിളിക്കാവുന്നത്. അങ്ങനെ ഉത്തമ പൗരൻ പറയുന്ന ഒരു ഡയലോഗും കൂടെ ഞാൻ പ്രസന്റ് ചെയ്തിട്ട് നമ്മുടെ പ്രധാന വിഷയത്തിലേക്ക് വരാം. പ്രൈസ് ദി ലോർഡ്. 9 മണിക്കൊന്നും ഇന്ന് ആശീർവാദം ഉണ്ടാകത്തില്ല, അറിയാമല്ലോ. എനിക്ക് തന്നത് 8 മണിക്ക്. അപ്പോൾ ഇതെപ്പോൾ തിരിച്ചു കൊടുക്കണോ നമ്മൾ തമ്മിൽ ആലോചിച്ചിട്ട് നേതൃത്വത്തോട് നമുക്ക് അതിൻ്റെ കാര്യങ്ങൾ ചെയ്യാം. എന്നോടൊപ്പം നിൽക്കുമോ നിങ്ങൾ? എവിടെ നിൽക്കാനാ? നിങ്ങൾക്ക് 9 മണിക്ക് സ്തോത്രം പറയണമെന്നുള്ള താല്പര്യത്തിലാണെങ്കിൽ പറ്റത്തില്ല. സ്തോത്രം സന്തോഷമാണോ? അല്പം കൂടെ നീണ്ടുപോയാൽ സന്തോഷമാണോ? അല്പം കൂടെ നീണ്ടുപോയെന്നും പറഞ്ഞ് സന്തോഷം ഇല്ലാത്തവര് നാളെ ഇങ്ങോട്ട് വരണ്ട. അങ്ങനൊരു ഒരു ആശ്വാസത്തിൽ നമുക്കങ്ങ് എത്താം. ഇന്നലത്തെ യോഗം നീണ്ടുപോയതുകൊണ്ട് ഞാൻ നാളെ പോകുന്നില്ലെന്ന് പറഞ്ഞ് വീട്ടിൽ ഇരുന്നേച്ചാൽ മതി. ഓക്കെ. അപ്പൊ ഇവിടെ ഒരു വ്യക്തിയും കൂടെ ഞാൻ പരിചയപ്പെടുത്താം. ഏതാണ് ആ വ്യക്തി എന്നറിയാം? ദൈവനാമം നിമിത്തമായി ദൈവത്തെക്കുറിച്ചുള്ള മനോബോധം, അത് പത്രോസിന്റെ ഭാഷയെ ഞാൻ കടമെടുക്കും. ദൈവത്തെക്കുറിച്ചുള്ള മനോബോധം നിമിത്തമായി സിംഹക്കുഴിയിൽ അടക്കപ്പെടേണ്ടി വന്നൊരു ഭക്തനുണ്ട്. ആരാത്? ദൈവത്തിന് പ്രിയങ്കരനായ ദാനിയേൽ. സിംഹങ്ങൾ, മനുഷ്യമാംസം തിന്ന് ശീലമുള്ള സിംഹങ്ങളെല്ലാം കൂടെ ഇപ്പൊ തിന്ന് തീർത്തിട്ടുണ്ടാകും. എല്ലുമുട്ടം മാത്രമേ ബാക്കി ഉണ്ടാവുകയുള്ളൂ എന്ന് വിചാരിച്ച് സങ്കടത്തോടെ
സിംഹക്കുഴിയുടെ അരികിലേക്ക് വരുമ്പോൾ സിംഹക്കുഴിക്കകത്തുനിന്ന് പ്രാർത്ഥനയുടെ ശബ്ദം പ്രഭാതത്തിൽ ഇരുട്ട് മാറുന്നതിന് മുമ്പ്. രാജാവ് ഞെട്ടിപ്പോയി. ബാക്കിയുണ്ട്, പുള്ളി തീർന്നിട്ടില്ല. ഇത്ര വ്യക്തമായി സ്ഫുടമായി സ്പഷ്ടമായി പ്രാർത്ഥിക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ ദാനിയേലിന് ഒരു കേടും വന്നിട്ടില്ലെന്ന് രാജാവിന് മനസ്സിലായതുകൊണ്ട് അവിടെ നിന്നുകൊണ്ട് ചോദിക്കുന്നു, ദാനിയേലേ, നീ സേവിച്ച് നിൽക്കുന്ന ദൈവം നിന്നെ വിടുവിപ്പാൻ പ്രാപ്തനായോ? ദാനിയേൽ അവതരിപ്പിക്കുന്ന ഒരു ചിന്തയുണ്ട്, അത് മറന്നു പോകരുത്. യൂത്ത്സ് ഒക്കെ മറന്നു പോകല്ലേ മക്കളെ, ശ്രദ്ധിച്ചോണം. ദാനിയേൽ രാജാവിന് കൊടുക്കുന്ന ഒരു മറുപടി, മഹാരാജാവേ, അങ്ങ് നീണാൾ വാഴട്ടെ. ഇന്നലെ രാത്രിയിൽ സിംഹക്കുഴിയിലേക്ക് തട്ടിയ രാജാവിനെ ആയുസ് ആശംസിക്കാൻ ദാനിയേലിനെ കൊണ്ടല്ല, നമ്മളെ കൊണ്ട് പറ്റുമോ? ഇന്നലെ സിംഹക്കുഴിയിലേക്ക് തട്ടിയിട്ട് ഈ പുള്ളി ഇപ്പം വന്നിരിക്കുക വിശേഷം അറിയാൻ എന്നും പറഞ്ഞ് പിന്നെ നമ്മൾ പറയുന്ന എന്തുവാണെന്നൊന്നും ഇപ്പം പറയാൻ പറ്റത്തില്ല. പൂരാ കരോ, നിങ്ങൾ പൂരിപ്പിച്ചാൽ മതി. പക്ഷെ ദാനിയേലിന് അങ്ങനെ വെറുപ്പോ വിദ്വേഷമോ വിഭാഗീയ മനോഭാവമോ വാശിയൊന്നുമില്ല. ദാനിയേൽ പറയാം, മഹാരാജാവേ, അങ്ങ് നീണാൾ വാഴട്ടെ. അടുത്ത വാചകം, സിംഹങ്ങൾ എനിക്ക് കേടുവരുത്താതിരിക്കേണ്ടതിന് എന്റെ ദൈവം തന്റെ ദൂതനെ അയച്ച് അതിന്റെ വായ അടച്ചു കളഞ്ഞു. എന്നിട്ട് എന്റെ കാരണമാ പറയുന്നത്, പൗരത്വ ബോധത്തിൽ അതിന്റെ കാരണം പറയുന്നു. എന്താണെന്നറിയാമോ? ഞാൻ അവന്റെ മുൻപാകെ കുറ്റമില്ലാത്തവൻ എന്ന് പറഞ്ഞാൽ സ്വർഗീയ പൗരനായ ഞാൻ ആ പൗരത്വം ഇതുവരെ എന്തോ ചെയ്തിട്ടില്ല, ദുർവിനിയോഗം ചെയ്തിട്ടില്ല. അവിടെ എനിക്ക് പൗരത്വമുള്ളത് കൊണ്ട് ഞാൻ ആ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ത് ചെയ്തിട്ടുണ്ട്? പാലിച്ചിട്ടുണ്ട്. ഞാൻ അവന്റെ മുൻപാകെ കുറ്റമില്ലാത്തവൻ. അടുത്ത വാചകം കേൾക്കണം, തിരുമുൻപാകെ ഞാൻ ഒരു ദോഷവും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞാൽ ഈ രാജ്യത്തിന്റെ നിയമസംഹിതയെ ഞാൻ പാലിച്ചിട്ടുണ്ട്. അതാണ് യഥാർത്ഥ ആത്മീയൻ. എത്ര പേർക്ക് ബോധ്യമായി? ഞാൻ എന്റെ ദൈവത്തിന് മുൻപാകെ കുറ്റമില്ലാത്തവൻ എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ ന്യായപ്രമാണത്തെ ഞാൻ അനുസരിച്ചു. തിരുമുൻപാകെ ഞാനൊരു ദോഷവും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞാൽ അങ്ങയുടെ രാജ്യ നിയമങ്ങൾ ഞാൻ അനുസരിച്ചു. ഈ രണ്ട് നിയമങ്ങളെ തുല്യമായി അനുസരിക്കുന്ന ഒരു വ്യക്തിയുടെ നേരെ ഒരു സിംഹവും വായ് പിളർക്കത്തില്ല. ഉറപ്പ് ഞാൻ തരാം. എത്ര പേർക്ക് ബോധ്യമാകുന്നുണ്ട്? നിന്നെ വിഴുങ്ങുവാൻ പാഞ്ഞെടുക്കുന്ന ഒരു ദുഷ്ടശക്തിയോട് അടുക്കരുതെന്ന് പറഞ്ഞ് അകറ്റി മാറ്റാൻ ദൈവത്തിന് കഴിയും. പക്ഷെ നീ പ്രമാണത്തിന് വേണ്ടി നിന്നോണം. വിശുദ്ധ പ്രമാണത്തിന് വേണ്ടി നിൽക്കുന്നവന്റെ നേരെ വായ് പിളർക്കുന്ന ഈ എല്ലാ ദുഷ്ടശക്തിയെയും അഫലമാക്കാൻ കഴിയുന്ന ഒരുവനാണ് നമ്മുടെ കർത്താവ്. വിശ്വസിക്കുന്നവരും ഏറ്റെടുക്കുന്നവരും കർത്താവിനെ സ്തുതിച്ചു. രാജ്യത്തിന്റെ നിയമങ്ങൾ, അതിലുപരി സർവശക്തനായ ദൈവത്തിന്റെ സനാതന പ്രമാണങ്ങൾ അനുസരിക്കാൻ നമുക്ക് പറ്റിയാൽ ഒരു സിംഹവും വായ് പിളർക്കത്തില്ല. സിംഹ സമാനമായി വരുന്ന പ്രതിസന്ധികളെല്ലാം നിശബ്ദമായി മാറിക്കോളും, ഉൾവലിഞ്ഞു പോകും. അത്രയ്ക്ക് കരുത്തുണ്ട് നമുക്ക്. ഓക്കെ, അപ്പൊ നമ്മുടെ പൗരത്വം എവിടെന്നാ പറഞ്ഞേ? സ്വർഗത്തിലാണ്. അവിടെ നിന്ന് നമ്മുടെ കർത്താവ് രക്ഷിതാവായി വരുമെന്ന് നമ്മൾ എന്തോ ചെയ്യുന്നു? കാത്തിരിക്കുന്നു. ആ കാത്തിരിപ്പ് എത്ര പേർക്കുണ്ട്? കാത്തു നിൽക്കുന്നു എന്നാ പറയേണ്ടത്. കാത്തു നിൽക്കുന്നു. സ്തോത്രം, ഹല്ലേലൂയ. ഈ കർത്താവ് സ്വർഗത്തിൽ നിന്ന് വരുമെന്നൊക്കെ പൗലോസ് അവിടെ എഴുതി വെക്കുമ്പോ എഴുതാതെ എഴുതിയിരിക്കുന്ന ചിലതുകൂടെ നമ്മൾ അവിടെ നിന്ന് വായിക്കേണ്ടതായിട്ടുണ്ട്. യഹൂദ മര്യാദ പ്രകാരം ഇവിടെ അടക്കം ചെയ്ത ഗോൽഗോഥായിൽ മരിച്ച കല്ലറത്തോട്ടത്തിൽ അടക്കം ചെയ്ത കർത്താവ് സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരുമെന്ന് പറയണമെങ്കിൽ യേശുവിന്റെ ഉയർത്തെഴുന്നേൽപ്പ്, പുനരുദ്ധാനവും സ്വർഗാരോഹണവും കൂടെ പറഞ്ഞെങ്കിലേ ആ ഭാഗം ഫില്ല് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഞാൻ പറഞ്ഞ ആശയം എത്ര പേർക്ക് മനസ്സിലായി? ഗോൽഗോഥായിൽ ക്രൂശിൽ മരിച്ച യേശുവിനെ യഹൂദ മര്യാദ പ്രകാരം എന്തോ ചെയ്തിട്ടുണ്ട്? യോസഫും നിക്കോദിമോസും കൂടെ അടക്കം ചെയ്തിട്ടുണ്ട്. മനസ്സിലാകുന്നുണ്ടോ? റോമാലെ ശീലകളൊക്കെ കൊണ്ടുവന്ന് ക്രമീകരിച്ച് യഹൂദ മര്യാദ പ്രകാരം അഖിലും മൂറും കൊണ്ടുള്ള സുഗന്ധ കൂട്ടിട്ട് അടക്കം ചെയ്തിട്ടുണ്ട്. മനസ്സിലായില്ലേ? അങ്ങനെ അടക്കം ചെയ്യപ്പെട്ട യേശു, പൗലോസ് പറയുക, സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരും. അങ്ങനെ ഇറങ്ങി വരണമെങ്കിൽ മരണത്തിന് പിടിച്ചു വെക്കാൻ പറ്റിയില്ല, പാതാളത്തിന് പിടിച്ചു വെക്കാൻ പറ്റിയില്ല, ഭൂതപ്രേത പിശാചുക്കൾക്ക് ഒരുമിച്ച് ആഞ്ഞു പിടിച്ചിട്ട് അവനെ ഒതുക്കാൻ പറ്റിയില്ല, ഉരുട്ടിവെച്ച വലിയ കല്ലിന് അവനെ മറച്ചു വെക്കാൻ പറ്റിയില്ല, അവിടെ നെഞ്ചു വിരിച്ച് നിന്ന് പട്ടാളക്കാർക്ക് അവനെ ഒതുക്കി വെക്കാൻ പറ്റിയില്ല. എന്റെ യേശു ഉയർത്തെഴുന്നേറ്റു. ആ ഉയർപ്പിന്റെ ശക്തിയാ ദൈവസഭയ്ക്കകത്ത് വ്യാപരിക്കുന്നത്. അവനിൽ വിശ്വസിക്കുന്നവരുടെ ഉള്ളിൽ വ്യാപരിക്കുന്നത് ആ പുനരുദ്ധാനത്തിന് ശക്തിയാണ്. അത് പൗലോസ് അവിടെ എഴുതാതെ നമ്മളെ കൊണ്ടത് പറയിപ്പിക്കുക. പൗലോസിന്റെ ലേഖനങ്ങളുടെ നിർമ്മിതിക്കകത്ത് നമ്മൾ ഗ്രഹപാഠം ചെയ്യേണ്ട കുറെ കാര്യങ്ങളുണ്ട്. നമുക്ക് ഹോംവർക്ക് തരുന്നുണ്ട് പൗലോസ്. അവൻ സ്വർഗത്തിൽ നിന്ന് വരുമെന്ന് പറയുമ്പോൾ അനുവാചകർ, വായിക്കുന്ന വ്യക്തി, പഠിക്കുന്ന വിദ്യാർത്ഥി പഠിച്ചോണം. ഇവിടെ അടക്കം ചെയ്യപ്പെട്ടവൻ സ്വർഗത്തിൽ നിന്ന് വരണമെങ്കിൽ അവൻ സ്വർഗത്തിൽ കയറിപ്പോയിട്ടുണ്ട്. സ്വർഗത്തിലെ കയറിപ്പോക്കിനാണ് സ്വർഗാരോഹണം എന്ന് പറയുന്നത്. സ്വർഗാരോഹണം ചെയ്യണമെങ്കിൽ അവൻ ഉയർത്തെഴുന്നേറ്റിട്ടുണ്ട്.
മരണമേ എന്ന് ചോദിച്ചുകൊണ്ട് ഉയർത്തെഴുന്നേറ്റു യേശു. ആ പുനരുത്ഥാനത്തിന്റെ ശക്തി നമ്മിൽ വ്യാപരിപ്പിക്കുന്നു. നാളെ നമുക്കൊരു ഉയർത്തെഴുന്നേൽപ്പുണ്ടെന്നത് തെളിയിക്കുകയാ. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട് ഉയർത്തെഴുന്നേൽപ്പുണ്ടെന്ന്? ഞങ്ങളെ ഈ നാട്ടിൽ ശ്രദ്ധിക്കുന്ന മാന്യ സുഹൃത്തുക്കളോട് പറയാം, താങ്കൾ ക്രൈസ്തവനോ മുസൽമാനോ, താങ്കൾ ഹൈന്ദവ മതത്തിൽപ്പെട്ടയാളോ അല്ലെങ്കിൽ ഒരു മതത്തിലും പെടാത്ത ആളോ ആയിക്കൊള്ളട്ടെ, ഞങ്ങൾ കുറക്കെ ഈ വാക്കുകൾ, വാചകങ്ങൾ, ഈ ശബ്ദ വാഹിനിയിലൂടെ താങ്കളുടെ കർണപുടത്തിലേക്ക് തരാനുള്ളത് യേശുവിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കുമെന്നുള്ളതാ. എന്തുകൊണ്ട് അത് പറയാൻ ഞങ്ങൾ നെഞ്ചുറപ്പ് കാട്ടുന്നത്? ഞങ്ങളുടെ കർത്താവ് മരിച്ചിട്ട് ജീവിച്ചവനാണ്. മരണത്തെ തോൽപ്പിച്ച്, മരണത്തെ പരാജയപ്പെടുത്തി ഉയർത്തെഴുന്നേറ്റവന്, അവനിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. ചിലരിവിടെ പറയുന്നത് മരിച്ച ശേഷം ഇവിടുത്തെ മത്തായും മർക്കോസും ലൂക്കോസും യോഹന്നാനും തങ്കമ്മയും ചിന്നമ്മയും അന്നമ്മയും ഗോപിയും ശശിയും രമണിയും ഒക്കെ വീട്ടലി നാട്ടലി കാട്ടലി ചുണ്ടലിയായിട്ട് പിന്നെ ഇവിടെ വരുമെന്നാണ്. വാഴക്കയിൽ വിരുന്ന് വിളിക്കുന്ന കാക്കച്ചിയായിട്ടും അതുവഴി ഇതുവഴി കയറിപ്പാഞ്ഞു പോകുന്ന നായ്ക്കളായിട്ടും പിന്നെ ചിത്രശലഭമായിട്ടും പുഴുവായിട്ടും പഴുതാരയായിട്ടും പിന്നെ ഇതിൽ വരും. കർമ്മദോഷം കൊണ്ട് അങ്ങനെ ജനിക്കണം, ഒന്നും രണ്ടുമല്ല, 85 ലക്ഷം ജനന മരണങ്ങൾ. പക്ഷെ വേദപുസ്തകം പറയുന്നു അവനിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. അതേതെങ്കിലും മൃഗമായിട്ടോ പ്രാണിയായിട്ടോ അല്ല, യേശു ഉയർത്തെഴുന്നേറ്റതുപോലെ വേദപുസ്തകം വ്യക്തമാക്കുന്നു. അവൻ ഇരിക്കും പോലെ നമ്മളാകേണ്ടതാണ്. ആ പ്രത്യാശയുള്ളവർ കർത്താവിനെ സ്തുതിച്ചാട്ടെ. ക്രിസ്തീയ പ്രത്യാശയുടെ മഹത്വപൂർണമായ ഒന്ന് യേശു ഉയർത്ത പോലെ ഉയർക്കുമെന്നുള്ളത്. ആമേൻ. അപ്പോൾ കർത്താവ് ഉയർത്തെഴുന്നേറ്റു. ഹേ മരണമേ എന്നൊക്കെ പറഞ്ഞാൽ പരാജയപ്പെട്ടവനെ വിളിക്കുന്നതാണ് ഹേ എന്നുള്ളത്. ആക്ഷേപമാണത്. ആ വിളിയിലൊരു ആക്ഷേപമുണ്ട്. പരാജയത്തിന്റെ ധ്വനി അതിനകത്തുണ്ട്. മനസ്സിലായി? വിജയിച്ചവന്റെ ആഹ്ലാദമാണ് ഹേ എന്ന് പറയുന്നത്. മരണം തോറ്റ് തുന്നം പാടിയത് എന്റെ കർത്താവിന്റെ മുൻപില്ല. ഇനി മരണം ഒന്നുകൂടെ ദയനീയമായി തോക്കാൻ പോവുകയാ. അത് കർത്താവിന്റെ കാഹള നാളിലാണ്. വിശുദ്ധന്മാർ മുഴുവനും ഉയർത്തെഴുന്നേൽ. 21 വാക്യത്തിലേക്ക് വേഗം വന്നുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കട്ടെ. ദേശത്തിക്കും 21 വാക്യം. അവൻ സകലത്തെയും കീഴ്പ്പെടുത്തുവാൻ കഴിയുന്ന തന്റെ വ്യാപാര ശക്തി കൊണ്ട് തന്റെ മഹത്വമുള്ള ശരീരത്തോട് നമ്മുടെ താഴ്ചയുള്ള ശരീരത്തെ എന്തോ ചെയ്യും? രൂപാന്തരപ്പെടുത്തും. യോഗങ്ങളുടെ സമാപന രാത്രി ആശീർവാദം കഴിഞ്ഞ് 3 ഹല്ലേലൂയയും പറഞ്ഞ് നമ്മൾ പോകാൻ തുടങ്ങുമ്പോൾ ഈ വിശേഷ വിചാരങ്ങളുടെ യോഗ്യത എന്താണെന്ന് പഠിക്കണം. ആണും പെണ്ണും, ചെറുതും വലുതും എല്ലാം പഠിക്കണം. ഞാൻ ഉയർക്കുമോ? ഞാൻ ഉയർത്തു വരുമോ? അതോ ഇങ്ങനെ കൺവെൻഷനൊക്കെ കൂടി സ്വോത്രം പറഞ്ഞിരിക്കുന്ന കൂട്ടത്തിൽ കാഹളം കേട്ടാൽ ഞാൻ രൂപാന്തരപ്പെടുമോ? സ്വോത്രം വീട്ടിൽ പോകുമെന്ന്. ഇന്ന് കൺവെൻഷൻ കഴിഞ്ഞ് നമ്മൾ അവരവരുടെ വീട്ടിലേക്ക് പോകും ഇല്ലേ? എത്ര വലിയ കോളനിയുടെ ഇടയ്ക്കാണ് നിങ്ങളുടെ വീടെങ്കിലും വീട് തെറ്റത്തില്ല. ഒരു രാത്രി ചെല്ലുമ്പോൾ കൃത്യമായിട്ട് വീട്ടിൽ ചെല്ലും അല്ലേ? ഞാനും എൻ്റെ മോനും കൂടെ വന്നേ കൃത്യമായിട്ട് വണ്ടി ഓടിച്ച് ഞങ്ങളുടെ വീട്ടിന് മുറ്റത്താണ് ഞങ്ങൾ ചെല്ലാൻ പോകുന്നത്. വീട്ടിലേക്കാണ് ചെല്ലാൻ പോവുക. നമ്മൾ ഓരോരുത്തരും വീട്ടിലേക്കാണ് ചെല്ലുക. അത് നമുക്ക് ഉറപ്പുണ്ട്. പക്ഷെ നിത്യ വീട്ടിലെത്തുമെന്ന് ഉറപ്പ് എത്ര പേർക്കുണ്ട്? മരണാനന്തരം ഞാൻ എൻ്റെ വീട്ടിലെത്തുമെന്ന് ഉറപ്പ് എത്ര പേർക്കുണ്ട്? ഞാൻ സെക്രട്ടറി ആയിരുന്നു, ഖജാൻജി ആയിരുന്നു, ട്രഷറായിരുന്നു, കമ്മിറ്റി അംഗമായിരുന്നു, മുന്തിയ ഇനമായിരുന്നു എന്നൊക്കെ പറഞ്ഞ് നമ്മൾ നടക്കുന്നുണ്ട്. പക്ഷെ അച്ഛാ പെടഞ്ഞിന്ന് തീർന്നാൽ കർത്താവിൻ്റെ കാഹള നാളിൽ വീട്ടിലെത്തുവോ? ഉറപ്പ് വേണം. ആ ഉറപ്പിന് ചില യോഗ്യതകളുണ്ട്. ആ യോഗ്യതകളെ നിരുപാധികം ഏറ്റെടുക്കണം. ഒരാവേശത്തിരമാല ഉയർത്താൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷേ ചിന്തകളുടെ ആഴം കൊണ്ട് നെഞ്ചകം വിറകൊള്ളണം. ഞാൻ ഉയർക്കുമോ ഇല്ലയോ? ആ ഉയർപ്പിൻ്റെ ചില യോഗ്യതകളെയാണ് ഈ വർഷത്തെ കൺവെൻഷന്റെ സമാപനത്തിൽ ദൈവാത്മാവ് നമുക്ക് നൽകി തരാൻ ആഗ്രഹിക്കുന്നത്. സന്തോഷമാണോ? പ്രൈസ് ദി ലോർഡ്. ഈ കുഴിക്കരയെ കൊണ്ടുവച്ച മൃതശരീരം അവസാനത്തെ പാട്ടും പ്രാർത്ഥന എല്ലാം കൂടെ കഴിഞ്ഞ് പെട്ടി അടച്ച് കെട്ടുമൊക്കെ പൊട്ടിക്കുമല്ലോ. പിന്നെ അങ്ങനെ ഒരു നടപടിയുണ്ട്. അതൊക്കെ ഏത് വാക്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണെന്നൊക്കെ ചോദിച്ചാൽ ദൈവദാസന്മാരോട് ഇരുന്ന് വിഷമിക്കത്തേ ഉള്ളൂ. പക്ഷേ ഏത് വാക്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ തലയിലും താടിയും കൂടെ കെട്ടഴിക്കുന്നു? കായും കാലും കൂടെ കൈ കെട്ടിയിട്ടുണ്ടല്ലോ, കാല് കെട്ടിയിട്ടുണ്ട്. ഈ കെട്ടഴിക്കാൻ പാസ്റ്റർ പറഞ്ഞായിരുന്നല്ലോ, വേണ്ടപ്പെട്ടവർ ഇപ്പോൾ കെട്ടഴിക്കുന്നതാകുന്നു എന്ന് പറഞ്ഞായിരുന്നു. അപ്പോഴാണല്ലോ പടപടാന്ന് കെട്ടൊക്കെ അഴിച്ച് പുള്ളിയെ സ്വതന്ത്രമാക്കി തലണയൊക്കെ എടുത്ത് മാറ്റി നേരെയാക്കി പെട്ടി അടച്ച് വിടുന്നു. പക്ഷെ കോവിഡ് ബാധിച്ച് മരിച്ച പുള്ളിയുടെ കെട്ടൊന്നും നമ്മൾ അഴിക്കാതെ വിട്ടു പോയോ എന്തോ. ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ് കെട്ടിവിട്ട ബോഡി അങ്ങനെ തന്നെ വെച്ച് കത്തിക്കോ കുഴിച്ചിടുമായിരുന്നു. ഒരു കെട്ടും എന്ത് ചെയ്തില്ല? അഴിച്ചില്ല. അപ്പൊ കെട്ടഴിക്കുന്നതിനകത്ത് ഒരു കഥയില്ലെന്നുള്ള കാര്യം നമുക്ക് മനസ്സിലായില്ലേ? കോവിഡ് വന്ന് നമ്മളെ പഠിപ്പിച്ച പാഠങ്ങളൊക്കെ ഭയങ്കരമാണ്. സ്തോത്രം. ഓക്കെ, മടങ്ങി വാ. ഞാൻ ചോദിക്കുന്ന ഇതാ,
ഈ പെട്ടി അടച്ച് അകത്തേക്ക് ഇറക്കി വെച്ചിട്ട്, ആഴക്കുഴിയിലേക്ക് ഇറക്കി വെച്ചിട്ട്, ഒരു പിടി മണ്ണ് വാരി പ്രധാന കാർമ്മികൻ ആ പെട്ടിയുടെ പുറത്തോട്ട് ഇട്ടിട്ട്, നീയോ പോയി വിശ്രമിച്ചു കൊള്ളുക, കാലാവസാനത്തിൽ ഓഹരിയെ പ്രാപിപ്പാൻ എഴുന്നേറ്റ് വരും, കാഹളനാളിൽ നമുക്ക് ഒരുമിച്ച് കാണാവുന്നതാകുന്നു. അങ്ങനെ പറയാറുണ്ടല്ലോ. പിന്നെ നമ്മുടെ സെൻട്രലിന്റെ മിനിസ്റ്റേഴ്സൊക്കെ ഇവിടെ ഇരിപ്പുണ്ട്, ചോദിച്ചു നോക്കുക, അവരൊക്കെ ചെയ്യുന്ന പരിപാടിക്ക് ഇത് പറയും അവസാനം, കാഹളനാളിൽ നമുക്ക് ഒരുമിച്ച്. മാത്യു ഡേവിഡ് പാസ്റ്ററോ അല്ലെങ്കിൽ കുഞ്ഞോൻ പാസ്റ്ററോ ഇത് കഴിഞ്ഞിട്ട് അങ്ങോട്ട് മാറ്റി നിർത്തി, സെമിത്തേരിയിലെ തോട്ടത്തിനപ്പുറത്തോട്ട് മാറ്റി നിർത്തി ചോദിക്കണം, പാസ്റ്ററെ സത്യമായിട്ടും പറ, പുള്ളി കാഹളനാളിൽ പൊങ്ങൂ? കുഞ്ഞോൻ പാസ്റ്റർ ചുറ്റുപാട്ടും ഒക്കെ നോക്കിയിട്ട് നമ്മളെ മാത്രം മാറ്റി നിർത്തി ചെവി പറയും പൊങ്ങുകയെന്ന്. അല്ല പിന്നെ പാസ്റ്റർ പറഞ്ഞായിരുന്നല്ലോ കാഹളനാളിൽ കാണാൻ, അത് പിന്നെ ശവസംസ്കാര ശുശ്രൂഷയ്ക്ക് ഭംഗി വരാൻ വേണ്ടി പറഞ്ഞെന്നുള്ളതേ ഉള്ളൂ. അല്ലെങ്കിൽ ഇങ്ങനെ മുണ്ടക്കയത്തൊന്നും അങ്ങ് വേറെ ഏതെങ്കിലും കയത്തിലോട്ട് മാറ്റം കിട്ടും. പെന്തക്കോസ്തിന്റെ സഭാ ശുശ്രൂഷയ്ക്ക് ഒരു സ്റ്റൈലുണ്ട്, ഒരു രീതിശാസ്ത്രമുണ്ട്, അതിനു വേണ്ടി പറഞ്ഞു. അല്ല പുള്ളി പൊങ്ങത്തില്ലെന്ന് പറയാൻ കാരണം പുള്ളിയുടെ ജീവിതത്തിന്റെ നാൾ വഴി എനിക്കറിയാമല്ലോ. സഭയിൽ എങ്ങനെയായിരുന്നു, ആരാധനയ്ക്ക് എങ്ങനെയായിരുന്നു, കമ്മിറ്റി കൂടുമ്പോൾ എങ്ങനെയായിരുന്നു, ഭാര്യയോട് എങ്ങനെയായിരുന്നു, മക്കളോട് എങ്ങനെയായിരുന്നു, നാട്ടുകാരോട് എങ്ങനെയായിരുന്നു, ജീവിത നാൾ വഴി അറിയാം. ഈ ദൈവവചന പരിജ്ഞാനമുള്ള ദൈവദാസന്മാർക്ക് പലരെക്കുറിച്ചും അറിയാം ഈ പുള്ളി കാഹളനാളിൽ പൊങ്ങത്തില്ലെന്ന്. കാരണം കാഹളനാളിൽ പൊങ്ങാനുള്ള യോഗ്യത ഇല്ലാതെയാണ് ജീവിച്ചത്. മനസ്സിലായില്ലേ? അങ്ങനാണെങ്കിൽ അത് അവർക്ക് മാത്രം അറിഞ്ഞാൽ പോരാ, നമ്മളെല്ലാവരും അറിയണ്ടേ. അപ്പൊ കാഹളനാളിൽ പൊങ്ങാനുള്ള യോഗ്യത എന്താ? അച്ഛാ അറിയാൻ താല്പര്യമാണോ? ഒന്ന് സ്വോത്രം പറഞ്ഞേ. ആരാ പൊങ്ങുന്നേ? സ്വോത്രകാഴ്ച കൂടുതൽ കൊടുത്തവരാണോ, അതോ വെള്ള കൂടുതൽ ഉടുത്തവരാണോ, അതോ മക്കളെ എല്ലാം ബൈസ്കൂളിൽ വിട്ടവരാണോ? ആരായി പൊങ്ങുന്നേ? കാഹളത്തിന്റെ നാദം കേൾക്കുമ്പം ആരുടെ കുഴിമാടമാ തുറക്കുന്നേ? ആരാ രൂപാന്തരപ്പെടുന്നത്? യോഗ്യതകൾ 1, 2, 3, 4, 5 ഇഷ്ടം പോലെ പറയാനുണ്ട്. അതിൽ ഏറ്റവും ഒന്നാമത്തേത് 1 Thessalonians 4:16 കാഹളം ധ്വനിക്കുന്ന സമയത്തെക്കുറിച്ച് ഗംഭീരമായി അവതരിപ്പിക്കുന്ന ഒരു പ്രയോഗമുണ്ട്. ക്രിസ്തുവിൽ മരിച്ചവർ എന്തോ ചെയ്യും? ക്രിസ്തുവിൽ മരിച്ചവരെന്ന് പറഞ്ഞാൽ അതിനകത്ത് പറയാതെ പൗലോസ് പറഞ്ഞിരിക്കുന്ന ഒരു വാചകം ക്രിസ്തുവിൽ ജീവിച്ചവരാണ്. ക്രിസ്തുവിനോട് കൂടെ ജീവിച്ചവരല്ല ആന്റി, പിന്നെ ആരാ? ക്രിസ്തുവിൽ. മുമ്പേ ഞാൻ പറഞ്ഞു, നോട്ട് വിത്ത് ഹിം ബട്ട് ഇൻ ഹിം. ഞാൻ അവനിലും അവൻ ഇനി എന്നിലും എന്ന് പറയുന്ന ഒരു ആത്മലയന ബന്ധം ആയുഷ്കാലം മുഴുവനും സൂക്ഷിച്ചവരെ ആ കർത്താവ് പൊക്കിക്കൊണ്ട് പോന്നേ. മനസ്സിലായില്ലേ? ഏതെങ്കിലും ഒരു പ്രത്യേക സമയം, ഞായറാഴ്ച മാത്രം ക്രിസ്തുവിൽ, ബാക്കിയുള്ള സമയത്തെല്ലാം ആരാണ്ട് ലോകത്തിൽ, രാഷ്ട്രീയ പാർട്ടിയിൽ, മതത്തിൽ, ജനസംഘ ശക്തിയിൽ, അതിലും ഇതിലുമൊക്കെ പോയവനെന്ന് ക്രിസ്തുവിലല്ലെന്ന്. ക്രിസ്തുവിൽ. അതിൽ നിന്ന് വേർപെടുത്താൻ പറ്റാത്തൊരു ബന്ധം, ആത്മലയന ബന്ധം. ഒരു ഗർഭസ്ഥ ശിശു തന്റെ അമ്മയുടെ ഉദരത്തിൽ ആയിരിക്കുന്ന പോലെ, ഒരു മത്സ്യം വെള്ളത്തിൽ ആയിരിക്കുന്ന പോലെ, ഒരു സസ്യത്തിന്റെ വേര് മണ്ണിൽ ആയിരിക്കുന്ന പോലെ, ആരാണോ ക്രിസ്തുവിൽ അവനെ കർത്താവ് പോക്കുന്നേ, അവന്റെ ശരീരത്തെ രൂപാന്തരപ്പെടുത്തുന്നേ. ബോധ്യമായവർ കർത്താവിനെ സ്തുതിച്ചാട്ടെ. വിവരിക്കാൻ എനിക്ക് നേരമില്ല, അതുകൊണ്ട് ഓരോരുത്തരും ചിന്തിക്കണം, 2024 ഞാൻ ക്രിസ്തുവിൽ തന്നെയാണോ എന്നുള്ളതിനെ കുറിച്ച് ചിന്തിക്കണം. ലേഖനങ്ങളിലെല്ലാം സുന്ദരമായൊരു പ്രയോഗമാ അവനിൽ, കർത്താവിൽ, പ്രിയനായവനിൽ, ക്രിസ്തുവേശുവിൽ, കർത്താവിൽ എന്നുള്ള ആ ഇൽ പ്രയോഗം. ഇംഗ്ലീഷ് ബൈബിളിൽ ഇൻ ഹിം, ഇൻ ലോർഡ്, ഇൻ ക്രൈസ്റ്റ് ജീസസ്, ഇൻ ബിലവഡ്, ഇൻ ക്രൈസ്റ്റ് എന്നൊക്കെ പറയുന്ന ആ ഇൻ എന്ന പ്രയോഗം ഉജ്ജ്വലങ്ങള്. അപ്പൊ നമ്മൾ ഉയർക്കണമെങ്കിൽ, രൂപാന്തരപ്പെടണമെങ്കിൽ ആരിൽ ജീവിക്കണം? കമോൺ, ക്രിസ്തുവിൽ. ഓക്കെ, ഒന്ന്. രണ്ടാമത്തെ യോഗം വേഗം ഞാൻ അങ്ങ് പറഞ്ഞു പോവുകയാണ്. ഓക്കെ, കമ്പി സന്ദേശം എന്നൊക്കെ പറയുന്ന പോലെ രണ്ടാമത്തെ സംഗതി കേട്ടോണേ. ക്രിസ്തുവിനോട് ഏകീഭവിച്ചവർ. റോമാലേഖനം 6:5 റോമാലേഖനം 6:5 ഇങ്ങനെ പറയുന്നു, അവന്റെ മരണത്തോട് നിങ്ങൾ അനുരൂപപ്പെട്ടവരായെങ്കിൽ അവന്റെ പുനരുത്ഥാനത്തിന്റെ സദൃശ്യത്തോട് എന്തോ ചെയ്യും? ഏകീഭവിക്കും. പ്രൈസ് ദി ലോർഡ്. അപ്പൊ അവന്റെ മരണത്തോട് എന്തോ ചെയ്യണം? ക്രിസ്തുവിലായാൽ പോരാ, ക്രിസ്തുവിൽ വിശ്വസിച്ചാൽ മാത്രം പോരാ, ക്രിസ്ത്യാനി ആയാൽ മാത്രം പോരാ, പള്ളിയിൽ വന്നാൽ മാത്രം പോരാ. എന്തോ ചെയ്യണം? അവന്റെ മരണത്തോട് എന്തോ ചെയ്യണം? ഏകീഭവിക്കണം. മരണ അടക്ക പുനരുത്ഥാനത്തോട് ഏകീഭവിക്കുന്ന ഏക കർമ്മം സ്നാനമാണ്. ചില ചോദിക്കാറുണ്ട്, സ്നാനപ്പെട്ടില്ല സ്വർഗത്തിൽ പോകത്തില്ലയോ ഉപദേശി? പോകത്തില്ലെന്ന് തന്നെ റോമർ 6:5 പറയുന്നത്. സ്നാനപ്പെടണം, എങ്ങനെയെങ്കിലും പെട്ടാ പോരാ, യേശു കാണിച്ച മാതൃക പ്രകാരം. മനസ്സിലാവുന്നുണ്ടോ? കൺവെൻഷൻ സ്നാനമൊക്കെ പറയുന്ന സന്തോഷമാണോ? കൺവെൻഷൻ പറയേണ്ട കാര്യമാണല്ലോ സ്നാനം. അപ്പൊ സ്നാനപ്പെടാത്തവൻ എന്തോ ചെയ്യത്തില്ല?
എങ്ങനെങ്കിലും ഒക്കെ പെട്ട പോരാ കേട്ടോ. എങ്ങനെങ്കിലും പെട്ടാ പോരാ. യേശു കാണിച്ചൊരു മാതൃകയുണ്ട്, അപ്പോസ്തലന്മാർ ചെയ്ത ഒരു രീതിയുണ്ട്. മനസ്സിലാകുന്നുണ്ടോ? തിരുവചനത്തിൽ എഴുതി വച്ചിരിക്കുന്ന ഒരു നിയമവ്യവസ്ഥിതിയുണ്ട്. അതിന് പ്രകാരം സ്നാനപ്പെട്ടവനാണ് ആ മരണയടക്കത്തോട് ഏകീഭവിക്കുക. അങ്ങനെ ഏകീഭവിച്ചവരായെങ്കിൽ അവന്റെ പുനരുത്ഥാനത്തിന്റെ സാദൃശ്യത്തോട് എന്തോ ചെയ്യും? അപ്പൊ പുനരുത്ഥാനത്തിന്റെ സാദൃശ്യത്തോട് ഏകീഭവിക്കണമെങ്കിൽ സ്നാനപ്പെട്ടേ പറ്റുള്ളെന്ന് അതിന്റെ അർത്ഥം. എത്ര പേർക്ക് മനസ്സിലാകുന്നുണ്ട്? അരക്കൊപ്പം വെള്ളത്തിൽ ഇറങ്ങി നിൽക്കുന്ന ദൈവദാസന്റെ അരികിലേക്ക് സ്തോത്രാർപ്പണങ്ങളോടെ ഇറങ്ങി വരുന്ന ഒരു പുരുഷനോ സ്ത്രീയോ, വണ്ണക്കാരനോ പൊണ്ണാരിയോ ആകട്ടെ, ഉണ്ടോ, നീളം കൂടിയതോ നീളം കുറഞ്ഞതോ, ഇറങ്ങി സ്തോത്രം പറഞ്ഞുകൊണ്ട് അങ്ങോട്ട് ഇറങ്ങി വരുമ്പോൾ പരുവത്തിന് പിടിച്ച് മുമ്പിലോട്ട് നിർത്തിയിട്ട് കൂപ്പ് കൈകളോടെ നിൽക്കുന്ന ആ വ്യക്തിയുടെ കൂപ്പ് കൈകളിൽ ഒരു കരം പിടിച്ച് മറ്റേ കരം പെടലിക്കൊന്ന് താങ്ങിയിട്ട് ചോദ്യങ്ങൾ ചോദിക്കും. വിശ്വസിക്കുന്നുണ്ടോ എന്നൊക്കെ ചോദിക്കുന്ന ചോദ്യത്തിന് അതെ 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 യെസ് 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 എന്ന് പ്രാഗൽഭ്യത്തോടെ പറയുമ്പോൾ ഒരു ബ്ലെസ്സിങ് പ്രയറൊക്കെ നടത്തിയിട്ട് പിടിച്ചൊരൊറ്റ മുക്ക വെള്ളത്തിലോട്ട് മുക്കും. അനി മുടിനാരഴ പോലും വെള്ളപ്പരപ്പി പൊന്തിക്കിടക്കത്തില്ല, അണിവരൽ പോലും മുകളിൽ കാണത്തില്ല, പേട്ടിച്ച് താക്കും. പിന്നെ എത്ര എണ്ണത്തെ താത്തിട്ടുണ്ടെന്നറിയാം. ഈ ഇരിക്കുന്ന ദൈവദാസന്മാരോട് ചോദിക്കും, അവരുടെ കയ്യിൽ നിൽക്കാത്ത ഒരു പുള്ളിയില്ല. ചിലപ്പോൾ കൊളക്കരയിൽ നിൽക്കുമ്പോൾ നമുക്കൊരു പേടി തോന്നും, അയ്യോ ആൻറ്റിയെ പുള്ളി താക്കുമായിരിക്കും ചിലപ്പോൾ, പിന്നെ പൊക്കുവോ എന്നൊക്കെ ഒരു പേടി തോന്നും. അതിനൊരു കൃപയുണ്ടെന്നേ. പ്രൈസ് ദി ലോർഡ്. ദേ അങ്ങനെ പിടിച്ചങ്ങോട്ട് താക്കുന്നത് വാശി തീർക്കാനല്ല കേട്ടോ. വാശി തീർക്കാനാണെങ്കിൽ താത്ത് വെച്ചുകൊണ്ടിരുന്നാൽ മതിയല്ലോ, പൊക്കണ്ടല്ലോ. ഇത് വാശി തീർക്കാനല്ല. പിന്നെ എന്തിനാ ഇങ്ങനെ താക്കുന്നത്? ഒരു അണിവരൽ പോലും പുറത്ത് കാണാത്ത പരുവത്തിൽ പിടിച്ച് താക്കുന്നത് മരണത്തിന്റെ അടക്കത്തിന്റെ രൂപത്തോടെ ഏകീഭവിക്കാനാ. മനസ്സിലാകുന്നുണ്ടോ? കല്ലറെ കൊണ്ടുവച്ചിട്ട് 5-6 പിടി മണ്ണും വാരിയിട്ട് നമ്മളിങ്ങോട്ട് പോരാറില്ലല്ലോ. ഇന്ന് ഞാൻ നാളെ നീ എന്നൊക്കെ പറഞ്ഞ് എഴുതി വെച്ചതും ഗിൽറ്റിട്ട പേപ്പർ കാണാത്ത പരുവത്തിൽ ആഴക്കുഴിയിലേക്ക് ഇറക്കി വെച്ചിട്ടല്ലേ പോരുക. വെട്ടിക്കയറ്റിയ മണ്ണ് മുഴുവനും അതിന്റെ പുറത്തോട്ടിട്ട് കുഴിമാടം കൂടെ തീർത്തിട്ടല്ലേ തിരിച്ചു പോരുക. നമ്മൾ അതുവരെ ഒന്നും നിൽക്കത്തില്ല. അവിടെ കവർ കൊടുക്കുന്നുണ്ടെന്നെങ്കിൽ പിന്നെ ഭയങ്കര തള്ളും ബഹളവും അവിടെയാ അല്ലേ. അതുകൊണ്ട് ഈ കുഴിമാടം തീരുന്നിടം വരെ ഒന്നും നമ്മൾ നിൽക്കാറില്ല. പക്ഷെ അവിടെ ഈ പെട്ടി കാണാത്ത പരുവത്തിൽ കണ്ടോ അതിനെ മൊത്തത്തിൽ മൂടുക. ആ മൂടുന്ന വ്യവസ്ഥിതിയോട് ഭവിക്കാൻ വെള്ളത്തിൽ പിടിച്ച് മൂക്കുന്നത്. പക്ഷെ യേശു അടക്കപ്പെടുക മാത്രമല്ല ഉയർക്കുകയും കൂടെ ചെയ്തു. അതുകൊണ്ടാണ് അവിടെ നിന്ന് പിടിച്ച് ഞങ്ങൾ ഉയർത്തുന്നത്. അങ്ങനെ മരണയടക്ക പുനരുത്ഥാനത്തോട് ഏകീഭവിക്കുന്ന സ്നാനം അതിന്റെ തനിമയോടെ ചെയ്താൽ പുനരുത്ഥാനത്തോട് ഏകീഭവിക്കും. എത്ര പേർക്ക് ബോധ്യമായിട്ടുണ്ട്? ഇനിയും സ്നാനമെന്ന മഹത്തായിരിക്കുന്ന കർമ്മത്തിന് ബാക്കി വെക്കരുത്. നാളുകൾ, ദിവസങ്ങൾ ബാക്കി വെക്കരുത്. അടുത്ത ഏറ്റവും നല്ലൊരു മുഹൂർത്തത്തിൽ അതിന് തയ്യാറായി ദൈവദാസന്മാർ ആരോടെങ്കിലും പറഞ്ഞാൽ മതി, അതിന് വേണ്ടുന്ന നടപടി അവരുണ്ടാക്കിക്കോളും. അവന്റെ മരണയടക്ക പുനരുദ്ധാനത്തോട് ഏകീഭവിക്കാത്ത ഒരൊറ്റ വ്യക്തിയും കാഹളനാളിൽ ഉയർത്തു വരത്തില്ല. ആ ഉപദേശം ബോധ്യമായവർ കർത്താവിനെ സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ. ഇനി സ്നാനപ്പെട്ടവരോട് പറയാം. സ്നാനപ്പെട്ടെങ്കിൽ പിന്നെ പൊങ്ങുമായിരിക്കും എന്ന് ഓർത്ത് സന്തോഷിക്കണ്ട. സ്നാനപ്പെട്ടാൽ മാത്രം പോരാ, സ്നാനാനന്തര ജീവിതം കർത്താവിന് പ്രസാദമാകണം. സ്നാനാനന്തര ജീവിതം വേഗം ഒന്നെടുത്തു. റോമാലേഖനം 6-ാം അധ്യായം. റോമർ 6-ന്റെ 2-ാം വാക്യം, 6-ാം വാക്യം, 12-ാം വാക്യം. 6-ന്റെ 2, 6-ന്റെ 6, 6-ന്റെ 12. 3 വാക്യങ്ങൾ സ്നാനാനന്തര ജീവിതത്തിന്റെ ധർമ്മകർമ്മങ്ങളാണ്. സ്നാനാനന്തര ജീവിതം എങ്ങനെ നയിക്കണം എന്നുള്ളതിന് 2 അധ്യായം തരാം. റോമാലേഖനം 6-ാം അധ്യായം, കൊലോസ്യ ലേഖനം 3-ാം അധ്യായം. ഉണ്ടോ? റോമാലേഖനം 6-ാം അധ്യായത്തിന്റെ 2-ാം വാക്യം, ഇനി പാപത്തിൽ ജീവിക്കരുത്. റോമർ 6-ന്റെ 6-ാം വാക്യം, ഇനി പാപത്തിന് അടിമപ്പെടരുത്. റോമർ 6-ന്റെ 12-ാം വാക്യം, ഇനി പാപം നിങ്ങളുടെ മർത്തി ശരീരങ്ങൾ അതിന്റെ മോഹങ്ങളെ അനുസരിക്കുമാർ എന്തോ ചെയ്യരുത്, വാഴരുത്. 3 ഇനി കണ്ടോ? ആ ഇനി എന്തിനെ അർത്ഥമാക്കുന്നേ? സ്നാനാനന്തര ജീവിതം, ആഫ്റ്റർ ദ ബാപ്റ്റിസം. ഉണ്ടോ? സ്നാനപ്പെട്ട ശേഷം പിന്നെ കൊച്ചുപീടിയും വലിച്ച് നീ ഇതിലെ നടക്കരുത്. സ്നാനപ്പെട്ട ശേഷം പിന്നെ നീ പ്ലാസ്റ്റിക് കവറിന്റെ മൂല പൊട്ടിച്ച് അതിനെ ഉള്ളം കയ്യിലിട്ട് തിരുമി നാക്കിന്റെ അടിയിലിട്ടുണ്ട് ആസ്വദിച്ച് നടക്കരുത്. സ്നാനപ്പെട്ട നിന്നെ പിന്നെ പോലീസ് തപ്പി വരരുത്. സ്നാനപ്പെട്ട നീ ഭാര്യയുടെ മുടിക്കുത്തിന് പിടിച്ച് കുനിച്ചു നിർത്തി പടപടൊന്ന് താളമേളം നടത്തരുത്. അനി സ്നാനപ്പെട്ട നീ ചൂലുംകെട്ട് കൊണ്ട് ഭർത്താവിന്റെ പുറകെ ചാടരുത്. മനസ്സിലായോ? മനുഷ്യനെ അടങ്ങെന്നൊക്കെ പറഞ്ഞ് അങ്ങയുടെ നേരെ തലയാണെന്ന ബോധത്തോടെ ജീവിച്ചോണം. പാപത്തിന്റെ യാതൊരു നിയോഗങ്ങളും ഉണ്ടാകാതെ. നിയോഗമുണ്ടാകും, പക്ഷെ അതിനെ പിടിച്ചടക്കി ക്രോധവും ഈർഷ്യയും പകയും പിണക്കമൊന്നുമില്ലാതെ ക്രിസ്തു സമാനമായി ജീവിച്ചോണം. അതാണ് സ്നാനാനന്തര ജീവിതം. എത്ര പേർക്ക് ബോധ്യമായി? യൂത്ത്സ് ഒക്കെ കുറിച്ചോ വാക്യം 6-ന്റെ 2-ാം വാക്യം, 6-ന്റെ 6-ാം വാക്യം, 6-ന്റെ 12-ാം വാക്യം. 6-ന്റെ 2-ൽ പറയുന്നു, ഇനി പാപത്തിൽ ജീവിക്കരുത്.
നമ്മുടെ സഭയിലൊക്കെ ഉണ്ടല്ലോ, നാളെ 10 മണിക്ക് സ്നാനമുണ്ട്, അതുകൊണ്ട് സ്നാനത്തിന് പേര് തന്നവരൊക്കെ 8 മണിക്ക് വരണം. എന്തിനാ മോനെ? 10 മണിക്കാ സ്നാനമെങ്കിൽ 8 മണിക്ക് എന്തിനാ വരുന്നത്? സ്നാനത്തിന്റെ ക്ലാസ് ഉണ്ട്, അതിനു വേണ്ടിയാ. മനസ്സിലായില്ലേ? പക്ഷെ എവിടെയെങ്കിലും നിങ്ങൾ കണ്ടിട്ടുണ്ടോ സ്നാനപ്പെട്ടവരാരും അങ്ങിങ്ങും ചിതറിപ്പോകരുത്, അവർക്ക് ഇനി ഒരു ക്ലാസ് ഉണ്ട്? അങ്ങനെ എടുത്തിട്ടുണ്ടോ? സ്നാനപ്പെട്ടവർക്കൊരു ക്ലാസ് എടുത്തിട്ടില്ല. അതിന്റെ കുഴപ്പമുണ്ട് സഭയ്ക്ക്, അതിന്റെ കുഴപ്പമുണ്ട്. കാരണം അതിനെടുക്കേണ്ട 2 അധ്യായമാണ് റോമാലേഖനം 6-ാം അധ്യായം, കൊലോസ്യ ലേഖനം 3-ാം അധ്യായവും. കൊലോസ്യ ലേഖനം 3-ാം അധ്യായം എന്ന് പറയാൻ നേരമില്ല. റോമാലേഖനം 6-ാം അധ്യായത്തിലെ 3 വാക്യങ്ങൾ നിങ്ങൾ കൊണ്ടുപോകൂ. കൊലോസ്യ ലേഖനം 3-ാം അധ്യായത്തിൽ പറയുന്നു, അവനോടുകൂടെ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു എങ്കിൽ എന്തോ ചെയ്യണം? ഉയരത്തിലുള്ളത് അന്വേഷിക്കണം. നിങ്ങളുടെ മനസ്സ് ക്രിസ്തുവുമായിട്ട് കേന്ദ്രീകൃതമാകണം. 5-ാം വാക്യം പറയുന്നത് നിങ്ങളുടെ അവയവങ്ങളെ മരിപ്പിക്കണം. 8-ാം വാക്യം പറയുന്നത് വിട്ടുകളയണം. 9-ാം വാക്യം പറയുന്നത് ഉരിഞ്ഞു കളയണം. 10-ാം വാക്യം പറയുന്നത് ഉടുക്കണം. കണ്ടില്ലേ? 13-ാം വാക്യം പറയുന്നത് ക്രിസ്തു ക്ഷമിച്ച പോലെ നിങ്ങൾ എന്തോ ചെയ്യണം? ക്ഷമിക്കണം. അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ, നടപടിക്രമങ്ങൾ പറയുന്നുണ്ട്. ഇത് സ്നാനാനന്തര ജീവിതമാ. അപ്പൊ സ്നാനപ്പെട്ട മാത്രം പോരാ, സ്നാനാനന്തര ജീവിതം ദൈവത്തിന് പ്രസാദമാകണം. സ്തോത്രം പറയാൻ എത്ര പേർക്ക് പറ്റും? അങ്ങനെ സ്നാനത്തിന്റെ പവിത്രതയും അനന്യതയും നീതിയും വിശുദ്ധിയും അതിന്റെ സംസ്കാരത്തനിമയും സൂക്ഷിക്കുന്നവരാ കാഹളനാളിൽ ഉയർക്കുന്നത്. ഹല്ലേലൂയ. അതിന് ഞാൻ യോഗ്യമാണോ എന്ന് ഓരോരുത്തരും ചിന്തിക്കണം. സ്നാനപ്പെട്ടില്ലെങ്കിൽ എത്രയും വേഗം അതിന് തയ്യാറാകണം. ഈ ഡിസ്ട്രിക്ട് കൺവെൻഷൻ ചില കുഞ്ഞുങ്ങളെ അടക്കം സ്നാനജലത്തിലേക്ക് നയിക്കണം. ഹല്ലേലൂയ. കരങ്ങളൊന്ന് ഉയർത്തി കർത്താവിനെ മഹത്വപ്പെടുത്തുക. 3-ാമത്തെ യോഗ്യത കേട്ടോ, പുനരുത്ഥാനം പ്രാപിക്കാൻ, രൂപാന്തരം പ്രാപിക്കാൻ 3-ാമത്തെ യോഗ്യത. 1 കൊരിന്ത്യർ 6-ാം അധ്യായം അതിന്റെ 13-14 വാക്യമാണ്. കുറിച്ചോണം. 1 കൊരിന്ത്യർ 6-ാം അധ്യായം 13-14. 13-ാം വാക്യം ഇങ്ങനെ പറയുക, ശരീരം ദുർനടപ്പിനല്ല, ശരീരം കർത്താവിനത്രേ. ശ്രദ്ധിച്ചു കേട്ടണം. ഉപദേശമാണ് ഞാൻ പറയുന്നത്. അധികം ഗ്ലോറി ഒന്നും പറയാൻ പറ്റത്തില്ലെന്ന് എനിക്കറിയാം, പക്ഷെ ഉപദേശം പഠിക്കാതെ പോകരുത്. പുനരുത്ഥാനം പ്രാപിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയ ലക്ഷ്യം. രൂപാന്തരം പ്രാപിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ ലക്ഷ്യം. പെന്തക്കോസ് കളിച്ച് ഇതിലെ നടന്നിട്ട് കർത്താവ് വന്ന് തനിക്കുള്ളവരെ ചേർത്തുകൊണ്ട് പോയിട്ട് പിന്നെ മുണ്ടക്കയത്ത് പോത്ത് വാങ്ങിക്കാൻ നമ്മളെ കണ്ട നാട്ടുകാർ തല്ലി കൊന്നുകളയും. മനസ്സിലാകുന്നത്? നീ പോയില്ല, എവിടെ? നിങ്ങൾക്കുള്ളവരെല്ലാം പോയില്ല, പിന്നെ നീ ഇതിലെ നടക്കുന്നത് എന്താന്ന് ചോദിച്ചേ. നീ ഇതിലെ പെന്തക്കോസും കളിച്ച് നടന്നിട്ട് നീ കർത്താവ് വന്നപ്പോൾ പോയില്ലേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും കൂടി നമ്മളെ പെരുമാറും. അതുകൊണ്ട് മറന്നു പോകരുത്, കാഹളം എപ്പോൾ കേട്ടാലും രൂപാന്തരം പ്രാപിക്കണം. കർത്താവിന്റെ കാഹളം മുഴങ്ങിയാൽ കർത്താവിന്റെ സന്നിധിയിലേക്ക് ചേക്കേറണം. 3-ാമത്തെ യോഗ്യത കേട്ടോ, 1 കൊരിന്ത്യർ ലേഖനം 6-ാം അധ്യായം അതിന്റെ 13-ാം വാക്യം, ശരീരം ദുർനടപ്പിനല്ല, ശരീരം കർത്താവിന്, കർത്താവ് ശരീരത്തിനും. കണ്ടോ? അത് പറഞ്ഞു കഴിഞ്ഞിട്ട് ഭോജ്യങ്ങൾ വയറിനും വയറ് ഭോജ്യങ്ങൾക്കും എന്ന് പറഞ്ഞ വാക്യം തുടങ്ങുന്നേ. അതിന്റെ ഇടയ്ക്ക് കാതലായ ഒരു സംഗതിയാണ് ഞാൻ പറഞ്ഞത്. ശരീരം ദുർനടപ്പിനല്ല, പിന്നെ ആർക്കുള്ളതാ? കർത്താവിനുള്ളതാ. കർത്താവ് നമ്മുടെ ശരീരത്തിന്. അപ്പൊ ജീവിക്കുന്ന കാലം അത്രയും ഈ ശരീരം ആർക്ക് കൊടുക്കണം? കർത്താവിന് കൊടുക്കണമെന്ന് മാത്രമല്ല, ദുർനടപ്പിന് വിട്ടുകൊടുക്കരുത്. അത് പറഞ്ഞു കഴിഞ്ഞിട്ട് 14-ാം വാക്യം പറയുന്നു, നോക്കിക്കേ. എന്നാൽ, കണ്ടോ പ്രയോഗം? ആ നട്ട് കണ്ടോ? മേളത്തെ വാചകത്തെയും താഴത്തെ വാചകത്തെയും തമ്മിൽ മുറുക്കുന്നൊരു നട്ട് പോലെ നിൽക്കുക. എന്നാലെന്ന് പറഞ്ഞാൽ എന്താ? ശരീരം ദുർനടപ്പിന് വിട്ടുകൊടുക്കാതെ കർത്താവിന് വിട്ടുകൊടുത്താൽ, അടുത്ത 14-ാം വാക്യം നോക്കിക്കേ, ദൈവം ക്രിസ്തുവിനെ ഉയർപ്പിച്ച പോലെ നിങ്ങളുടെ മർത്തി ശരീരങ്ങളെ ഉയർപ്പിക്കും. അപ്പൊ നമ്മുടെ മർത്തി ശരീരങ്ങൾ ഉയർക്കണമെങ്കിൽ മുണ്ടക്കയത്തോ എവിടെയാണെങ്കിലും, പൊൻകുന്നത്തോ കാഞ്ഞിരപ്പള്ളിയിലോ അങ്ങ് ഏലപ്പാറയിലോ എവിടെയായിക്കൊള്ളട്ടെ, ഈ ഡിസ്ട്രിക്ട് എവിടം വരെ ഉണ്ടോ അവിടുന്നൊക്കെയല്ലേ ജനങ്ങൾ വന്നിട്ടുള്ളത്. എല്ലാവരും ശ്രദ്ധിച്ചോണം, എവിടെ ജീവിച്ചാലും ശരീരത്തെ ദുർനടപ്പിന് വിട്ടുകൊടുക്കാതെ ജീവിക്കണം. അങ്ങനെ ആണെങ്കിൽ ക്രിസ്തുവിനെ ഉയർപ്പിച്ച പോലെ നമ്മുടെ മർത്തി ശരീരങ്ങളെ ഉയർപ്പിക്കും. രൂപാന്തരം പെടണമെന്നുണ്ടെങ്കിൽ ശരീരം ദുർനടപ്പിന് വിട്ടുകൊടുക്കരുത്. എത്ര പേർക്ക് ബോധ്യമാകുന്നുണ്ട് ഞാൻ പറയുന്നത്? യൂത്ത്സിനോട് ഞാൻ വിശേഷാൽ പറയുന്നു, ശ്രദ്ധിച്ചു കേൾക്കണം. കൊച്ചു കുഞ്ഞുങ്ങളൊക്കെ ഉള്ളപ്പോൾ അങ്ങനെ നീട്ടിപ്പരത്തി പറയാൻ പറ്റുമെന്ന് എനിക്കറിയില്ല, എങ്കിലും പറയുക, ശ്രദ്ധിച്ചോണം. അതിന് അല്പം സ്റ്റാൻഡേർഡിൽ ഞാൻ പറയാം. എന്താ ദുർനടപ്പെന്ന പദത്തിന്റെ അർത്ഥം? ദുർനടപ്പെന്ന പദത്തിന്റെ അർത്ഥം എന്താ? ദുർനടപ്പെന്ന പദത്തിന് 2 അർത്ഥമാണ് കൊടുക്കുക. 1 പരസംഗം, 2 വ്യഭിചാരം. ഫോർണിക്കേഷൻ ആൻഡ് അഡൾട്ടറി. ഫോർണിക്കേഷൻ ആൻഡ് അഡൾട്ടറി, ഇത് രണ്ടും കൂടി ഒരുമിച്ച് ചേർന്ന് പറയുന്ന പദമാണ് ഏത്? ദുർനടപ്പ്. ഫോർണിക്കേഷൻ എന്ന് പറഞ്ഞാൽ പരസംഗം, അഡൾട്ടറി വ്യഭിചാരം. ഇത് 2 ദോഷവും സംഭവിക്കുന്ന ശരീരത്തെ കർത്താവ് പൊക്കത്തില്ലെന്ന് പറഞ്ഞേ. മനസ്സിലായോ? എന്താ പരസംഗം? രണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് കേട്ടോണം. പരസംഗം എന്ന് പറഞ്ഞാൽ വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുൻപ് ഒരു യുവാവോ യുവതിയോ ലൈംഗിക വീഴ്ചയിൽ ഏർപ്പെട്ടാൽ അതാണ് പരസംഗം. നിനക്ക് വേണ്ടി ദൈവം വെച്ചിരിക്കുന്ന ജീവിത പങ്കാളി വരുന്നതിന് മുമ്പ്, ദൈവം അങ്ങോട്ട് തരുന്നതിന് മുമ്പ്, കൂട്ടിച്ചേർക്കുന്നതിന് മുമ്പ്, ദ ഗ്രേറ്റ് കവനന്റ്
പറഞ്ഞ് കൂടിച്ചേരുന്നതിന് മുൻപ് നിനക്ക് ഇഷ്ടമുള്ളവരുടെ പുറകെ ഇഷ്ടമുള്ളവന്റെ പുറകെ പോയാൽ അതിനെ പരസംഗം. പൊങ്ങത്തില്ല നിന്റെ ശരീരം. മനസ്സിലാകുന്നുണ്ടോ? ഭോഗാലസ ജീവിതമാണ് ഈ കാലഘട്ടത്തിന്റെ വൈകൃതം. കുത്തഴിഞ്ഞ ലൈംഗികതയും ആഭാസത്തരങ്ങളും ഗർഭനിരോധന ഉപാധികൾ വിപണിയിൽ തകർത്ത് വിൽക്കപ്പെടുകയാണ്. അറിയാമോ? ആ ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുക. നോഹയുടെ കാലം ലോത്തിന്റെ കാലമെന്നൊക്കെ പറയുന്നതാ. നോഹയുടെ കാലത്തെക്കുറിച്ച് പറയുന്നത് വിവാഹത്തിന് കൊടുത്തും പോന്നു. ലോത്തിന്റെ കാലത്തെക്കുറിച്ച് അങ്ങനെ ഒരു കാര്യം മിണ്ടുന്നതേ ഇല്ല. വിവാഹം എന്ന പവിത്ര ബന്ധത്തെ ചുരുട്ടിയെടുത്ത് കളഞ്ഞു. മനസ്സിലായി? കുടുംബ കോടതിയിലെ തിരക്ക് ഭയങ്കരമാണ്. വാട്സപ്പും യൂട്യൂബും ഫേസ്ബുക്കും ട്വിറ്ററും ഇൻസ്റ്റഗ്രാമും ഒക്കെ കുടുംബ ശൈഥല്യം ഉണ്ടാക്കുന്നതിന്റെ പ്രധാന പങ്ക് വഹിക്കുന്നു എന്നുള്ളത്. അപ്പൊ നമ്മൾ തിരിച്ചറിയണം, വിവാഹ ജീവിതത്തിന് മുൻപെയുള്ള ലൈംഗിക ബന്ധത്തിനാണ് എന്താ പറയുക? പരസംഗം. അങ്ങനെയാണെങ്കിൽ വ്യഭിചാരം എന്താ? വ്യഭിചാരം എന്ന് പറഞ്ഞാൽ വിവാഹിത അവസ്ഥയിലേക്ക് വന്ന ശേഷം ഭർത്താവിനെ അറിയാതെ ഭാര്യയോ ഭാര്യ അറിയാതെ ഭർത്താവോ അവിഹിത വേഴ്ചയ്ക്ക് ഒരുമ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിനെ വ്യഭിചാരം എന്ന് പറയുക. പൊങ്ങത്തില്ല നിന്റെ ശരീരം. നമുക്കുള്ള ഏറ്റവും വലിയ സംഭവം എന്താണെന്നറിയാം? നമുക്കുള്ളൊരു ഓപ്ഷൻ എന്താണെന്നറിയോ? പ്രസംഗിക്കാം, പ്രവചിക്കാം, വെള്ള ഉടുത്തുകൊണ്ട് ആത്മീയത നമുക്ക് നടത്താം. നമ്മുടെ ആന്തരിക അനുഭവം വേറെ ആർക്കും അറിയില്ല. ഇതറിയാവുന്നൊരു ക്യാമറ കർത്താവിൻ്റെ കയ്യിലേ ഉള്ളൂ. ഏതുവഴിയായിരുന്നു, എവിടെ പോയത്, ആരുടെ കൂടെ ആയിരുന്നു, ഏത് വീട്ടിൽ നിന്നാണ് വന്നത്, ആരുടെ കൂടെ ആയിരുന്നു, ആരായിരുന്നു വണ്ടിയിൽ, ആരായിരുന്നു ബൈക്കിൽ, ഇതൊന്നും ഭാര്യയ്ക്കറിയില്ല, ഭർത്താവിനറിയില്ല, വേറെ ആർക്കും അറിയില്ല. മിടുമിടുക്കന്മാരായി നമുക്ക് യാത്ര ചെയ്യാം, ഏത് കാര്യത്തിലും ഏർപ്പെടാം. പക്ഷെ ഒരു ക്യാമറ നിന്റെ തലയ്ക്ക് മീതെ ഉണ്ട്. ക്യാമറയ്ക്ക് കണ്ടെത്താൻ പറ്റുന്നത് ബെൽറ്റ് ഇട്ടിട്ടുണ്ടോ, ഹെൽമെറ്റ് വെച്ചിട്ടുണ്ടോ, ആള് കൂടുതലുണ്ടോ, ട്രാക്ക് തെറ്റിയാണോ വരുന്നത്, പൊല്യൂഷൻ സർട്ടിഫിക്കറ്റ് ഉണ്ടോ, ഇൻഷുറൻസ് സർട്ടിഫിക്കറ്റ് ഉണ്ടോ, ഇതൊക്കെ ക്യാമറയ്ക്ക് തിരിച്ചറിയാൻ പറ്റും. പക്ഷെ നീ ഏത് വീട്ടിൽ നിന്നിറങ്ങിയ ഈ കാറെ കയറിയെന്നുള്ള ക്യാമറ കണ്ടെത്താൻ കർത്താവിന്റെ ക്യാമറയാ. നീ എന്തിനാ ആ വഴി പോയെന്നുള്ളതാ. മനസ്സിലായില്ലേ? ഇതെല്ലാം അറിയുന്നേ. ശരീരം വിവാഹാനന്തരം ഇത് ദുർനടപ്പിലേക്ക് പോയിട്ടുണ്ടോ? അച്ചായൻ ഇതുവരെ അറിഞ്ഞിട്ടില്ല, സ്വോത്രം. അച്ചായൻ അറിയാത്തതിനായി സ്വോത്രം, അവളിത് അറിയാത്തതിനായി സ്വോത്രം. അങ്ങനെ സ്വോത്രം കൊടുക്കുന്നത് ഒത്തിരി വമ്പൻ താരങ്ങളുണ്ട്. മനസ്സിലായോ? കർത്താവ് ഇതെല്ലാം അറിഞ്ഞിട്ടുണ്ട്, ഭർത്താവ് അറിഞ്ഞിട്ടില്ല. ഈ വിവാഹ ദിവസം നമ്മൾ പറയുന്നൊരു ഉടമ്പടി ഉണ്ടല്ലോ. എന്തോന്നാ? സുഖത്തിലും ദുഃഖത്തിലും സമ്പത്തിലും ദാരിദ്ര്യത്തിലും ആരോഗ്യത്തിലും അനാരോഗ്യത്തിലും നിന്നെ മാത്രം സ്നേഹിച്ച്. ആ മാത്രം സണ്ടഭാഷമാരൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ടോ? നിന്നെ മാത്രം. അപ്പൊ അവിടെ നിന്ന് ഇങ്ങോട്ട് പറയാ, ഞാൻ അങ്ങേ മാത്രം. ആ മാത്രത്തിന്റെ വേലിക്കെട്ട് പൊട്ടിക്കുന്നതിനെയാണ് ഈ വ്യഭിചാരം എന്ന് പറയുന്നത്. ആ മാത്രത്തിന്റെ ഗ്യാരണ്ടി എന്ന് വരെയാണെന്നറിയാമോ? മരണം നമ്മെ വേർപിരിക്കും നാൾ വരെ. നമ്മളിൽ ഒരാളിനെ മരണം അടിച്ചു പിടിച്ചു കൊണ്ടുപോകും, തിരിച്ചു പിടിക്കാൻ ആവില്ല. അന്ന് വരെ ഞാൻ നിന്നെ മാത്രം. അല്ല, എന്നെ പകച്ചു നോക്കുന്നു, അങ്ങനെയാണോ അന്ന് പറഞ്ഞേ? ആണോ അല്ലയോ? വിവാഹ ദിവസം ഓർമ്മയുണ്ടോ? സത്യം പറ. അതൊന്ന് ഓർപ്പിക്കാതെ പാസ്റ്റേ, പറ്റിപ്പോയൊരു നീ ഞങ്ങൾ ഓർക്കാൻ ആഗ്രഹിക്കും. അങ്ങനെ ആർക്കെങ്കിലും സങ്കടമുണ്ടോ? വിവാഹ ദിവസത്തിൽ പരസ്പരം പറഞ്ഞത് ഇത് തന്നെയാ, നിന്നെ മാത്രം, അങ്ങേ മാത്രം. മരണം നമ്മെ. ദാമ്പത്യ ജീവിതം പവിത്രമല്ലെങ്കിൽ കയറിപ്പോകത്തില്ലെന്നാ ഞാനീ പറയുന്നേ. എത്ര പേർക്ക് മനസ്സിലായി? ഇതൊന്നും കേട്ട് അന്യഭാഷ പറയത്തില്ലെന്ന് എനിക്കറിയാം. അന്യഭാഷ പറയണ്ട. ജീവിതം ഒന്ന് ക്രമീകരിക്കപ്പെട്ടാൽ അതിൻ്റെ ഏറ്റവും വലിയ ലാഭം എന്താണെന്നറിയാമോ? രൂപാന്തരം പ്രാപിക്കും, പുനരുത്ഥാനം പ്രാപിക്കും. അല്ലെങ്കിൽ ഇവിടെ കടന്നു പോവുകയുള്ളൂ. എത്ര പേർക്ക് ബോധ്യമാകുന്നുണ്ട്? അച്ഛാ, ഭാര്യയ്ക്ക് താങ്കളുടെ ഫോൺ എടുത്തൊരു കോൾ ചെയ്യാനുള്ള സുതാര്യതയുണ്ടോ ഫോണിനകത്ത്? ഭർത്താവിൻ്റെ ഫോൺ എടുത്ത് വെച്ചൊരു കോൾ ചെയ്യാൻ വേണ്ടി നോക്കിയിട്ട് അത് തുറന്നു വരുന്നില്ല. എം വരച്ചു, ഓ വരച്ചു, കെ വരച്ചു, എല് വരച്ചു, മൈനസ് വരച്ചു, പ്ലസ് വരച്ചു. ഈ മനുഷ്യൻ ഇത് എന്നാക്കി വെച്ചേക്കുവാണോ തമ്പുരാനെ? എടാ മോനെ, ഇതൊന്നിന്റെ ലോക്കൊന്ന് അഴിച്ചു തന്നെ. മോൻ ആകെപ്പാടെ നോക്കി. അവന് ഒത്തിരി പണി അറിയാവുന്ന, പക്ഷെ അപ്പന്റെ ലോക്ക് അഴിക്കാൻ അവൻ അറിയത്തില്ല. മോള് നോക്കി, പറ്റുന്നില്ല. ഭർത്താവിന്റെ ഫോണിലൂടെ ഭാര്യയ്ക്ക് വിളിക്കാൻ പറ്റുന്നില്ലെങ്കിൽ ആ ദാമ്പത്യത്തിന് എന്താ സുതാര്യതയില്ലെന്നല്ലേ എൻ്റെ അർത്ഥം. സ്തോത്രം. ഒരമ്മ ഓടിക്കതച്ചു കൊണ്ടുവരിക ഫോൺ പാസ് എടുത്തോട്ട്.
പാസ്റ്റർ ഫോണിൽ എന്താ ആൻറ്റി പറ. ഒരു കുറേ നേരം ഞാൻ അണച്ച് നിന്നിട്ട് പറയാം, പാസ്റ്റേ ഇതൊന്ന് ലോക്ക് അഴിച്ചു തരാമോ പാസ്റ്റേ? ഇത് ആരുടെ ഫോണാ? ഞങ്ങളുടെ അച്ഛൻ്റെ ഫോണാ. അതിന് ഞാൻ ലോക്ക് പാസ്റ്റേ ഇന്നലെ രാത്രി മുതൽ അങ്ങനെ ആരോടോട് സംസാരിക്കുക, ആ ഫോൺ നമ്പർ ഏതാണെന്ന് എനിക്കെന്നറിയണം. പാസ്റ്റർമാർ ഇങ്ങനെ സമ്പാദിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ പുള്ളി ഓടിക്കതച്ച് വരിക, പാസ്റ്റർ എൻ്റെ ഫോൺ ഇവിടെ എടുത്തു എന്ന് പറഞ്ഞു തീരുകയും പാസ്റ്ററുടെ കയ്യിൽ ഫോൺ ഇരിക്കുക. പാസ്റ്റർ ചോദിച്ചു, എന്താ പ്രശ്നം? ഞാൻ ആരോടോട് സംസാരിച്ചെന്ന് പറഞ്ഞ് എൻ്റെ നേരെ പ്രശ്നമോ പാസ്റ്റേ? ഫോണിങ് അന്നേരം പാസ്റ്റേ, അല്ല ഫോൺ തരാം, ഇത് തുറക്കണമെന്നാണ് പുള്ളിക്കാർ പറയുന്നത്. എന്തോ ഇതിൻ്റെ പാസ്വേഡ്? അത് എന്നൊക്കെ പറഞ്ഞു. പാസ്റ്ററുടെ സ്റ്റൈലും കൊണ്ട് മാറ്റിയിട്ട് സബ് ഇൻസ്പെക്ടറുടെ പവൽ ചോദിച്ചു, പറയച്ച എന്താ? ലോഹ്യത്തിലല്ലേ ചോദിക്കുന്നത്, അധികാരത്തോടെ ചോദിക്കുന്നത്, എന്താ ഇതിൻ്റെ പാസ്വേഡ് പറയാൻ പറഞ്ഞു. പുള്ളി ആ പടം ഇങ്ങനെ പരിങ്ങി നിൽക്കുക. പാസ്റ്റേ മിക്കവാറും എൻ്റെ പേരായിരിക്കും. പിന്നെ നിൻ്റെ പേര്? പുള്ളിക്കാരുടെ പേര് അടിച്ചാൽ കിട്ടുമെന്നായി വിചാരിച്ച്. അടിക്കത്തില്ല, പുള്ളി പറയത്തുമില്ല. അവസാനം പാസ് തല്ലുന്ന സ്ഥിതി വന്നപ്പോൾ പുള്ളി പറയാ, പാസ്റ്ററെ സ്തോത്രം ഒന്ന് ടൈപ്പ് ചെയ്താൽ മതി, തുറന്നു വരുമെന്ന്. സാധാരണ വരച്ചൊക്കെ ഇല്ലേ തുറക്കുന്നത്, ഇവൻ വിദഗ്ധമായി ചെയ്തിരിക്കുക. സ്തോത്രം ഒന്ന് ടൈപ്പ് ചെയ്യുമ്പോൾ ഫോൺ തുറന്നു വരിക. മഹാഭാവി എന്തോ ചെയ്യണമെന്ന് നിങ്ങൾ പറ. ഇങ്ങനെ കുറെ വില്ലന്മാരും വില്ലത്തികളുമുണ്ട് ആത്മീയ തലത്തിൽ. ശാലൻ രാജനൊക്കെ പാടിയ 4 പേര് പുറകെ നിൽക്കണം, പിടിക്കാനില്ലെങ്കിൽ ഓളിന് വെളി തെറിച്ചു പൊക്കളയോ ആരാധിച്ച്. ഇതുപോലുള്ള ഇടപാടും കൊണ്ട് നടക്കുക. പൊങ്ങത്തില്ല നിന്റെ ശരീരം. എത്ര പേർക്ക് ബോധ്യമാകുന്നുണ്ട് ഞാൻ പറയും? മക്കളുമാര് കേട്ടോ, നെറ്റിത്തടം വിയർപ്പാക്കി നിനക്ക് അധ്വാനിച്ചു തരുന്ന അപ്പനെടുക്കണം നിന്റെ ഫോൺ, മമ്മിക്കെടുക്കണം. നീ 5 മണിക്ക് ഇട്ട വരച്ച പോലെ കിടക്കുമ്പോഴും അടുക്കള ചാരം പറ്റിയ തലയുമായി നിൽക്കുക നിന്റെ മമ്മി. ആ മമ്മിക്ക് നിന്റെ ഫോൺ എടുക്കാൻ പറ്റുന്നില്ലെങ്കിൽ, നിന്റെ ഫോൺ അവർക്ക് ഈസിയായിട്ട് കൈകാര്യം ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ, ആരെ മറയ്ക്കാനായി ലോക്ക്? ഇതിനെല്ലാം ഒരു മാറ്റം വരണം. 2024 സുതാര്യമാകണം ജീവിതം. എത്ര പേർക്ക് ബോധ്യമാകുന്നുണ്ട്? ദുർനടപ്പിന്റെ ശ്രുതിയില്ലാതെ ശരീരം ഉച്ച മുതൽ ഉള്ളങ്കാല് വരെ വിശുദ്ധമാകണം. ഇഴയെടുപ്പമുള്ളവരോട് നമുക്ക് ഏറ്റവും വലിയ സുതാര്യതയും സുദൃഢതയും സുവ്യക്തതയും സംശുദ്ധതയും ഉണ്ടാകണം. സ്വത്രം പറയാൻ പറ്റുമോ? ഞാൻ പറയുന്നല്ല ഇത്. കൊരിന്ത്യ ലേഖനത്തിൽ പൗലോസ് ഉപദേശമായി നൽകുന്നു. എന്നാൽ ദൈവം ക്രിസ്തുവിനെ ഉയർപ്പിച്ച പോലെ നിങ്ങളെ ഉയർപ്പിക്കും. മനസ്സിലായില്ലേ? എന്നാൽ എന്തോ ചെയ്താൽ? ശരീരം ദുർനടപ്പിന് വിട്ടുകൊടുക്കാതിരുന്നാൽ. മദ്യപാനം, പുകവലി, ലഹരി പദാർത്ഥങ്ങൾ, ഇതിനെതിരെയൊക്കെ നമ്മൾ ഘോരം സമരം ചെയ്യാറുണ്ടല്ലോ. നമ്മുടെ കവലപ്രസംഗത്തിന് മദ്യപിക്കരുതേ, പുകവലിക്കരുതേ, കള്ളു കുടിക്കല്ലേ എന്നൊക്കെയാ പറയുക. ദുർനടപ്പ് ചെയ്യരുത് എന്നും കൂടെ പറയാൻ പറ്റണം. നിനക്കൊരു ദോഷവും ചെയ്യരുതെന്ന് പൗലോസ് പറയുന്നതിനകത്ത് നിന്റെ ശരീരം കാഹളനാളിൽ പൊങ്ങാതിരിക്കാനുള്ള ദോഷമൊന്നും നീ ചെയ്യരുത്. സ്വോത്രം പറഞ്ഞ എൻ്റെ കാര്യങ്ങൾ ഉയർത്തി. അടുത്ത ഒരു ചിന്ത കൂടെ പറയാം. സമയം ഒത്തിരി പോകുന്നു. വാച്ചെ നോക്കി തുടങ്ങിയിട്ടുണ്ട് ചിലരൊക്കെ. വേദോസം കൊണ്ടുവന്നില്ലെങ്കിലും വാച്ചും കെട്ടി വന്ന പുള്ളികളൊക്കെ ഉണ്ട്. നോക്കി തുടങ്ങിയിട്ടുണ്ട്. നിർത്താം, ഇപ്പം നിർത്താം എന്നൊക്കെ പറയുന്ന ഒരു ഇടക്കാല ആശ്വാസത്തിന് വേണ്ടിയാ, നിർത്താനല്ല. അത് കേൾക്കുമ്പോൾ നിങ്ങൾക്കൊരു സുഖം ഉണ്ടാവുമല്ലോ. അടുത്തൊരു ചിന്ത കൂടെ പറയാം. കാഹളനാളിൽ കർത്താവിന്റെ രൂപത്തോട് നാം അനുരൂപമാകണമെങ്കിൽ, അനുരൂപം എന്ന പദം പഠിക്കണം. ഞാൻ വായിച്ച കുറിവാക്യത്തിൽ അങ്ങനെ പ്രയോഗമുണ്ട്. അവൻ താഴ്ചയുള്ള ശരീരത്തെ അവന്റെ മഹത്വമുള്ള ശരീരത്തോട് എന്തോ ചെയ്യും? അനുരൂപമാക്കും. അനുരൂപമാകണമെന്നുണ്ടെങ്കിൽ, ഇപ്പൊ നമ്മൾ പല രൂപത്തിലായിരിക്കുക, പക്ഷെ നമ്മളെല്ലാവരും ആരെ പോലെ ആകും? കർത്താവിനെ പോലെ അനുരൂപമാകും. അങ്ങനെ അനുരൂപമാകണമെങ്കിൽ ഫിലിപ്പിയർ 3:21 വാക്യത്തോട് ചേർത്ത് റോമർ 12:2 വാക്യം കണക്ട് ചെയ്യണം. റോമർ 12:2 വാക്യം പറയുന്നത് ഈ ലോകത്തോട് എന്തോ ചെയ്യരുത്? അനുരൂപമാകരുത്. അപ്പൊ ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ ലോകത്തോട് അനുരൂപമാകാതിരുന്നാൽ കർത്താവ് വന്ന് തന്റെ രൂപത്തോട് നമ്മളെ അനുരൂപമാക്കും. ഇവിടെ പെന്തക്കോസായിട്ട് ജീവിക്കുകയും ലോകത്തോട് അനുരൂപമാകുകയും ചെയ്താൽ നമ്മുടെ ശരീരം കർത്താവിന്റെ രൂപത്തോട് അനുരൂപമാകത്തില്ല. എത്ര പേർക്ക് ബോധ്യമായി? സമയം പോയതുകൊണ്ട് ഞാൻ പെട്ടെന്ന് അങ്ങ് പറഞ്ഞു വിട്ടതാണ്. അങ്ങനെ ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ ലോകക്കാരല്ലാതെ ജീവിക്കണം. ജഡത്തിൽ ജീവിക്കുമ്പോൾ ജഡപ്രകാരമല്ലാതെ ജീവിച്ചോണം. ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ വരാനുള്ള ലോകത്തിന്റെ പ്രതീക്ഷയോടെ ജീവിച്ചോണം. അങ്ങനെ ജീവിക്കുന്നവരുടെ ശരീരമേ ഉയർത്തു വരത്തുള്ളൂ. കുഞ്ഞുങ്ങൾ കേട്ടോ, പെൺകുഞ്ഞുങ്ങളും ആൺകുഞ്ഞുങ്ങളും കേട്ടോ. എൻ്റെ മൂത്ത മോൻ 27 വയസ്സ് കഴിഞ്ഞു. അടുത്ത 24-ാം തീയതി വിവാഹമാണ്. അപ്പൊ 27-ന് താഴോട്ടുള്ളവർ മുഴുവൻ എൻ്റെ മക്കളുടെ പ്രായമാണ്. അതുകൊണ്ട് ഒരു അപ്പനെ പോലെ പറയുകയാണ്. മക്കളുമാര് കേട്ടോണം. കുഞ്ഞുങ്ങളെല്ലാം
എല്ലാവരും കേട്ടോണം. എന്താ? ഈ ലോകത്തോട് നീ അനുരൂപമാകരുത്. ഇവിടുത്തെ ആർഭാടം, ഇവിടുത്തെ ആഡംബരം, ഇവിടുത്തെ വ്യഭിചാരം, ഇവിടുത്തെ ആഭിചാരം, ഇവിടുത്തെ മാത്സരികത, കണ്ടോ, ഇവിടുത്തെ യാതൊരു വിധത്തിലുള്ള ദോഷപ്രവൃത്തികളോട് നീ ഏകീഭവിക്കരുത്. മാറി നിന്നോണം. ഞാൻ ഈ ലോകത്തിലാ ജീവിക്കുന്നതെങ്കിലും ലോകപ്രകാരം അല്ലാതെയാ ജീവിക്കുക. ഞാൻ ഈ ജഡത്തിലാ ജീവിക്കുന്നെങ്കിലും ജഡമുതിർത്തുവിടുന്ന യാതൊരു നിയോഗങ്ങളിലും അല്ല ഞാൻ ജീവിക്കുക എന്ന് പറഞ്ഞ് വേറിട്ട് നിൽക്കാൻ പറ്റണം. അപ്പം ഈ ലോകത്തോട് അനുരൂപമാകാതിരുന്നാൽ കർത്താവ് തൻ്റെ രൂപത്തോട് നമ്മളെ എന്തോ ചെയ്യും? അനുരൂപമാക്കും. ആ ബോധ്യം അകത്തുള്ളവർ, ആ ചിന്ത അകത്ത് വ്യാപരിച്ചെങ്കിൽ ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. പ്രൈസ് ദ ലോർഡ്. അടുത്ത ഒരെണ്ണം കൂടെ പറഞ്ഞ് ഞാൻ വാക്കുകൾ നിർത്തുന്നു. റോമാലേഖനം 8:11 റോമർ 8:11 യേശുവിനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിച്ചവന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എങ്കിൽ ആ ആത്മാവിനെ കൊണ്ട് നിങ്ങളുടെ മർത്തി ശരീരങ്ങളെ ഉയർപ്പിക്കും. എന്താ വാക്യം തരുന്ന ആശയം എന്താണെന്നറിയാമോ? ആത്മാവ് വെറുതെ നമ്മുടെ മേൽ വ്യാപരിക്കപ്പെട്ട പോരാ, നമ്മുടെ ഉള്ളിൽ വ്യാപരിക്കണം. ആത്മാധിവാസം. 2 തിമോത്തിയോസ് ലേഖനം 1:14 2 തിമോത്തിയോസ് 1:14 നിങ്ങളിൽ അധിവസിക്കുന്ന ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ്. അപ്പൊ ആത്മാവ് എവിടെ വസിക്കണം? നമ്മിൽ വാസം ചെയ്യും. എത്ര പേർക്ക് ഉറപ്പുണ്ട് പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടെന്ന്? പരിശുദ്ധാത്മാവ് അകത്ത് വസിക്കുന്നെങ്കിൽ ഈ ലോകത്തിൽ ജീവിച്ചിരുന്ന കാലത്ത് പരിശുദ്ധാത്മാവിനെ വസിപ്പിക്കേണ്ടതിന് ശരീരത്തെ വിട്ടുകൊടുത്തവർ മരണപ്പെട്ടാൽ ആ ശരീരത്തെ അതേ ആത്മാവ് തന്നെ ഉയർപ്പിച്ചുകൊണ്ട് വരും. കാരണം ആത്മാവ് വസിച്ച കൂടാണിത്, മനസ്സിലായോ? ആത്മാവ് വസിച്ച ഇടമാണ്. അതിനെ മണ്ണിലേക്ക് വിട്ടുകളയത്തില്ല. വേറൊരു ദേഹത്തെ ദൈവം ഉയർപ്പിച്ചു കൊണ്ടുവരും ആത്മശക്തിയാൽ. എഫെസ്യ ലേഖനം 1:19 ഇങ്ങനെ പറയുന്നു, വിശ്വസിക്കുന്നവർക്ക് വേണ്ടി വ്യാപരിക്കുന്നവന്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം ഇന്നതെന്ന് നിങ്ങൾ എന്തോ ചെയ്യണം? അറിയണമെന്ന് പറഞ്ഞിട്ട് ആ അറിവിനെ കുറിച്ചൊരു ക്ലൂ തരുന്നതാണ് 20 വാക്യം. എന്താ പറഞ്ഞിരിക്കുന്നത്? അത് ക്രിസ്തുവിലും വ്യാപരിച്ചു, അവനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് എഴുന്നേൽപ്പിച്ചു. അപ്പൊ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ക്രിസ്തുവിനെ എഴുന്നേൽപ്പിച്ചത് ആ ശക്തിയുടെ വ്യാപാരമാണെങ്കിൽ ആ പുനരുത്ഥാനത്തിന്റെ ശക്തി നമ്മുടെ അകത്ത് വസിച്ചാൽ ആ ശക്തിയെ കൊണ്ട് നമ്മുടെ മർത്തി ശരീരങ്ങളെ ഉയർപ്പിക്കും. കർത്താവ് വെളിപ്പെടുമ്പോൾ നാം രൂപാന്തരപ്പെടണമെങ്കിലും നമ്മുടെ ശരീരം ഉയർത്തെഴുന്നേൽക്കണമെങ്കിലും ഈ അക്കമിട്ട് പറഞ്ഞ യോഗ്യതകളെ സമഞ്ജസമായി നമ്മിൽ സമ്മേളിപ്പിച്ചേ പറ്റൂ. അത് ബോധ്യമായവർ കർത്താവിനെ സ്തുതിച്ചാട്ടെ. എത്ര പേർക്ക് താല്പര്യമുണ്ട്? എത്ര പേർക്ക് പ്രത്യാശയുണ്ട്? യേശുവിന്റെ വരമുണ്ടാകണം. ഞാൻ പ്രതീക്ഷിക്കുന്നു നമ്മുടെ ശിഷ്ടായുസ്സിൽ കർത്താവ് വരിക തന്നെ ചെയ്യും. പൗലോസ് പറയുന്ന പ്രയോഗം കണ്ടോ? കുറിവാക്യത്തിലേക്ക് കൊണ്ടുവന്ന് ഞാൻ നിർത്തട്ടെ. എവിടെ പറയുന്നത്? താഴ്ചയുള്ള നമ്മുടെ ശരീരത്തെ തന്റെ മഹത്വമുള്ള ശരീരത്തോട് അനുരൂപമാക്കി എന്തോ ചെയ്യും? വേണമെങ്കിൽ പൗലോസ് കാലങ്ങൾക്ക് മുമ്പ് എഴുതിയ പുള്ളിയല്ലേ, അദ്ദേഹത്തിന് വേണമെങ്കിൽ പറയാമായിരുന്നു താഴ്ചയുള്ള നിങ്ങളുടെ ശരീരങ്ങളെ തൻ്റെ ശരീരത്തോട് അനുരൂപമാക്കും. നിങ്ങളുടെ ശരീരം ഒഴിഞ്ഞു മാറി നിൽക്കാമായിരുന്നു. പക്ഷെ പൗലോസ് പറയും നമ്മുടെ ശരീരത്തെ. ഹല്ലേലൂയ. കർത്താവ് സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരും. നമ്മുടെ പൗരത്വം, നിങ്ങളുടെ പൗരത്വം എന്നല്ല, നമ്മുടെ പൗരത്വം. തെസ്സലോനിക്ക ലേഖനത്തിൽ പൗലോസ് പറയുന്നത് ഇങ്ങനെയാണ്, ജീവനോടെ ശേഷിക്കുന്ന നിങ്ങൾ രൂപാന്തരപ്പെടുമെന്നല്ല, പിന്നെ നാം. അപ്പൊ തന്റെ ശിഷ്ടായുസ്സിൽ ആര് വരുമെന്നായിരുന്നു പൗലോസിന്റെ ലക്ഷ്യം? അതന്നെയല്ല. എന്നെ ഏറ്റവും അത്ഭുതപ്പെടുത്തിയ ഒരു കാര്യം തിമോത്തിയോസ് ലേഖനം എഴുതുമ്പോൾ പറയുന്നു, കുഞ്ഞേ, ഈ കൽപ്പന യേശുവിന്റെ പുനരാഗമനം വരെ നീ പാലിച്ചോണം. നിന്റെ മരണം വരെ എന്നല്ല, പിന്നെ എന്ന് വരെ? അപ്പൊ പൗലോസിന്റെ തിമോത്തിയോസിന്റെ ഒക്കെ കാലത്ത് തന്നെ കർത്താവ് വരുമെന്ന പ്രതീക്ഷയോടെ ജീവിച്ചവരാണ് അവരെല്ലാവരും. നമുക്ക് ആ പ്രതീക്ഷ ഉണ്ടോ? കർത്താവ് ഇന്ന് വരുമെന്ന പ്രതീക്ഷ എത്ര പേർക്കുണ്ട്? മുണ്ടക്കയം ഡിസ്ട്രിക്ട് കൺവെൻഷൻ ആശീർവാദം പറയുന്നതിന് മുമ്പ് കാഹളം കേൾക്കുമെന്ന പ്രതീക്ഷിച്ചോടെ ജീവിച്ചോണം. നാളെ പ്രഭാതം എത്തുന്നതിന് മുമ്പ് കാഹളം വരുമെന്ന പ്രതീക്ഷയോടെ കുമ്പനാട് കൺവെൻഷന് പോകാൻ ഒരുങ്ങി നിൽക്കുക നമ്മൾ. കുമ്പനാട് കൺവെൻഷൻ തുടങ്ങുന്നതിന് മുമ്പ് കർത്താവ് വരുമെന്ന പ്രതീക്ഷയോടെ ജീവിച്ചാൽ പാപം ചെയ്യാൻ എവിടെയാ സമയം? കസേര കളിക്കാൻ എവിടാ സമയം? പാര വെക്കാൻ എവിടാ സമയം? കർത്താവ് ഇന്ന് രാത്രിയിൽ വരും, ഇന്ന് പ്രഭാതത്തിൽ വരും, ഇന്ന് ഈ നേരത്തെ കർത്താവ് വരും. ആ പ്രതീക്ഷയോടെ ജീവിക്കുന്നവർക്കാണ് ഈ യോഗ്യത പാലിക്കാൻ പറ്റുക. പൗലോസിനെ പോലെ, തിമോത്തിയോസിനെ പോലെ, ആദിമ ഭക്തന്മാരെ പോലെ നമ്മുടെ കർത്താവ് വെളിപ്പെടാറായി. അവരുടെ പ്രതീക്ഷ പോലെ നമ്മുടെ പ്രത്യാശ വർദ്ധിക്കാനിടയാകണം. കൊയർ സജ്ജമാകുന്നു. കയറി വന്നേ മക്കളെ, പെട്ടെന്ന് കയറി വന്നേ. ഒരുമിച്ച് പ്രതീക്ഷയുടെ പ്രത്യാശയുടെ പാട്ട്, പുനരാഗമനത്തിന്റെ താളമുള്ള, പുനരാഗമനത്തിന്റെ പ്രത്യാശയുള്ള ഒരു പാട്ട് അവർ പാടുമ്പോൾ നമുക്ക് ഒരുമിച്ച് അതിനകത്ത് ജോയിൻ ചെയ്യാം. വേഗം ചാടി എഴുന്നേറ്റ് എല്ലാവരും തൽസ്ഥാനങ്ങളൊന്ന് ചാടി എഴുന്നേറ്റ്. നമ്മുടെ കർത്താവ് വെളിപ്പെടാറായി. ഞാൻ ഈ ചോദിക്കുന്ന ചോദ്യങ്ങൾ ശ്രദ്ധിച്ചോണേ പ്രിയരെ. കർത്താവ് ഇന്ന് രാത്രി വന്നാൽ ഞാൻ രൂപാന്തരപ്പെടുമെന്ന പ്രതീക്ഷയുള്ളവർ, അതിന് പ്രാഗൽഭ്യമുള്ളവർ ആ കരം ഉയർത്തി കർത്താവിനെ ഒന്ന് സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ.
ജനറൽ കൺവെൻഷന് സ്നാനമുണ്ടായിരുന്നോ എന്ന് എനിക്കറിയില്ല. പക്ഷെ ഇന്ന് രാത്രി സ്നാനത്തെക്കുറിച്ച് ഞാൻ പറഞ്ഞപ്പോൾ പാസ്റ്റങ്ങളെ ഏറ്റവും അടുത്ത സമയത്തൊരു സ്നാന ശുശ്രൂഷ ഉണ്ടെങ്കിൽ ഞാനതിന് തയ്യാറാണ് എന്ന് പറയാൻ നമ്മുടെ കുഞ്ഞുങ്ങൾ എത്ര പേര് തയ്യാറാണ്? മോളെ ഇന്ന് രാത്രി മുക്കുന്നു എന്നല്ല പറയുന്നത്. ഉടനെ ഒരു സ്നാന ശുശ്രൂഷ സഭ സജ്ജമാക്കിയാൽ ഞാനുണ്ട് പാസ്റ്റർ. കേട്ട ആർക്കെങ്കിലും സ്നാനപ്പെടാത്തവന്റെ ശരീരം ഉയർക്കത്തില്ലെന്ന് പറഞ്ഞ ഉപദേശത്തിന് മുൻപിൽ സ്നാനം എനിക്ക് അനിവാര്യമാണെന്ന് ഞാൻ ബോധ്യമായി. എന്നെ അതിന് സഹായിക്കണമെന്ന് തീരുമാനമെടുക്കാൻ കഴിയുന്ന ആരെങ്കിലും ഉണ്ടോ? ചോദിക്കാതിരുന്നു ഞങ്ങളുടെ മേൽ കുറ്റം വരാതിരിക്കരുത്. ഓ ഹല്ലേലൂയ, ഞങ്ങളതിന് കുറ്റക്കാരാകരുത്. അതുകൊണ്ട് ചോദിക്കുക. ഒരു ചോദ്യം കൂടെ ഞാൻ ചോദിക്കുന്നു, ദയവായി. സ്നാനാനന്തര ജീവിതം ഇത്ര കണിശമുള്ളതാണെന്ന് ഞാൻ അറിഞ്ഞില്ല. എൻ്റെ ജീവിതത്തെ ഒന്നുകൂടെ പാകപ്പെടുത്തി, എൻ്റെ ജീവിതത്തെ ഒന്നുകൂടെ അരികുരച്ച് ദൈവത്തിൻ്റെ ക്യാമറ കണ്ണുകളുടെ മുമ്പിൽ സംശുദ്ധമായി നിലകൊള്ളാൻ ഞാനൊരു പുതിയ തീരുമാനമെടുക്കുന്നുവെന്ന് കരമുയർത്താൻ എത്ര പേർക്ക് പറ്റും? ഒരു പുതിയ തീരുമാനത്തിനായി ഉയരുന്ന കരങ്ങളെ ഞങ്ങൾ കാണുന്നുണ്ട്. കർത്താവ് അനുഗ്രഹിക്കട്ടെ, കർത്താവ് അനുഗ്രഹിക്കട്ടെ. കരങ്ങളെ താഴ്ത്തിയിടാം. ഈ ജനറൽ കൺവെൻഷന്റെ സന്ദേശങ്ങൾ കേട്ട് കഴിഞ്ഞപ്പോൾ, പകലത്തെയും രാത്രിയിലെയും അഭിഷക്ത ദൈവദാസന്മാരുടെ സന്ദേശങ്ങൾ കേട്ട് കഴിഞ്ഞപ്പോൾ കർത്താവിൻ്റെ വേല ദൈവം എന്നെ ഏൽപ്പിച്ചു എന്ന് എനിക്ക് ബോധ്യമുണ്ട്. കുഞ്ഞുങ്ങളാരെങ്കിലും യൗവനക്കാരെങ്കിലും മോനെ, കർത്താവിൻ്റെ വേല പോലെ മഹത്വമുള്ളൊരു പദ്ധതി വേറെയില്ല. ഇന്ത്യൻ പ്രസിഡന്റ്, അമേരിക്കൻ പ്രസിഡന്റ്, ആ തസ്തികളെക്കാൾ ഏറ്റവും മെച്ചമാണ് ഞങ്ങളെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. കർത്താവ് നൽകിയ തസ്തിക, കർത്താവിൻ്റെ ഉൾത്തടത്തിൽ അങ്ങനെ ഒരു ബോധ്യം തന്നാൽ ഞാൻ ഇറങ്ങും കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി. നമ്മുടെ ഡിസ്ട്രിക്ട് കൺവെൻഷനിൽ തീർച്ചയായും ഒരാളെങ്കിലും കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി കരമുയർത്താനുണ്ടെങ്കിൽ ഇന്ന് നിങ്ങൾ ഇറങ്ങണമെന്നല്ല പറയുക. ചെയ്യുന്ന ജോലി രാജിവെച്ച് പഠിക്കുന്ന പഠനങ്ങളെല്ലാം ഉപേക്ഷിച്ചിട്ട് ഇന്ന് ഇറങ്ങണമെന്നല്ല പറയുക. കർത്താവ് അങ്ങനെ ബോധ്യം തന്നാൽ ഞാനുണ്ടെന്ന് പറയാൻ എത്ര പേര് കരമുയർത്തും? ഓ താങ്ക് യു ജീസസ്, ഹല്ലേലൂയ. സഹോദരിമാരുടെ ഭാഗത്ത്, കുഞ്ഞുങ്ങളുടെ ഭാഗത്ത് ഉയരുന്ന കരങ്ങൾക്കായി സ്തോത്രം. ഇതാണ് നമ്മുടെ കൺവെൻഷന്റെ വിജയം, ഇതാണ് നമ്മുടെ കൺവെൻഷന്റെ വിജയം. ഈ കരങ്ങളെ താഴ്ത്തിയിടാൻ ഞങ്ങൾ പ്രാർത്ഥിക്കാൻ പോവുക. ഒരു കാര്യം കൂടെ ഞാൻ ചോദിച്ചോട്ടെ. 3 ദിവസം സുവിശേഷ പ്രസംഗം വ്യക്തമായി ഇവിടെ കേട്ടു. പ്രസംഗവേദികൾ മാറ്റിവെക്കാനാവാത്ത അനുഗ്രഹിതരായ 2 ദൈവദാസന്മാർ കഴിഞ്ഞ രാത്രികൾ ഇവിടെ ശുശ്രൂഷിച്ചു. ജനപ്രിയ പ്രസംഗകരാ. പകൽ യോഗങ്ങളിൽ ശക്തമായ ആത്മിക ദർശനങ്ങൾ നൽകിയ ദൈവദാസന്മാരോട് പ്രസംഗിച്ചു. ഈ പ്രസംഗങ്ങളൊക്കെ ഞാൻ അടുത്തും അകലിൽ നിന്ന് കേട്ടു. പാസ്റ്റേ, ഇനി ജീവിക്കുന്നെങ്കിൽ യേശുവിന് വേണ്ടി മാത്രമെന്ന് തീരുമാനമെടുക്കാൻ ആരെങ്കിലും ഉണ്ടോ? അങ്ങനെ ഒരു ചോദ്യം ചോദിക്കാതിരുന്നത് കൊണ്ട് എൻ്റെ ഒരു അവസരം നഷ്ടപ്പെട്ടു എന്ന് ആരും ഖേദം പറയരുത്. ഈ യോഗത്തിൽ ആരെങ്കിലും ഉണ്ടോ? അവിശ്വാസിയായിരുന്നു ഞാൻ. ക്രിസ്തുവിനെ കുറിച്ച് ഇത്ര മഹത്വമായി ഈ ദിവസങ്ങൾ ഞാൻ കേട്ടു. ഇനി ജീവിക്കുന്നത് ക്രിസ്തുവിന് വേണ്ടി എന്ന് തീരുമാനം. ഓൺലൈനിൽ ഞങ്ങളെ ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് തീരുമാനമെടുക്കാം. കുഞ്ഞുങ്ങളോട് മാത്രമായി ഞാൻ ചോദിക്കട്ടെ, എൻ്റെ മക്കളുമാരോട് ചോദിക്കട്ടെ. പാസങ്ങളെ, പഠിക്കുന്നുണ്ട് ഞാൻ ഒത്തിരി, പക്ഷേ എല്ലാം മറന്നു പോവുക. എൻ്റെ വിദ്യാഭ്യാസത്തിൽ ഒരു ഉന്നതി വേണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഒരു വാക്ക് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് തീരുമാനമെടുക്കുന്ന കുഞ്ഞുങ്ങൾ എത്ര പേരുണ്ട്? കരങ്ങൾ ഉയർത്തുകേ. ഓ ഹല്ലേലൂയ. എത്ര കുഞ്ഞുങ്ങളുണ്ട്? പഠിക്കാൻ ബുദ്ധി, ജ്ഞാനം, വിവേകം ഒക്കെ കർത്താവ് എനിക്ക് തരണം. മോനെ, ദൈവം അനുഗ്രഹിക്കട്ടെ. മക്കളെ, ദൈവം അനുഗ്രഹിക്കട്ടെ. പെൺകുഞ്ഞുങ്ങളെ ദൈവം അനുഗ്രഹിക്കട്ടെ. നിങ്ങൾ ഈ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുക. കരങ്ങൾ ഉയർത്തി എല്ലാവർക്കും വേണ്ടി നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുക. എല്ലാവരും ഒന്ന് സ്തോത്രം ചെയ്താട്ടെ. കൊയർ നമ്മുടെ പിന്നാലെ പാട്ടുമായിട്ടുണ്ട്. തീർച്ചയായും അതിനു മുമ്പ് നമ്മൾ ഒരുമിച്ച് ഒന്ന് സ്തോത്രം ചെയ്യുകയാണ്. ഈ വിഷയങ്ങൾക്ക് വേണ്ടി കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി സമർപ്പിച്ചവരുണ്ട്. പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ. ഉള്ളിൻ്റെ ഉള്ളിൽ സ്നാനപ്പെടണമെന്നൊക്കെ ആഗ്രഹമുള്ളവരുടെ കൈ ഉയർത്താൻ മടിയായതുകൊണ്ടാകാം. അവരുടെ ഉള്ളിലെ ആഗ്രഹത്തെ കർത്താവ് അറിയുന്നുണ്ട്. വിദ്യാഭ്യാസത്തിന്റെ സമുന്നതമായ നിലവാരത്തിലേക്ക് വരാൻ ആഗ്രഹിച്ച് കരമുയർത്തിയ നമ്മുടെ കുഞ്ഞുങ്ങളുണ്ട്. അവരെ കർത്താവ് അനുഗ്രഹിക്കട്ടെ. കർത്താവിന്റെ വേലയിൽ ഒന്നുകൂടെ പ്രബുദ്ധരാകാൻ. മറ്റൊരു കാര്യം, ആ സ്നാനാനന്തര ജീവിതം ഒന്നുകൂടെ ദൈവത്തിന് പ്രസാദമുള്ളതാക്കാൻ അരികുരയ്ക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. തീരുമാനമെടുത്തവരുണ്ട്. എല്ലാവർക്കും വേണ്ടി നമ്മൾ ഒരുമിച്ചൊന്ന് സ്തോത്രം ചെയ്താട്ടെ. ആത്മാ നിറവോടുകൂടെ എല്ലാവരും പ്രാർത്ഥിച്ചാട്ടെ. ഞാൻ മാത്രമല്ല, നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുക. ആത്മാവിനൊന്ന് പ്രാർത്ഥിച്ചാട്ടെ, അഭിഷേകത്തോടൊന്ന് പ്രാർത്ഥിച്ചാട്ടെ. കർത്താവേ, വിവിധ വിഷയങ്ങൾക്ക് വേണ്ടി കരമുയർത്തി ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെ പിതാവിന്റെ പുത്രന്റെ പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ഞങ്ങൾ ബ്ലസ് ചെയ്യുകയാണ്. ഉള്ളത്തോടിടപെടണമേ, ഉള്ളത്തോടിടപെടണമേ. അവരുടെ മേൽ അവിടുത്തെ മുറിവേറ്റ കരം വെച്ചതിനായി സ്തോത്രം. വേറിട്ടൊരു ആത്മീക ജീവിതം മാതൃകാപരമായി നയിപ്പാൻ ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെ സഹായിക്കണം. കുഞ്ഞുങ്ങളുടെ മേൽ അവിടുത്തെ കരം വെച്ചതിനായി സ്തോത്രം. വിശേഷമായി ബുദ്ധി, ജ്ഞാനവും ദൈവകൃപയും കർത്താവ് കൊടുക്കണമേ. ഇന്ന് രാത്രി ഞങ്ങൾ ഭവനങ്ങളിലേക്ക് ചെല്ലുമ്പോൾ അവിടെ ഒരു വിടുതൽ കാണാൻ, രോഗികളായി അവിടെ വിട്ടേച്ചു വന്ന പ്രിയപ്പെട്ടവർ ആരോഗ്യത്തോടിരിക്കുന്നത് കാണുവാൻ, എഴുന്നേൽപ്പിക്കയിൽ ദുർവ്യാധി പിടിച്ച് കിടപ്പിലായി പോയി എന്ന് അവകാശപ്പെടുന്ന ദുഷ്ടശാസ്ത്രുവിന്റെ കയ്യിൽ നിന്ന് ഞങ്ങളുടെ ചില പ്രിയപ്പെട്ട
പ്രിയപ്പെട്ടവർ രോഗവിമുക്തരായതിനായി സ്തോത്രം ചെയ്യുകയാണ്. നാഡീഞരമ്പുകൾ, അസ്ഥിവ്യൂഹങ്ങൾ, മാംസപേശികളിൽ വ്യാപരിച്ചിരിക്കുന്ന രോഗബന്ധനങ്ങളെ ഞങ്ങൾ ശാസിക്കുകയാണ്. മുണ്ടകെ പട്ടണത്തെ ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഇവിടുത്തെ വ്യാപാരി വ്യവസായികൾ, ഇവിടുത്തെ ഡ്രൈവേഴ്സ് യൂണിയൻ, ഇവിടുത്തെ വിവിധ ട്രേഡ് യൂണിയനുകൾ അധ്വാനിക്കുന്നവർ എല്ലാവരെയും, ഇതിന്റെ സമീപ ഭവനങ്ങളിലെ പ്രിയപ്പെട്ടവർ എല്ലാവരെയും ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, ഇവിടുത്തെ ഭരണസമിതിയെ എല്ലാം ഞങ്ങൾ അനുഗ്രഹിക്കുന്നു. ഇവിടുത്തെ ദൈവസഭകളെ അനുഗ്രഹിക്കുന്നു. ഇവിടുത്തെ ക്രൈസ്തവ സഭകളെ ഞങ്ങൾ അനുഗ്രഹിക്കുന്നു. ഈ 3 ദിവസത്തെ യോഗം ഈ ദേശത്തിനൊരു വലിയ ആത്മീക മഴപ്പെയ്ത്തായി മാറട്ടെ. അവിടുത്തെ കുഞ്ഞുങ്ങളെ ധാരാളം അനുഗ്രഹിക്കുന്നതിനായി സ്തോത്രം. കൃപയാൽ ഞങ്ങൾ ഒരുമിച്ച് ഈ സമാപന ദിവസം അങ്ങയുടെ പാദം ചുംബിക്കുന്നു. കർത്താവേ, അവിടുത്തെ കരം ഞങ്ങളുടെ മേൽ വയ്ക്കണമേ. അത്യന്ത ശക്തിയുടെ വ്യാപാരത്താൽ ഞങ്ങളെ നിറച്ചുവിടണമേ. പ്രാർത്ഥന കേട്ടതുകൊണ്ട് സ്തോത്രം. ക്രിസ്തുയേശുവിൻ നിസ്തുല്യ നാമത്തിൽ തന്നെ ആ കരങ്ങൾ അടിച്ച് കർത്താവിനെ ഒന്ന് സ്തുതിച്ചാട്ടെ.